ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ ടോപ്പിക് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഒരു അക്കൗണ്ടിൽ ഉണ്ടാകുന്ന എറേഴ്സിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഒരു അക്കൗണ്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്തൊക്കെ എറേഴ്സ് വരാം? റോങ് എമൗണ്ടിങ് എഴുതാം, റോങ് ടോട്ടൽ ചെയ്യാം, റോങ് ബാലൻസ് ചെയ്യാം, പിന്നെ എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യാം, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് ചെയ്യാം. അങ്ങനെ കുറേ എറേഴ്സ് വരും. ഇതൊക്കെ എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ഈ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് പഠിക്കുന്ന ടൈമിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ബൈക്ക് കംപ്ലൈൻ്റ് ആയി. എന്താണ് കംപ്ലൈൻറ്റ് എന്ന് അറിഞ്ഞാൽ റെക്ടിഫൈ ചെയ്യാൻ എളുപ്പമല്ലേ അല്ലേ? ഇപ്പോൾ ഒരു ബൈക്ക് കംപ്ലൈൻ്റ് ആയി, അതിനകത്ത് എന്താണ് കംപ്ലൈൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് എന്താണ് റെക്ടിഫൈ എളുപ്പമാണ്, അത് ശരിയാക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെയാണ് എറേഴ്സിനും. ടൈപ്പ് ഓഫ് എറർ ഏത് ടൈപ്പാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് റെക്ടിഫൈ എളുപ്പമാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ അത് അക്കൗണ്ടിനെ ബാധിക്കുമോ, ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുമോ എന്ന്? ചില എറേഴ്സ് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് എറർ, ആ എറേഴ്സ് എത്ര ടൈപ്പ് ഉണ്ട്, ഏതൊക്കെ എറേഴ്സ് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യത്തില്ല എന്നതിന് മനസ്സിലാക്കുക. ഫസ്റ്റ് ടൈപ്പ് ഓഫ് എറർ. പിന്നെ ആ എറർ, നമുക്കുണ്ടായ എറർ ഏത് സ്റ്റേജിലാണ് റെക്ടിഫൈ ചെയ്യണത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കേണ്ടത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് എറർ, ഒരു എറർ ഏത് ടൈപ്പ് എററാണ്, ഈ എറർ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുമോ എന്ന് ഫസ്റ്റ് നോക്കണം. രണ്ട്, ആ എറേഴ്സ് എപ്പോൾ റെക്ടിഫൈ ചെയ്യാം, എപ്പോഴാണ് റെക്ടിഫൈ ചെയ്യണത്, ഏത് സ്റ്റേജിൽ റെക്ടിഫൈ ചെയ്യാം, അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് എങ്ങനെ ചെയ്യാം എന്നാണ് പഠിക്കുന്നത്. ഫസ്റ്റ്, എറേഴ്സിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യും. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നും ക്ലറിക്കൽ എറേഴ്സ് എന്നും പറയും. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നും ക്ലറിക്കൽ എറേഴ്സ് എന്നും പറയും. ആ ക്ലറിക്കൽ എറേഴ്സിൻ്റെ അണ്ടറിൽ എന്താണ് 3 എറേഴ്സ് വരും. എറർ ഓഫ് ഒമിഷൻ വരാം, എറർ ഓഫ് കമ്മീഷൻ വരാം, കോമ്പൻസേറ്റിംഗ് എറർ വരാം. അങ്ങനെ ഇത്ര എറേഴ്സ് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഇതൊക്കെ ഏത് ടൈപ്പ് എററാണ്, ഇതൊക്കെ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുമോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, എറർ ഓഫ് പ്രിൻസിപ്പൽ. ശ്രദ്ധിക്കുക, നമ്മൾ പറയാം എറേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2, എറർ ഓഫ് പ്രിൻസിപ്പൽ എന്നും ക്ലറിക്കൽ എറേഴ്സ് എന്നും. ആ ക്ലറിക്കൽ എറേഴ്സിന് അണ്ടറിൽ എത്ര എണ്ണം വരും? എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ. ഓക്കെ, ഇവിടെ എറർ ഓഫ് പ്രിൻസിപ്പൽ. എറർ ഓഫ് പ്രിൻസിപ്പൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, ട്രീറ്റിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റവന്യൂ ആയി ട്രീറ്റ് ചെയ്താലോ, റവന്യൂവിനെ ക്യാപിറ്റലായി ട്രീറ്റ്, അതുപോലെ ക്യാപിറ്റൽ റെസിപ്റ്റിനെ റവന്യൂ റെസിപ്റ്റായി ട്രീറ്റ് ചെയ്താലോ, റവന്യൂ റെസിപ്റ്റിനെ ക്യാപിറ്റൽ റെസിപ്റ്റായി ട്രീറ്റ് ചെയ്താലോ എന്താണ്? എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫർണിച്ചർ വാങ്ങിച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലേ? അത് സാധാരണ പർച്ചേസിൽ കൊണ്ടിട്ടോ എന്ത്, അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്യുമല്ലേ? അപ്പോൾ പ്രിൻസിപ്പിൾ മാറി, എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് എററായി. ഓക്കെ, നമ്മൾ പറയാം ഫർണിച്ചർ വാങ്ങിച്ചു, ഇറ്റ്സ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അത് സാധാരണ നമ്മൾ പർച്ചേസിൽ കൊണ്ടിട്ട് ഇടുവാങ്ങി എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ മാറി. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ എന്തുമായി ട്രീറ്റ് ചെയ്തു? റവന്യൂ ആയി ട്രീറ്റ് ചെയ്തു. അപ്പോൾ എന്താണ്? എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ഇനി ഫർണിച്ചർ വിറ്റു. ഫർണിച്ചർ വിൽക്കുന്നത് എന്താണ്? എൻ്റെ ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ല, ഫർണിച്ചർ വിൽക്കുന്നതല്ലല്ലോ എൻ്റെ ആക്ടിവിറ്റി. ഫർണിച്ചർ വിറ്റു എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അതിനെ സാധാരണ സെയിലിൽ കൊണ്ട് കയറ്റി, സെയിൽ അക്കൗണ്ടിൽ ഇട്ടു. അപ്പോൾ എന്താണ്? റവന്യൂ റെസിപ്റ്റായി ട്രീറ്റ് ചെയ്തു. അപ്പം ക്യാപിറ്റൽ റെസിപ്റ്റിനെ റവന്യൂ ആയി ട്രീറ്റ് ചെയ്തു. അപ്പോഴെന്താണ്? എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. അപ്പം ശ്രദ്ധിക്കുക, അപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ ഒന്നുമില്ല, ക്യാപിറ്റൽ നേച്ചർ ഐറ്റത്തെ റവന്യൂ ആയി ട്രീറ്റ് ചെയ്താലോ, റവന്യൂ നേച്ചർ ഐറ്റത്തെ ക്യാപിറ്റലായി ട്രീറ്റ് ചെയ്താലോ, അങ്ങനത്തെ എറേഴ്സ് എല്ലാം എന്താണ്? എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ കത്തും. ഇനി ഈ എറർ ഓഫ് പ്രിൻസിപ്പിൾ, അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്യാപിറ്റൽ നേച്ചർ ഐറ്റത്തെ റവന്യൂ ആയി ട്രീറ്റ് ചെയ്താലോ, റവന്യൂ നേച്ചർ ഐറ്റത്തെ ക്യാപിറ്റലായി ട്രീറ്റ് ചെയ്താലോ, അങ്ങനത്തെ എറേഴ്സ് നമ്മൾ എന്ത് പറയും? എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയും. ക്ലിയർ? അപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുമോ? ഇല്ല, ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യില്ല. ക്ലിയർ? ഓക്കെ, അത് പ്രത്യേക എററാണ്, എറർ ഓഫ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഒന്നുകൂടി പറയാം, എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്താണ്? ക്യാപിറ്റൽ നേച്ചർ ഐറ്റത്തെ റവന്യൂ ആയി ട്രീറ്റ് ചെയ്താലോ, റവന്യൂ നേച്ചർ ഐറ്റത്തെ ക്യാപിറ്റലായി ട്രീറ്റ് ചെയ്താലോ, അങ്ങനത്തെ എറേഴ്സ് എല്ലാം നമ്മൾ എന്ത് പറയും? എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ, റെസിപ്റ്റ് ആയിക്കോട്ടെ. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്താലോ, ക്യാപിറ്റൽ റെസിപ്റ്റിനെ റവന്യൂ റെസിപ്റ്റ് ട്രീറ്റ് ചെയ്താൽ തിരിച്ചു ചെയ്താലോ എന്താണിത്? എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിളാണെന്ന് മനസ്സിലായി. ഇത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുമോ? ഇല്ല, ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യത്തില്ല, ടാലി ആയിക്കോളും. ക്ലിയർ? എന്താ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത്ര ആലോചിച്ചാൽ മതി. എറർ ഓഫ് പ്രിൻസിപ്പിൾ വെച്ചാൽ എന്താണ്? അത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ? ഇനി ക്ലറിക്കൽ എറേഴ്സിൻ്റെ അണ്ടറിലാണ് 3 എണ്ണം വരുന്നത്. എന്തൊക്കെയാണ്? എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ. ഇനി ഒമിഷൻ വെച്ചാൽ എന്താണ്? വിട്ടുപോയി. ഒമിഷൻ വെച്ചാൽ എന്താ? വിട്ടുപോയി, എഴുതാൻ വിട്ടുപോയി. അത് കംപ്ലീറ്റ് ഒമിഷനും ഉണ്ട്, പാർഷ്യൽ ഒമിഷനും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്യാഷ് സെയിലിന് എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ.
അത് ക്യാഷിലും റെക്കോർഡ് ചെയ്യണം, സെയിലിലും റെക്കോർഡ് ചെയ്യണം. ഞാൻ രണ്ടിടത്ത് റെക്കോർഡ് ചെയ്തില്ല. രണ്ടിടത്ത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ എന്നല്ലേ, ഞാൻ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലും എഴുതണം, സെയിൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിലും എഴുതണം. രണ്ടിടത്തും റെക്കോർഡ് ചെയ്തില്ല. ഇസ് എന്ത്? കംപ്ലീറ്റ് ഒമിഷൻ. ഇനി ക്യാഷ് റെക്കോർഡ് ചെയ്ത് സെയിൽ റെക്കോർഡ് ചെയ്തില്ല, അല്ലെങ്കിൽ സെയിൽ റെക്കോർഡ് ചെയ്ത് ക്യാഷ് റെക്കോർഡ് ചെയ്ത് ഒരിടത്ത് റെക്കോർഡ് ചെയ്ത് ഒരിടത്ത് റെക്കോർഡ് ചെയ്തില്ല. അതെന്ത്? പാർഷ്യൽ ഒമിഷൻ. അപ്പം ഒമിഷൻ തന്നെ, ഒമിഷൻ വിട്ടുപോവുക, റെക്കോർഡ് ചെയ്തിട്ടില്ല, വിട്ടുപോയി. ഒമിഷൻ തന്നെ രണ്ടെണ്ണം ഉണ്ട്, കംപ്ലീറ്റും ഉണ്ട് പാർഷ്യലും ഉണ്ട്. കംപ്ലീറ്റ് രണ്ടിടത്ത് റെക്കോർഡ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ കംപ്ലീറ്റ് ഒമിഷൻ അല്ലേ? കംപ്ലീറ്റ് ഒമിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യത്തില്ല, ടാലി ആവും. പക്ഷെ ഒരിടത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് ഒരിടത്ത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ എന്ത്? ടാലി ആകത്തില്ല. അപ്പോൾ പാർഷ്യൽ ഒമിഷൻ ആണെങ്കിൽ ട്രയൽ ബാലൻസ് എന്താവത്തില്ല? ടാലി ആകൂല. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമ്മൾ പറയാം എറർ ഓഫ് ഒമിഷൻ. ഒമിഷൻ വെച്ചാൽ വിട്ടുപോയി. അപ്പം അത് രണ്ടെണ്ണം ഉണ്ട്, കംപ്ലീറ്റ് ഒമിഷൻ ഉണ്ട്, പാർഷ്യൽ ഒമിഷൻ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അത് ഫുൾ റെക്കോർഡ് ചെയ്തിട്ടില്ല, അപ്പോൾ അത് കംപ്ലീറ്റ് ഒമിഷൻ. അത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യത്തില്ല, കുഴപ്പമില്ല, ടാലി ആക്കും. ഇനി പാർഷ്യൽ ഒമിഷനാണ് അഫക്റ്റ് ചെയ്യും. ഒരിടത്ത് റെക്കോർഡ് ചെയ്തു ഒരിടത്ത് റെക്കോർഡ് ചെയ്തില്ല, അത് സംഭവിക്കും പാർഷ്യൽ ഒമിഷനാണ്, ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യും. ഇനി എറർ ഓഫ് കമ്മീഷൻ. എറർ ഓഫ് കമ്മീഷൻ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എറർ ഓഫ് കമ്മീഷൻ, അതായത് ഇപ്പോൾ റോങ് പോസ്റ്റിംഗ്, റോങ് എമൗണ്ടിങ്, റോങ് ടോട്ടലിങ്, റോങ് ബാലൻസിങ്, പിന്നെന്താണ്? അപ്പോൾ അങ്ങനത്തെ എറേഴ്സ് എല്ലാം എന്ത് പറയുന്നത്? ഈ എറർ ഓഫ് ഒമിഷനും എറർ ഓഫ് പ്രിൻസിപ്പിളും അല്ലാത്ത എല്ലാ എററും എന്താണ്? എറർ ഓഫ് കമ്മീഷനാണ്. എറർ ഓഫ് പ്രിൻസിപ്പിൾ വെച്ചാൽ എന്താ? ക്യാപിറ്റൽ നേച്ചറിനെ റവന്യൂ ട്രീറ്റ്, അല്ലെങ്കിൽ റവന്യൂ നേച്ചറിനെ ക്യാപിറ്റൽ ട്രീറ്റ്, അതാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. എഴുതാൻ വിട്ടുപോകുന്നതെല്ലാം എന്ത്? ഒമിഷനാണ്. ഫുള്ള് റെക്കോർഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ഒരിടത്ത് റെക്കോർഡ് ചെയ്തുള്ളൂ. അപ്പോൾ വിട്ടുപോകുന്നതെല്ലാം ഒമിഷനാണ്. ഇത് രണ്ടും അല്ലാത്ത എല്ലാ എററും ഇവിടെ വരും, എറർ ഓഫ് കമ്മീഷന് വരും. റോങ് പോസ്റ്റിംഗ്, റോങ് എമൗണ്ടിങ്, റോങ് ടോട്ടലിംഗ്, റോങ് ബാലൻസിങ്, ഇതെല്ലാം എന്താണ്? റോങ് അക്കൗണ്ടിങ്, ഇതെല്ലാം എന്താണ്? എറർ ഓഫ് കമ്മീഷൻ. അവിടെ പറയുന്നുണ്ട് എറേഴ്സ് അതർ ദാൻ എറർ ഓഫ് പ്രിൻസിപ്പൾ ആൻഡ് എറർ ഓഫ് ഒമിഷൻ. ഇത് ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാം. ചില സിറ്റുവേഷൻ അനുസരിച്ച്, ഇപ്പം ഒരു സൈഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അഫക്റ്റ് ചെയ്യും. ഓക്കെ, ചില കേസിൽ അഫക്റ്റ് ചെയ്യൂല. അതെങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്താ മനസ്സിലാക്കുക? എറർ ഓഫ് പ്രിൻസിപ്പിളും എറർ ഓഫ് ഒമിഷനും അല്ലാത്ത എല്ലാ എറേഴ്സും എന്താണ്? എറർ ഓഫ് കമ്മീഷനാണ്. ഓക്കെ. ഇനി കോമ്പൻസേറ്റിംഗ് എറർ എന്താ ഉദ്ദേശിക്കുന്നത്? കോമ്പൻസേറ്റ് ചെയ്യുക. ഒരു തെറ്റ് വേറൊരു തെറ്റുമായി സംഭവിക്കും? കോമ്പൻസേറ്റ് ആയിപ്പോവും. ഒരു തെറ്റ് വേറൊരു തെറ്റുമായി കോമ്പൻസേറ്റ് ആവും. നമ്മളൊരു തെറ്റ് ചെയ്തു, ഒരു മിസ്റ്റേക്കാണ് കാണിച്ചത്, പക്ഷേ അത് കറസ്പോണ്ടിങ് വേറൊരു മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട്, പക്ഷേ രണ്ട് തെറ്റ് എന്ത് സംഭവിക്കും? കോമ്പൻസേറ്റ് ആവും. ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യത്തില്ല, ടാലിയായി പൊക്കോളും. അപ്പോൾ അങ്ങനത്തെ എറേഴ്സാണ് എന്ത്? കോമ്പൻസേറ്റിംഗ് എറർ. ഒരു എക്സാമ്പിളോടെ ഞാനത് പറഞ്ഞുതരാം. കോമ്പൻസേറ്റിംഗ് എറർ എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പം കോമ്പൻസേറ്റിംഗ് എററിന് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു എറേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു എറർ ഓഫ് പ്രിൻസിപ്പൽ, ക്ലറിക്കൽ എറേഴ്സ്. അതിനകത്ത് എറർ ഓഫ് പ്രിൻസിപ്പൽ എന്താ നമ്മൾ പറഞ്ഞു, എറർ ഓഫ് ഒമിഷൻ പറഞ്ഞു, എറർ ഓഫ് കമ്മീഷൻ പറഞ്ഞു. കോമ്പൻസേറ്റിംഗ് എറർ പറഞ്ഞ സമയത്ത് എന്താണ്? ഒരു എറർ വേറൊരു എററുമായി കോമ്പൻസേറ്റ് ആകും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, അതായത് നോക്കുക, ഓക്കെ, ഇപ്പം പർച്ചേസ് ചെയ്തു. പർച്ചേസ് നമ്മൾ എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് ഡാറ്റ ടു ക്യാഷ് എന്നല്ലേ. ഞാൻ ഒരു 1500 വാങ്ങിച്ചത്. ഞാൻ ഒരു 1500 പർച്ചേസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്തപ്പം 1000 ആയിപ്പോയി. ഇതൊരു എറർ അല്ലേ? ഞാൻ 1500 വാങ്ങിച്ചത്, റെക്കോർഡ് ചെയ്ത് എത്രയാണ്? 1000 രൂപയാണ് റെക്കോർഡ് ചെയ്തത്. ഇതൊരു എററാണ്. ഇനി വീണ്ടും ഞാനൊരു പർച്ചേസ് ചെയ്തു. 500 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ ഒരു 500 രൂപ കുറവുണ്ട്, ഒരു 500 ഇവിടെ ഷോർട്ടേജ് ഉണ്ടേ. 1500 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഞാൻ എത്ര റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ? 1000 റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ വീണ്ടും ഒരു എത്രയാണ് വാങ്ങിച്ചത്? ഒരു 500 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഒരു 500 രൂപയ്ക്കാണ് ഒരു പർച്ചേസ്. പക്ഷെ ഞാൻ എത്ര റെക്കോർഡ് ചെയ്തിരിക്കുന്നത്? 1000 രൂപ റെക്കോർഡ് ചെയ്തു. ശ്രദ്ധിക്കുക, ഞാൻ ആദ്യമേ ഒരു 1500 വാങ്ങിച്ചത്. 1500 വാങ്ങിച്ചു. പക്ഷെ ഞാൻ റെക്കോർഡ് എത്രയാണ്? 1000 രൂപ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ 500 രൂപ കുറവുണ്ട്. ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു 500 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. പക്ഷെ എത്ര റെക്കോർഡ് ചെയ്തിരിക്കുന്നത്? 1000 ആണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 500 രൂപ കുറവുണ്ട്, ഇവിടെ ഒരു 500 രൂപ കൂടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നേരത്ത് അപ്പം ഇതൊരു തെറ്റാണ്. ക്ലിയർ? ഇനി നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് പർച്ചേസ്, ടോട്ടൽ എൻ്റെ പർച്ചേസ് എത്ര വരും?
1000 എത്രയാണ്? 2000 വരും. ക്ലിയർ? ഇനി എത്ര ക്യാഷ് വരും? 1000 എത്രയാണ്? 2000. ക്ലിയർ? ടാലി ആവുന്നില്ലേ? ഇവിടെ ഒരു 500 രൂപ കുറഞ്ഞു, കറസ്പോണ്ടിങ് വേറൊരു സ്ഥലത്ത് സംഭവിച്ചു 500 രൂപ കൂടി. അപ്പോൾ അതും തെറ്റാണ്, പക്ഷെ വേറൊരു തെറ്റ് കാരണം സംഭവിച്ചു ടാലി ആയിപ്പോയി. ഇതാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. കോമ്പൻസേറ്റിംഗ് എറർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു തെറ്റ് ഇവിടെ 1500 റെക്കോർഡ് ചെയ്യേണ്ടത് ഞാൻ 1000 റെക്കോർഡ് ചെയ്തു, അപ്പോൾ 500 രൂപ ഷോർട്ടായി. പകരം വേറൊരിടത്ത് 500 റെക്കോർഡ് ചെയ്യേണ്ടത്, ഞാൻ എത്ര റെക്കോർഡ് ചെയ്ത് പോയി? 500 എക്സ്ട്രാ ഇട്ടു, അപ്പോൾ ഒരു 1000 റെക്കോർഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 500 രൂപ കുറഞ്ഞു, ഒരു 500 രൂപ കൂടി. അപ്പോൾ ടാലി ആവത്തില്ല. രണ്ട് തെറ്റാണ്, വേറെ ഡേറ്റ് സംഭവിച്ചതാണ്, പക്ഷെ ഞാൻ കോമ്പൻസേറ്റ് ചെയ്തു. ഓക്കെ, ദാറ്റ്സ് എ കോമ്പൻസേറ്റിംഗ് എറർ. ഓക്കെ, അത്രയേ ഉള്ളൂ. അതാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീണ്ടും എറേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2. എറർ ഓഫ് പ്രിൻസിപ്പൽ, ക്ലറിക്കൽ എറേഴ്സ്. എറർ ഓഫ് പ്രിൻസിപ്പൽ വെച്ചാൽ എന്താണ്? ക്യാപിറ്റൽ നേച്ചർ ഐറ്റത്തെ റവന്യൂയെ ട്രീറ്റ് ചെയ്താലോ, റവന്യൂ നേച്ചർ ഐറ്റത്തെ ക്യാപിറ്റലായി ട്രീറ്റ് ചെയ്താലോ അങ്ങനത്തെ എറേഴ്സ് എല്ലാം എന്താണ്? എറർ ഓഫ് പ്രിൻസിപ്പളാണ്. എറർ ഓഫ് പ്രിൻസിപ്പൽ എന്ത് ചെയ്യും? ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യൂല. അടുത്ത ഇനി ക്ലറിക്കൽ എറേഴ്സ്. ക്ലറിക്കൽ എറർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് 3 എണ്ണം. ഏതാ? എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ. ഇതിനകത്ത് എറർ ഓഫ് ഒമിഷൻ വെച്ച് എന്താ? വിട്ടുപോയി, എഴുതാൻ വിട്ടുപോയി. അത് ഫുള്ള് റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ഒമിഷനും, ഒരിടത്ത് റെക്കോർഡ് ചെയ്ത് ഒരിടത്ത് റെക്കോർഡ് ചെയ്തില്ല, അതെന്താണ്? പാർഷ്യൽ ഒമിഷനും. ഇത് കംപ്ലീറ്റ് ഒമിഷനാണെങ്കിൽ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യത്തില്ല, പാർഷ്യൽ ആണെങ്കിൽ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി എറർ ഓഫ് കമ്മീഷൻ വെച്ച് എന്താണ്? ഈ എറർ ഓഫ് പ്രിൻസിപ്പളും ഒമിഷനും അല്ലാത്ത എല്ലാ എറേഴ്സും എറർ ഓഫ് കമ്മീഷനാണ്. അപ്പോൾ ആലോചിക്കുക, ക്യാപിറ്റൽ നേച്ചർ റവന്യൂ ട്രീറ്റ് ചെയ്തിട്ടില്ല, റവന്യൂവിനെ ക്യാപിറ്റൽ ട്രീറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എഴുതാൻ വിട്ടുപോയിട്ടില്ല, അങ്ങനത്തെ അല്ലാത്ത എല്ലാ എറേഴ്സും എറർ ഓഫ് കമ്മീഷനാണ്. ഓക്കെ, ക്ലിയർ? ഇനി കോമ്പൻസേറ്റിംഗ് എറർ വെച്ച് എന്താണ്? ഒരു എറർ വേറെ എററുമായി സംഭവിക്കും, കോമ്പൻസേറ്റ് ആയിപ്പോയിക്കോളും, ട്രയൽ ബാലൻസ് ടാലി ആയിക്കോളും. അപ്പോൾ ഇങ്ങനത്തെ എറേഴ്സ് ആണെന്ന് പറയുന്നത്. ഇതാണ് എറേഴ്സ്. അപ്പോൾ ഒരു എറർ കണ്ട ഏത് ടൈപ്പാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ആ ടൈപ്പ് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യൂ ഇല്ലയോ എന്ന് മനസ്സിലാകത്തുള്ളൂ. ഇത് എറർ ഓഫ് പ്രിൻസിപ്പളാണെന്ന് മനസ്സിലായി, അപ്പോൾ എന്ത് ചെയ്യത്തില്ല? ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ഇത് കംപ്ലീറ്റ് ഒമിഷനാണ്, അപ്പോൾ മനസ്സിലായി ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യത്തില്ല. പിന്നെ കോമ്പൻസേറ്റിംഗ് ആണ്, എന്ത് ചെയ്യത്തില്ല? അഫക്റ്റ് ചെയ്യത്തില്ല. കമ്മീഷനാണ്, അഫക്റ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ എന്ന് മനസ്സിലാക്കുക. ഇനി അപ്പം ടൈപ്പ് നമ്മൾ നോക്കി. ഇനി ഇത് ഒരു എറർ വന്നു, ആ എറർ ഏത് സ്റ്റേജിൽ നമ്മൾ റെക്ടിഫൈ ചെയ്യാം എന്ന് നോക്കണം. അതായത് ഒരു എറർ നമുക്ക് സംഭവിച്ചു, അത് എപ്പോഴാണ് റെക്ടിഫൈ ചെയ്യുന്നത്? ഒന്നെങ്കിൽ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് റെക്ടിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് റെക്ടിഫൈ ചെയ്യാം. അല്ലെങ്കിൽ എന്ത്? ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഇയർ നമുക്ക് സാധാരണ നമുക്കറിയാം ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, അതിനെന്താ? ഫൈനൽ അക്കൗണ്ട്സ്. ഈ വർഷം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അപ്പോഴേ എറർ റെക്ടിഫൈ ചെയ്യുന്നില്ല. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത ശേഷം നെക്സ്റ്റ് ഇയർ ആണ് ഇത് റെക്ടിഫൈ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ? ഇങ്ങനെ ഈ 3 സ്റ്റേജാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ പറയും മിക്കപ്പോഴും. ചിലപ്പം എന്താ പറയുക, ആഫ്റ്റർ പ്രിപ്പറേഷൻ ട്രയൽ ബാലൻസ് എന്ന് പറയാം, ചിലപ്പോൾ എന്താ പറയാം, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഫൈനൽ അക്കൗണ്ട്സ് പറയാം. മെജോറിറ്റി ഒരു 50% കൂടുതൽ ചാൻസ് ഇതാണ് ചോദിക്കുന്നത്. റെയർ കേസിൽ മാത്രമേ ഇത് ചോദിക്കാറുള്ളൂ ഫസ്റ്റ് സ്റ്റേജ്. എങ്കിലും നമുക്ക് എല്ലാം പഠിക്കണം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ 3 സിറ്റുവേഷൻ പഠിക്കാം, അപ്പോൾ ഒരു ബെറ്റർ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയേണ്ടത് എന്താണ്? റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. നമുക്കറിയാം ഇപ്പോൾ ഒരു എറർ വന്നു, അത് ഏത് ടൈപ്പ് നമുക്ക് മനസ്സിലായി. എറർ ഓഫ് പ്രിൻസിപ്പൾ വെച്ചാൽ എങ്ങനെയാണ്, കമ്മീഷൻ എങ്ങനെയാണ്, ഒമിഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി അത് എപ്പോൾ റെക്ടിഫൈ ചെയ്യാം? ഒന്ന്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ ജേണൽ എഴുതി ലെഡ്ജർ ചെയ്തു. ഇനി അവിടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്, അതിന് മുൻപ് തന്നെ റെക്ടിഫൈ ചെയ്തു, അതിന് മുൻപ് തന്നെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം. ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? ഇനി ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് തന്നെ 2 എണ്ണം ഉണ്ട്. എന്താ? ബിഫോർ ഓപ്പണിംഗ് സസ്പെൻസ്. സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് മുൻപും ആഫ്റ്റർ ഓപ്പണിംഗ് സസ്പെൻസ് അക്കൗണ്ടും. ഇതൊന്നും ചെയ്യേണ്ട. കണ്ടേ, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത ശേഷമാണ്. സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് മുൻപാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന അതേ റെക്ടിഫിക്കേഷൻ തന്നെയാണ് ഇവിടെയും ചെയ്തത്. ഓക്കെ, പേടിക്കേണ്ട. ഈ സ്റ്റേജിൽ നമ്മൾ എന്തുവാണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെയും ചെയ്തത്. അപ്പോൾ ഇത് 2 സെയിം ആണ്, സീനില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറയാം റെക്ടിഫിക്കേഷൻ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് മുൻപാണെങ്കിൽ എങ്ങനെ? ഇനി ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ ശേഷമാണ്. സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് മുൻപാണെങ്കിൽ ഒന്നുമില്ല, താണ്ട് ഇത് തന്നെ ഫസ്റ്റ് സ്റ്റേജ് തന്നെ. ഇവിടെ നമ്മൾ എന്തുവാണോ ചെയ്താൽ അത് തന്നെ. അപ്പോൾ ഇതുകൊണ്ട് ഇത് നോക്കണ്ട. ഇനി ആഫ്റ്റർ ഓപ്പണിംഗ് സസ്പെൻസ് ആണെങ്കിൽ എങ്ങനെ റെക്ടിഫൈ ചെയ്യും എന്നും ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടി വരും. അടുത്തെന്താണ്?
പിന്നെ എപ്പോഴാണ്? ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് നെക്സ്റ്റ് ഇയർ. ഓക്കെ, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഫൈനൽ അക്കൗണ്ട്സ് ഉദ്ദേശിച്ചത് നെക്സ്റ്റ് ഇയർ ആണ്. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത ശേഷം എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഇയർ ആ വർഷം ചെയ്യുന്നില്ല, നെക്സ്റ്റ് ഇയർ ആണ് നമ്മൾ ചെയ്യണത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ സസ്പെൻസ് അക്കൗണ്ട് വെച്ചാൽ എന്താണ്? നമ്മൾ ട്രയൽ ബാലൻസ് ടാലി ആകാതെ വരുമ്പോൾ ഓപ്പൺ ചെയ്ത അക്കൗണ്ട് സസ്പെൻസ് അക്കൗണ്ട്, ട്രയൽ ബാലൻസ് എവിടെയാണ് ഷോർട്ട് വരുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യും? സസ്പെൻസ് ഇട്ട് ക്ലോസ് ചെയ്യും, ഇല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇത് ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ചെയ്ത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞത് ഇതുവരെ ടൈപ്പ് ഓഫ് എറർ നോക്കി, എറർ ഏത് സ്റ്റേജിലാണ് റെക്ടിഫൈ ചെയ്യുന്നത് നമ്മൾ നോക്കി. എപ്പോഴാണ് റെക്ടിഫൈ ചെയ്യണത്? ഒന്നെങ്കിൽ ബിഫോർ പ്രിപ്പറേഷൻ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം, അതും എന്ത് ആഫ്റ്റർ ഓപ്പൺ സസ്പെൻസ് ആണെങ്കിൽ എങ്ങനെ, ബിഫോർ ഓപ്പൺ സസ്പെൻസ് ആണെങ്കിൽ എങ്ങനെ. നമ്മൾ പറഞ്ഞു ഈ ബിഫോർ ഓപ്പൺ സസ്പെൻസ് വെച്ച് എന്താണ്, ഈ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഒരെണ്ണം പഠിച്ചാൽ മതി. പിന്നെ എന്താ പറഞ്ഞത്? ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണെങ്കിൽ എങ്ങനെ. ഇപ്പോൾ ഫസ്റ്റ് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ നമുക്കൊരു എറർ സംഭവിച്ചു, അത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് മുൻപ് റെക്ടിഫൈ ചെയ്യാം. ഓക്കെ, അതെങ്ങനെ ചെയ്യാം നോക്കുക. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ ആ എറർ വൺ സൈഡ് എറർ ആണെങ്കിൽ അതായത് നമ്മൾ ഒരു അക്കൗണ്ടിൽ മാത്രമേ അഫക്റ്റ് ചെയ്തിട്ടുള്ളൂ, ഒരൊറ്റ അക്കൗണ്ടിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രമേ അഫക്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അത് മാത്രം അവിടെ മാത്രം തിരുത്തി കൊടുത്താൽ റെക്ടിഫൈ ഡൺ ബൈ പോസ്റ്റിംഗ്. എവിടെയാണോ മിസ്റ്റേക്ക് അവിടെ തിരുത്തി കൊടുത്താൽ മതി, ഒന്നുകൂടി പറയാം. നമ്മൾ റെക്ടിഫിക്കേഷൻ ചെയ്യണത് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ അത് സിംഗിൾ സൈഡ് എററാണ് അല്ലെങ്കിൽ ഡബിൾ സൈഡ് എറർ. സിംഗിൾ സൈഡ് എറർ ആണെങ്കിൽ എന്തുദ്ദേശിക്കുന്നത്? എറേഴ്സ് അഫക്റ്റിംഗ് ഓൺലി വൺ അക്കൗണ്ട്, ഒരു അക്കൗണ്ടിൽ മാത്രമേ സംഭവിക്കൂ, അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രമേ എറർ വന്നിട്ടുള്ളൂ എങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി? അത് ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് ആ എറർ റെക്ടിഫൈ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഐറ്റം ഡെബിറ്റ് ചെയ്യാൻ വിട്ടുപോയി നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയാലോ? ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഡെബിറ്റ് ചെയ്യാൻ വിട്ടു നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ചെയ്യാൻ വിട്ട് ക്രെഡിറ്റ് ചെയ്യുക. ഇനി ഡെബിറ്റ് ചെയ്തത് കൂടിപ്പോയി കുറയ്ക്കാൻ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ക്രെഡിറ്റ് ചെയ്തത് കൂടിപ്പോയി കുറയ്ക്കാൻ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഇനി ക്രെഡിറ്റ് ചെയ്തത് കുറഞ്ഞു പോയി, ഇപ്പോൾ കൂട്ടാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്തത് കുറഞ്ഞു പോയെങ്കിൽ കൂട്ടാൻ ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്ത് കുറഞ്ഞു പോയെങ്കിൽ എന്ത് കൂട്ടാൻ ക്രെഡിറ്റ് ചെയ്യണം. ഇനി അതായത് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ വിട്ടുപോയി നമ്മൾ എന്ത് ചെയ്യുക? ഒരു 1000 രൂപ ഡെബിറ്റ് ചെയ്യാൻ വിട്ടു, അപ്പോൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയി, 1000 രൂപ ക്രെഡിറ്റ് സിംഗിൾ സൈഡറാണ് പറയുന്നത്. ഓക്കെ, 1000 രൂപ ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടു, അപ്പോൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. കഴിഞ്ഞു. അപ്പോൾ ഡെബിറ്റ് ചെയ്യാൻ വിട്ടുപോയി ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയി ക്രെഡിറ്റ് ചെയ്യുക. ഇനി ഡെബിറ്റ് ചെയ്തത് കൂടിപ്പോയി, ഡെബിറ്റ് ഞാൻ ഒരു 1000 ആണ് ചെയ്യേണ്ടത്, 1500 റെക്കോർഡ് ചെയ്ത്. അപ്പോൾ ഡെബിറ്റ് ചെയ്ത് കൂടിപ്പോയില്ല, ഒരു 500 രൂപ കൂടി കിടക്കില്ലേ, അതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. 500 രൂപ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഡെബിറ്റ് ചെയ്ത് കൂടിപ്പോയാൽ കുറയ്ക്കാൻ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഇനി ക്രെഡിറ്റ് ചെയ്ത് കൂടിപ്പോയാലോ? 1000 റെക്കോർഡ് ചെയ്യേണ്ടടുത്ത് ഞാൻ 1500 റെക്കോർഡ് ചെയ്തു, അപ്പോൾ ഒരു 500 ക്രെഡിറ്റ് കൂടി കിടക്കില്ലേ, അതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കഴിഞ്ഞു. അപ്പോൾ ഡെബിറ്റ് ചെയ്ത് കൂടിപ്പോയാൽ കുറയ്ക്കാൻ ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്ത് കൂടിപ്പോയാൽ എന്ത് ചെയ്യുക? കുറയ്ക്കാൻ ഡെബിറ്റ് ചെയ്യുക. ഇനി അടുത്തത് ഡെബിറ്റ് ചെയ്ത് കുറഞ്ഞു പോയി, ഡെബിറ്റ് ഒരു 1000 രൂപ റെക്കോർഡ് ചെയ്യണമായിരുന്നു, ഞാൻ 800 റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഡെബിറ്റ് ചെയ്ത് കുറഞ്ഞു പോയി, അപ്പോൾ കൂട്ടാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് തന്നെ ചെയ്താൽ മതി. കൂട്ടാൻ ഡെബിറ്റ് ചെയ്യണം. എത്ര രൂപ കുറഞ്ഞു കിടക്കുന്നത്? 200 രൂപ. അപ്പോൾ കൂട്ടാൻ 200 രൂപ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഡെബിറ്റ് ചെയ്ത് കുറഞ്ഞു പോയാൽ കൂട്ടാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ക്രെഡിറ്റ് ചെയ്ത് കുറഞ്ഞു പോയാലോ? ക്രെഡിറ്റ് ചെയ്ത് കുറഞ്ഞു നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ഞാൻ 1000 രൂപ റെക്കോർഡ് ചെയ്യണമായിരുന്നു, പക്ഷെ ഞാൻ 800 റെക്കോർഡ് ചെയ്യും, അപ്പോൾ ക്രെഡിറ്റ് കുറഞ്ഞു പോയി. അപ്പോൾ കൂട്ടാൻ എന്ത് തന്നെ ചെയ്യണം? ക്രെഡിറ്റ് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി. ഡെബിറ്റ് ചെയ്യാൻ വിട്ടുപോയാൽ ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയാൽ ക്രെഡിറ്റ് ചെയ്യുക. ഡെബിറ്റ് ചെയ്ത് കുറഞ്ഞു പോയി, ഡെബിറ്റ് ചെയ്ത് കൂടിപ്പോയിട്ട് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ക്രെഡിറ്റ് ചെയ്ത് കൂടിപ്പോയി കുറയ്ക്കാൻ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഇനി ഡെബിറ്റ് ചെയ്ത് കുറഞ്ഞു പോയി, കൂട്ടാൻ ഡെബിറ്റ് തന്നെ ചെയ്യുക. ക്രെഡിറ്റ് ചെയ്ത് എന്ത് സംഭവിച്ചു? ക്രെഡിറ്റ് ചെയ്തത് കുറഞ്ഞു പോയി, കൂട്ടാൻ ക്രെഡിറ്റ് ചെയ്യുക. ഇനി അവിടെ ശ്രദ്ധിക്കണം, ഞാൻ ഡെബിറ്റ് ചെയ്യേണ്ടത് ഒരു 1000 രൂപ ഡെബിറ്റ് ചെയ്യണമായിരുന്നു, പോട്ടെ, ഒരു 1500 ഡെബിറ്റ് ചെയ്യണമായിരുന്നു, ഞാൻ ചെയ്തില്ല. ആ ഡെബിറ്റ് ചെയ്യേണ്ടത് ഞാൻ ക്രെഡിറ്റ് ചെയ്തു. ഇതെന്ത് ചെയ്യും? ശ്രദ്ധിക്കുക. അപ്പം എറർ എന്താണ്? ഡെബിറ്റ് ചെയ്യേണ്ടത് ഞാൻ ക്രെഡിറ്റ് ചെയ്തു, അപ്പോൾ എന്ത് ചെയ്യും? ഒന്നുമില്ല. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അത് ഞാൻ പറയാം, ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്താൽ ഡബിൾ എമൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡബിൾ എമൗണ്ട് എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ,
ഇവിടെ ഒരു ബന്ധമില്ലാതെ ക്രെഡിറ്റ് കൂടി കിടക്കുമല്ലേ. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം, 1500 ഇട്ടാൽ അതിപ്പോൾ അത് ക്യാൻസലായി. ഇനി ഡെബിറ്റിൽ ആക്ച്വലി ഒരു 1500 വരേണ്ടതല്ലേ, അതും ഇട്ടു. അപ്പോൾ നമ്മൾ എന്തോ ചെയ്തത്, ഡെബിറ്റ് ചെയ്യേണ്ടത് ഞാൻ ക്രെഡിറ്റ് ചെയ്താൽ ഡബിൾ എമൗണ്ട്. ഇപ്പോൾ 1500 ആണെങ്കിൽ ഇവിടുത്തെ റെക്കോർഡ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ 1500 കാണിക്കേണ്ട ആവശ്യമില്ല, 3000 രൂപ റെക്കോർഡ് ചെയ്താൽ മതി. ഡബിൾ എമൗണ്ട് ഡെബിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതെങ്ങനെ ഡബിൾ എമൗണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രെഡിറ്റ് ഞാൻ ഡെബിറ്റ് ചെയ്യേണ്ട ഒരു 1500 ക്രെഡിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ക്രെഡിറ്റിൽ ഒരു 1500 കൂടി കിടക്കുക, ക്രെഡിറ്റിൽ 1500 കൂടി കിടക്കുക. അപ്പോൾ അതിനെ കുറയ്ക്കാൻ എന്തായാലും ഡെബിറ്റ് ചെയ്തേ പറ്റൂ 1500. ഇപ്പോൾ അത് ക്യാൻസലായി, അത് ആ എറർ പോയി. ഇനി ആക്ച്വലി ഡെബിറ്റ് ഒരു 1500 വരണമായിരുന്നു, അതിപ്പോൾ ഇട്ടു, ഇപ്പോൾ സെറ്റായി. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ 1500 സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്താൽ ആ എമൗണ്ട് ഡബിൾ. ഇപ്പോൾ 3000 രൂപ എന്ത് ചെയ്താൽ മതി, ഡെബിറ്റ് ചെയ്താൽ മതി, റെക്ടിഫൈ ആയിക്കോളും. ഇനി തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ക്രെഡിറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം ഡെബിറ്റ് ചെയ്ത് വെച്ചു, ഒരു 2000 രൂപ ഡെബിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എന്ത് ചെയ്യണം, ഡബിൾ എമൗണ്ട് എന്ത് ചെയ്താൽ മതി, ക്രെഡിറ്റ് ചെയ്താൽ മതി. അതെങ്ങനെ മനസ്സിലായി, കാരണം ഈ 2000 ഒരു ബന്ധുള്ള 2000 ഡെബിറ്റ് കൂടി കിടക്കുക. അപ്പോൾ അതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം 2000. ഇനി ആക്ച്വലി 2000 വരേണ്ടതല്ലേ, ഒരു 2000 രൂപ ക്രെഡിറ്റ് വരേണ്ടതല്ലേ, അത് വിട്ടു. അപ്പോൾ സോ എന്ത് ചെയ്താൽ പറ്റൂ, ഡബിൾ എമൗണ്ടായ 4000 രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. എന്തോ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് ചെയ്ത് വെച്ചാൽ ഡബിൾ എമൗണ്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത്ര എറേഴ്സാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് ഡെബിറ്റ് ചെയ്യാൻ വിട്ടോ ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടോ ക്രെഡിറ്റ് ചെയ്യുക. ഡെബിറ്റ് ചെയ്തത് കൂടിപ്പോയാൽ ഡെബിറ്റ് ചെയ്തത് കൂടിപ്പോയാൽ കുറയ്ക്കാൻ ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്തത് കൂടിപ്പോയാൽ കുറയ്ക്കാൻ ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റ് ചെയ്തത് കുറഞ്ഞു പോയി, കൂട്ടാൻ ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ചെയ്തത് കുറഞ്ഞു പോയി, കൂട്ടാൻ ക്രെഡിറ്റ് ചെയ്യുക. ഇനി ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്താൽ ഡബിൾ എമൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് ചെയ്ത് വെച്ചാൽ ഡബിൾ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഇത് ഇത്ര ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ സിംഗിൾ സൈഡ് എറർ ആണെങ്കിൽ ആ എറേഴ്സ് അഫക്റ്റിംഗ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആ എറർ അഫക്റ്റിംഗ് ഓൺലി വൺ അക്കൗണ്ട് അല്ലെങ്കിൽ വൺ സൈഡിൽ മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് എവിടെയാണോ എറർ അവിടെ എന്ത് ചെയ്താൽ മതി, പോസ്റ്റ് ചെയ്ത് ശരിയാക്കിയാൽ മതി. ഇനി ഡബിൾ സൈഡ് എറർ ആണെങ്കിൽ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഡബിൾ സൈഡ് എറർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡബിൾ സൈഡ് എറർ ഉദ്ദേശിക്കുന്നത് എന്താ, എറേഴ്സ് അഫക്റ്റിംഗ് മോർ ദാൻ വൺ അക്കൗണ്ട് അല്ലെങ്കിൽ മോർ ദാൻ സൈഡ്. അങ്ങനെയാണെങ്കിൽ അത് എൻട്രി ഇട്ട് തന്നെ റെക്ടിഫൈ ചെയ്യേണ്ടി വരും, എൻട്രി ഇട്ട് തന്നെ റെക്ടിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് വൺ സൈഡ് എറർ സിംഗിൾ സൈഡ് എറർ ആണെന്നുണ്ടെങ്കിൽ അത് എവിടെയാണോ എറർ അവിടെ തിരുത്തി കൊടുക്കുക. രണ്ട് അക്കൗണ്ടിൽ അല്ലെങ്കിൽ രണ്ട് സൈഡിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് എൻട്രി ഇട്ട് തിരുത്തുക. ഓക്കെ, ഇത് നമുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് അടുത്ത സ്റ്റേജിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു സ്റ്റേജിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് മുൻപാണ് എറർ വന്നെങ്കിൽ അതെങ്ങനെ റെക്ടിഫൈ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ വുഡ് വി റെക്ടിഫൈ ദ ഫോളോയിങ് എറേഴ്സ് ഇൻ ദ ബുക്സ് ഓഫ് രമ ആൻഡ് കമ്പനി. ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക, എന്ത് സംഭവിക്കൂ, ദ ടോട്ടൽ ടു ദ പർച്ചേസ് ബുക്ക് ഹാസ് ബീൻ അണ്ടർകാസ്റ്റ് ബൈ 100. പർച്ചേസ് ബുക്കിൻ്റെ ടോട്ടൽ 100 രൂപ കുറഞ്ഞെടുക്കുക. പർച്ചേസ് ബുക്കിൻ്റെ ടോട്ടൽ 100 രൂപ കുറഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പർച്ചേസ് ബുക്കിൻ്റെ ടോട്ടൽ കുറഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ടിൽ 100 രൂപ ഷോർട്ടേജ് ആയി. പർച്ചേസ് അക്കൗണ്ട് 100 രൂപ പർച്ചേസ് കുറഞ്ഞെടുക്കുക. പർച്ചേസ് എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് അല്ലേ, ഡെബിറ്റ് കുറഞ്ഞു പോയി, ഡെബിറ്റ് ഒരു 100 രൂപ കുറഞ്ഞു പോയി, ഡെബിറ്റ് കുറഞ്ഞു പോയി. അപ്പോൾ ഡെബിറ്റ് കുറഞ്ഞ എന്ത് ചെയ്യണം, കൂട്ടാൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് തന്നെ ചെയ്യണം, കൂട്ടാൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അതായത് നോക്കുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് എറർ വന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പർച്ചേസ് ഡേ ബുക്കിനകത്ത് ഞാനിപ്പം എയുടെ കയ്യിൽ നിന്ന് ഒരു 500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് സാധനം മേടിച്ചു, ബിയുടെ കയ്യിൽ നിന്ന് ഒരു 500 രൂപയ്ക്ക് വാങ്ങാം. ഇപ്പോൾ ടോട്ടൽ 1500 റെക്കോർഡ് ചെയ്യേണ്ടത്, ഞാൻ എത്ര റെക്കോർഡ് ചെയ്തു, 1004. അപ്പോൾ 100 രൂപ കുറച്ച് വെച്ചിരിക്കുമല്ലേ, അതാണ് ഇവിടെ സംഭവിച്ച എറർ. 100 രൂപ കുറച്ച് കാണിച്ചിരിക്കുക, 100 രൂപ കുറഞ്ഞു, അണ്ടർകാസ്റ്റ് 100 രൂപ കുറഞ്ഞു പോയി. അപ്പോൾ പർച്ചേസ് ബുക്കിൻ്റെ ടോട്ടൽ കുറഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ 100 രൂപ കുറച്ച്. അപ്പോൾ ഇനി എയുടെ ബുക്കിൽ കറക്റ്റായിട്ട് റെക്കോർഡ്, എയുടെ ബുക്കിൽ 1000 രൂപ റെക്കോർഡ് ചെയ്തു, ബിൻ്റെ ബുക്കിൽ 500 റെക്കോർഡ് ചെയ്തു, കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തു. പക്ഷേ ഈ പർച്ചേസ് അക്കൗണ്ടിൽ വരുമ്പോൾ എത്ര റെക്കോർഡ് ചെയ്യത്തുള്ളൂ, ഈ ടോട്ടലായിരിക്കും റെക്കോർഡ്, ടോട്ടൽ എത്ര റെക്കോർഡ് ചെയ്തു, 1400 റെക്കോർഡ് ചെയ്തു പർച്ചേസ് അക്കൗണ്ടിൽ വരുമ്പോൾ. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിനകത്ത് സത്യം പറഞ്ഞാൽ ആക്ച്വലി 1500 ടോട്ടൽ വാങ്ങിച്ചത്, പക്ഷേ എത്ര റെക്കോർഡ് ചെയ്ത് 1400, ടോട്ടൽ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത സമയത്ത് ഞാൻ 1400 റെക്കോർഡ് ചെയ്തു, പർച്ചേസ് അക്കൗണ്ട് കുറഞ്ഞെടുക്കുക. പർച്ചേസ് എന്ത് ബാലൻസാണ്,
ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ അത് കുറഞ്ഞു കിടക്കുക. അപ്പോൾ ഡെബിറ്റ് കുറഞ്ഞു കിടക്കുക. അപ്പോൾ കൂട്ടാൻ എന്ത് ചെയ്താൽ മതി? അപ്പോൾ എവിടെയാണോ മിസ്റ്റേക്ക്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് മുൻപാണെങ്കിൽ എവിടെയാണോ മിസ്റ്റേക്ക് അവിടെ തിരുത്തി കൊടുത്താൽ മതി. അവിടെ തിരുത്തി കൊടുത്താൽ മതി. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ 1400 റെക്കോർഡ് ചെയ്യും. അപ്പോൾ 100 രൂപ കുറഞ്ഞ് കിടക്കുക. അപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്താൽ മതി? 100 രൂപ കൂട്ടി കൊടുത്താൽ മതി. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റിൽ 100 രൂപ കൂട്ടുക. അതങ്ങ് എങ്ങനെ പറയുന്നത്? അപ്പോൾ ആ എറർ എങ്ങനെ റെക്ടിഫൈ ചെയ്യും? ആലോചിച്ച് നോക്കുക. ഇവിടെ ഇത്രയും നമുക്ക് എറേഴ്സ് വന്നിട്ടുണ്ട്. ഈ എറേഴ്സ് എല്ലാം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് മുൻപാണ് റെക്ടിഫൈ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? ആദ്യം എന്ത് ചെയ്യുക? എന്നാണ്ട് അസ്യൂമിങ് ദാറ്റ് റെക്ടിഫിക്കേഷൻ ഇസ് ഡൺ. ഇവിടെ ഏത് സ്റ്റേജിലാണ് പറഞ്ഞിട്ടില്ല, എനിക്ക് എക്സാമിന് പറയും ഏത് സ്റ്റേജിലാണ് ക്ലിയർ ആയിട്ട് പറയും. ഓക്കെ, അസ്യൂമിങ് ദാറ്റ് റെക്ടിഫിക്കേഷൻ ഇസ് ഡൺ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപാണ് റെക്ടിഫൈ ചെയ്യുന്നതെങ്കിൽ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപാണ് റെക്ടിഫൈ ചെയ്യുന്നതെങ്കിൽ എന്താണ്? ദ ടോട്ടൽ ടു ദ പർച്ചേസ് ബുക്ക് ഹാസ് ബീൻ അണ്ടർകാസ്റ്റ് ബൈ 100. പർച്ചേസ് ഡേ ബുക്ക് കുറഞ്ഞിരിക്കുകയാണ്. പർച്ചേസ് ഡേ ബുക്ക് കുറഞ്ഞിരിക്കുകയാണ്. 100 രൂപ കുറഞ്ഞിരിക്കുക. അപ്പോൾ പർച്ചേസ് ബുക്ക് കുറഞ്ഞിരിക്കുക. അപ്പോൾ എന്താ? പർച്ചേസ് കുറഞ്ഞ പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഡെബിറ്റ് ചെയ്യാൻ വിട്ടു നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടു നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഡെബിറ്റ് കൂടിപ്പോയാൽ കുറയ്ക്കാൻ ക്രെഡിറ്റ് ചെയ്യും, ഇല്ല. അപ്പോൾ ഡെബിറ്റ് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? കൂട്ടാൻ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് ഡേ ബുക്ക് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൂട്ടാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ആ പർച്ചേസ് അക്കൗണ്ടിൽ 100 രൂപ കാണിച്ചാൽ ഡെബിറ്റ് ചെയ്താൽ പോരെ, അത്രയേ ഉള്ളൂ. ഓക്കെ, പർച്ചേസ് അക്കൗണ്ടിൽ 100 രൂപ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് മുൻപാണെങ്കിൽ ഏത് അക്കൗണ്ടിലാണോ, ഏത് സൈഡിലാണോ എറർ അവിടെ തിരുത്തി കൊടുത്താൽ മതി. പർച്ചേസിന് അവിടെ 100 രൂപ കുറഞ്ഞിരിക്കുക. അപ്പോൾ കൂട്ടാൻ എന്ത് ചെയ്യണം? പർച്ചേസിൻ്റെ ഡെബിറ്റ് കൂട്ടണം. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് പർച്ചേസ് അക്കൗണ്ട് വിത്ത് ₹100. ഓക്കെ, നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞില്ലേ, കണ്ടോ? പർച്ചേസ് അക്കൗണ്ടിനവിടെ നമ്മൾ 1500 റെക്കോർഡ് ചെയ്യുമ്പോൾ 100 രൂപ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് മുൻപാണ് എറർ സംഭവിച്ചെങ്കിൽ ഏത് അക്കൗണ്ടിലാണ്, ഏത് സൈഡിലാണ് ഇറങ്ങി അവിടെ തിരുത്തി കൊടുത്താൽ മാത്രം മതി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് കുറഞ്ഞിരിക്കുക. കൂട്ടാൻ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത ആലോചിച്ച് നോക്കിയേ. ദ റിട്ടേൺ ഇൻവേർഡ് ബുക്ക് ഹാസ് ബീൻ അണ്ടർകാസ്റ്റ് ബൈ 50. റിട്ടേൺ ഇൻവേർഡ് എന്താ? സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ. സെയിൽസ് എന്ത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ്. ആ ഡെബിറ്റ് ബാലൻസ് കുറഞ്ഞിരിക്കുക. റിട്ടേൺ ഇൻവേർഡ് ബുക്കിൻ്റെ ഡെബിറ്റ് റിട്ടേൺ ഇൻവേർഡ് ബുക്കിൻ്റെ 50 രൂപ കുറഞ്ഞു പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ബുക്കിൽ, സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ സംഭവിച്ചാണ് 50 രൂപ കുറഞ്ഞു. സെയിൽസ് റിട്ടേൺ കുറഞ്ഞു. സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ഡെബിറ്റ് ഒരു 50 രൂപ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡെബിറ്റ് ഒരു 50 രൂപ കുറഞ്ഞു. കൂട്ടാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് കുറഞ്ഞു പോയാൽ കൂട്ടാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? റിട്ടേൺ ഇൻവേർഡ് ബുക്ക് കുറയും. അപ്പോൾ ഡെബിറ്റ് റിട്ടേൺ ഇൻവേർഡ് അക്കൗണ്ട് വിത്ത് ₹50. റിട്ടേൺ ഇൻവേർഡ് അക്കൗണ്ട് എഴുതിക്കുന്നത്, അതുകൊണ്ട് ഇൻവേർഡ് അക്കൗണ്ട് തന്നെ എഴുതുക. ഇവിടെ പറയാം, ദ റിട്ടേൺ ഇൻവേർഡ് ബുക്ക് അണ്ടർകാസ്റ്റ്. റിട്ടേൺ ഇൻവേർഡ് കുറഞ്ഞിരിക്കുക. ആലോചിക്കുക, റിട്ടേൺ ഇൻവേർഡ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ബാലൻസ്, ഡെബിറ്റ് കുറഞ്ഞിരിക്കുക. അണ്ടർകാസ്റ്റ് കുറഞ്ഞുപോയി. അപ്പോൾ കുറഞ്ഞുപോയി, കൂട്ടാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് കുറഞ്ഞിരിക്കുവാണെങ്കിൽ കൂട്ടാൻ ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റ് കൂടിയിരിക്കുവാണെങ്കിൽ കുറയ്ക്കാൻ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ കുറഞ്ഞുപോയി, കൂട്ടാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ നമ്മൾ പറയും? ഡെബിറ്റ് റിട്ടേൺ ഇൻവേർഡ് അക്കൗണ്ട് വിത്ത് ₹. ആ ഏത് അക്കൗണ്ടാണോ ആ അക്കൗണ്ടിൽ ഡെബിറ്റ് പോയിട്ട് ഒരു 50 രൂപ ഇട്ട് ആ അക്കൗണ്ട് കൂടിപ്പോകും. ഓക്കെ, ക്ലിയർ? അടുത്തത്, എ സം ഓഫ് ₹250 റിട്ടേൺ ഓഫ് ആസ് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി നോട്ട് ബീൻ ഡെബിറ്റഡ് ഇൻ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തില്ല. ആലോചിച്ച് നോക്ക്, നമ്മൾ ആദ്യം പറഞ്ഞു ഡെബിറ്റ് ചെയ്യാൻ വിട്ടു നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടു നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യാൻ വിട്ടു പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യാൻ വിട്ടു പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്താൽ പോരെ, അല്ലേ? അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എങ്ങനെ പറയുന്നത്? ഡെബിറ്റ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വിത്ത് ₹250. ഇതെന്താ ഇങ്ങനെ എൻട്രി എഴുതാതെ പറയുന്നത് വിചാരിക്കരുത്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് മുൻപാണ് എറർ സംഭവിച്ചെങ്കിൽ എവിടെയാണോ എറർ വന്നത്, ഏത് അക്കൗണ്ടിലാണോ, ഏത് സൈഡിലാണോ എറർ അവിടെ തിരുത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തില്ല, അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റ് ചെയ്യാൻ വിട്ടു എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഡെബിറ്റ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വിത്ത് ₹250. ക്ലിയർ? അടുത്തത്, എ പേയ്മെൻറ്റ് ഓഫ് സാലറി ₹75 ഫോർ സാലറി ടു മോഹൻ. നമ്മൾ മോഹന് സാലറി കൊടുത്ത്, ആർക്ക് സാലറി കൊടുത്താൽ എൻട്രി എന്താ? സാലറി അക്കൗണ്ട് ഡെബിറ്റ്. സാലറിയെ ഡെബിറ്റ് ചെയ്യും, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. ടോയ്സ് ഇൻ ദ സാലറി അക്കൗണ്ട്. ആലോചിച്ച് നോക്ക്, അതെങ്ങനെ പറയുന്നത്? ഇതൊരു സാലറി അക്കൗണ്ടാണ് വിചാരിക്കുക.
ഇതൊരു സാലറി അക്കൗണ്ടാണെന്ന് വിചാരിക്കുക. ഓക്കെ, സാലറി കൊടുത്തു. അപ്പോൾ സാലറി ഡെബിറ്റ് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 75 റെക്കോർഡ് ചെയ്യും. ടോയ്സ് വീണ്ടും ഞാൻ രണ്ടോട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോൾ സാലറിയുടെ ഡെബിറ്റ് കൂടി കിടക്കുമല്ലേ? സാലറി പേ ചെയ്തു. സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. അപ്പോൾ സാലറിയുടെ ഡെബിറ്റിൽ ക്യാഷ് എന്ന് എഴുതും. സാലറിയുടെ ഡെബിറ്റിൽ ഞാൻ എന്ത് എഴുതണം? ടു ക്യാഷ് എന്ന് എഴുതേണ്ടി വരും അല്ലേ? 75 എഴുതണം. ഞാൻ വീണ്ടും എഴുതി വെച്ച്, ടു ക്യാഷിന് വീണ്ടും എഴുതി വെച്ച്. അപ്പോൾ കണ്ടോ, ടോയ്സ് ടു സാലറി അക്കൗണ്ട് രണ്ടോടെ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ സാലറിയുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാലറി ഡെബിറ്റ് കൂടി കിടക്കും. അപ്പോൾ ഡെബിറ്റ് കൂടി കിടക്കുക, കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ്. അപ്പോൾ സാലറിയുടെ ഡെബിറ്റ് കൂടി കിടക്കുവാണ്. കുറയ്ക്കാൻ എന്ത് ചെയ്യണം? സാലറി ക്രെഡിറ്റ് ചെയ്യണം. എത്ര രൂപ? 75. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പറയും? സാലറി ഡെബിറ്റ്. അപ്പോൾ ക്രെഡിറ്റ് സാലറി അക്കൗണ്ട് വിത്ത് ₹75. സാലറിയുടെ ക്രെഡിറ്റ് കൂടി കിടക്കുകയാണ്, കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. ഡെബിറ്റ് കൂടി കിടക്കുകയാണ്, കുറയ്ക്കാൻ ക്രെഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കണം. ബില്ല് റിസീവബിൾ ബുക്ക് ഒരു 1500 ഉണ്ടായിരുന്നു. ഹാസ് ബീൻ പോസ്റ്റഡ് ടു ക്രെഡിറ്റ് ഓഫ് ബില്ല് റിസീവബിൾ അക്കൗണ്ട്. ഈ ബില്ല് റിസീവബിൾ എന്താ? അസറ്റാണ് ഇല്ലേ? അസറ്റാണ്. ഓക്കെ, അപ്പം ബില്ല് റിസീവബിൾ അക്കൗണ്ടിൽ നമ്മൾ ഏത് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? ഡെബിറ്റ് സൈഡിൽ. ബില്ല് റിസീവബിൾ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഡെബിറ്റ് ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്ത് വെച്ചു? ക്രെഡിറ്റ് ചെയ്ത് വെച്ചു. അപ്പം ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്ത് വെച്ചാൽ ഡബിൾ എമൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം ഇല്ലേ? ബില്ല് റിസീവബിളിൻ്റെ ഡെബിറ്റ് ചെയ്യണമായിരുന്നു. ബില്ല് റിസീവബിളിൻ്റെ ഞാൻ കാണിച്ചു തരാം, സിമ്പിളായിട്ട് പറയാം. ഇതൊരു ബില്ല് റിസീവബിൾ അക്കൗണ്ടാണെന്ന് വിചാരിക്കുക. ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ക്ലിയർ? ബില്ല് റിസീവബിൾ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. എത്ര രൂപ? ഒരു 1500 ഡെബിറ്റ് ചെയ്യണമായിരുന്നു. ഞാൻ പിടിച്ച് ക്രെഡിറ്റ് ചെയ്ത് വെച്ചു. 1500 ക്രെഡിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഒരു ബന്ധമില്ല, ക്രെഡിറ്റ് കൂടി കിടക്കുമല്ലേ? അപ്പോൾ അതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്തേ പറ്റൂ? ഡെബിറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ക്യാൻസലായി. ഇനി ആക്ച്വലി ബില്ല് റിസീവബിൾ ഡെബിറ്റ് ഒരു 1500 വരേണ്ടതല്ലേ? 1000. അപ്പോൾ ടോട്ടൽ എത്ര രൂപ റെക്ടിഫൈ? എത്ര രൂപ ഡെബിറ്റ് വരണം? ബില്ല് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റിൽ ഒരു 3000 രൂപ വന്നാൽ റെക്ടിഫൈ ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇത് റെക്ടിഫൈ ചെയ്യാൻ ഡെബിറ്റ് ഏത് അക്കൗണ്ട്? ബില്ല് റിസീവബിൾ അക്കൗണ്ട് വിത്ത് റുപ്പീസ് എത്ര രൂപ? 1500 ആണോ? അല്ല, 3000 രൂപ ഇട്ടാൽ റെക്ടിഫൈ ആവും. അപ്പോൾ ഇതെങ്ങനെ പറയും? ഡെബിറ്റ് ബില്ല് റിസീവബിൾ അക്കൗണ്ട് വിത്ത് ₹3000. കാരണം ബില്ല് റിസീവബിളിൻ്റെ ഡെബിറ്റിന് പകരം ഞാൻ ക്രെഡിറ്റ് ചെയ്ത് വെച്ചു. അപ്പം ക്രെഡിറ്റ് കൂടി കിടക്കുക. അപ്പോൾ അതിനെ കുറയ്ക്കാൻ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അത് ക്യാൻസൽ ആവും. എന്നിട്ട് ബില്ല് റിസീവബിൾ ഡെബിറ്റ് ഒരു 1500 വരണമായിരുന്നു. അതും ചെയ്തു. ഇപ്പോൾ ടാലിയായി. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്താൽ ഡബിൾ എമൗണ്ട് ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ഡെബിറ്റ് ബില്ല് റിസീവബിൾ അക്കൗണ്ട് വിത്ത് ₹3000. ഓക്കെ, നെക്സ്റ്റ്. An amount of ₹151 credit sales to Hari. ഹരിക്ക് നമ്മൾ ഗുഡ്സ് വിറ്റു. അപ്പോൾ എൻ്റെ ആലോചിച്ച് നോക്കിയാൽ ഹരിക്ക് ഗുഡ്സ് വിൽക്കുമ്പോൾ ഹരി ഡെബിറ്റ് ടു സെയിൽ. ഹരി അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ 151. ഓൾത്തോ കറക്റ്റ്ലി എൻ്റെ എടുത്ത സെയിൽസ് ബുക്ക്. അപ്പോൾ സെയിലിനകത്ത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തു. പക്ഷേ അത് ഹാസ് ബീൻ പോസ്റ്റഡ് ടു എത്ര റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ? ഹരിയുടെ അക്കൗണ്ടിൽ എത്ര? 115 റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. സെയിൽ ബുക്കിൽ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തു. ഹരി അക്കൗണ്ട് അറ്റ് ടു സെയിൽ. അപ്പോൾ സെയിൽ അക്കൗണ്ടിൽ കറക്റ്റ് 151 തന്നെ. പക്ഷേ ഹരിയുടെ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ 115. അപ്പോൾ ഹരിയുടെ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഹരി അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ എന്നല്ലേ? ആണേ. ഫോർ എക്സാമ്പിൾ നമുക്ക് എൻട്രി എങ്ങനെ വരുന്നത്? ഹരി അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത്? സെയിൽസ് അക്കൗണ്ട്. എത്ര? സെയിൽസിനകത്ത് 151 ഞാൻ കറക്റ്റ് റെക്കോർഡ് ചെയ്തു. പക്ഷേ ഹരിയുടെ അക്കൗണ്ട് എത്ര? 115 റെക്കോർഡ് ചെയ്തേക്കുന്നത് ഇല്ലേ? അപ്പോൾ ഹരിയുടെ അക്കൗണ്ട് ഡെബിറ്റ് കുറഞ്ഞിരിക്കുമല്ലേ? എത്ര രൂപ കുറഞ്ഞിരിക്കുന്നു? 151 നിന്ന് 115 പോയാൽ 36 രൂപ കുറഞ്ഞിരിക്കുമല്ലേ? 36 രൂപ കുറഞ്ഞിരിക്കും അല്ലേ? 36 രൂപ ഡെബിറ്റ്. ഹരിയുടെ ഡെബിറ്റ് 36 രൂപ കുറഞ്ഞു. അപ്പോൾ ഡെബിറ്റ് കുറഞ്ഞിരിക്കുക. ഡെബിറ്റ് കുറഞ്ഞു പോയി. അപ്പോൾ കൂട്ടാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഹരിയുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് കുറഞ്ഞിരിക്കുക. ഡെബിറ്റ് കുറഞ്ഞു പോയി. കൂട്ടാൻ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പറയും ഡെബിറ്റ് ഹരി അക്കൗണ്ട് വിത്ത് ₹36. ഡെബിറ്റ് ഹരി അക്കൗണ്ട് വിത്ത് ₹36. ക്ലിയർ? ഇനി അടുത്തത് ഡിസ്കൗണ്ട് അലോഡ് ടു സതീഷ്. സതീഷിന് ഡിസ്കൗണ്ട് അലോ ചെയ്തു.
ഡിസ്കൗണ്ട് കൊടുത്തു, കസ്റ്റമർ ആയിരിക്കാം. അത് നോട്ട് എൻറ്റേഡ് ഇൻ ദ ഡിസ്കൗണ്ട് കോളം. നമ്മൾ ഡിസ്കൗണ്ട് അങ്ങോട്ട് കൊടുക്കുക, ഡിസ്കൗണ്ട് നമുക്കൊരു എക്സ്പെൻസ് ആണ്, അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഡിസ്കൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല, അപ്പോൾ ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടില്ല. ഡിസ്കൗണ്ട് അങ്ങോട്ട് കൊടുത്ത് നമുക്കൊരു എക്സ്പെൻസ് ആണ്, ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഡിസ്കൗണ്ട് ഇങ്ങോട്ട് കിട്ടിയ അത് ഇൻകം ആണ്, നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്തു 25 രൂപ, അത് റെക്കോർഡ് ചെയ്തില്ല, ഇവിടെ റെക്കോർഡ് ചെയ്തില്ല, ഡിസ്കൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല, അപ്പോൾ ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡെബിറ്റ് ചെയ്യാൻ വിട്ടു, നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യാത്തത്, അപ്പോൾ ഡിസ്കൗണ്ട് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. സിമ്പിൾ അല്ലേ? അപ്പോൾ എങ്ങനെ പറയാം, ഡെബിറ്റ് ഡിസ്കൗണ്ട് അലോഡ് അക്കൗണ്ട് വിത്ത് ₹25. ഡിസ്കൗണ്ട് അലോ ചെയ്തു, ഡിസ്കൗണ്ട് അക്കൗണ്ട് ടു സതീഷിൻ്റെ ഡെപ്റ്റർ കുറയും. അപ്പോൾ ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റ് ചെയ്യാൻ വിട്ടു എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അസ്യൂമിങ് ദാറ്റ് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് മുൻപാണ് റെക്ടിഫൈ ചെയ്യുന്നതെങ്കിൽ അത് സിംഗിൾ സൈഡ് എറർ ആണെങ്കിൽ, ഒരു അക്കൗണ്ടിലോ ഒരു സൈഡിലാണോ എററെങ്കിൽ, അത് എവിടെയാണോ മിസ്റ്റേക്ക്, അത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് മുൻപ് ആ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ആ സൈഡിലങ്ങ് തിരുത്തി കൊടുത്താൽ മതി. ഏത് സൈഡിലാണോ അവിടെ തിരുത്തി കൊടുത്താൽ മതി. ഈ 2 സൈഡ് എറർ, 2 അക്കൗണ്ടിനെയോ 2 സൈഡിലോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻട്രി ഇട്ട് തന്നെ തിരുത്തേണ്ടി വരും. ഓക്കെ, ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് 3 സ്റ്റേജും പഠിക്കാം. അതിപ്പോൾ ഈ ഒരു എറർ സംഭവിച്ചു, ഇത്ര എറർ വന്നില്ലേ, ഈ ഇത്രയും എറർ വന്നു, ഇത്രയും എറർ നമ്മളിപ്പോൾ ചെയ്ത് എന്താണ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് മുൻപാണെങ്കിൽ എങ്ങനെ റെക്ടിഫൈ ചെയ്താണ് പഠിച്ചത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് ഓപ്പണിംഗ് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തോളൂ. സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ സെയിം ഇത് തന്നെ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് തന്നെ. ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, എന്നിട്ടാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ തിരുത്താം എന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് റെക്ടിഫിക്കേഷൻ ഈസ് ഡൺ എപ്പോഴാണ്, ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് പഠിച്ചു. അത് സിംഗിൾ സൈഡ് ആണെങ്കിൽ എങ്ങനെ ആ അക്കൗണ്ട് തിരുത്തിയാൽ മതി, ഡബിൾ സൈഡ് ആണെങ്കിൽ എൻട്രി എടുത്ത് തിരുത്താമെന്ന് പഠിച്ചു. ഇനി അടുത്ത എന്താണ്, റെക്ടിഫിക്കേഷൻസ് എപ്പോഴാണ് നമ്മളിവിടെ പഠിച്ചത്, എന്താ റെക്ടിഫിക്കേഷൻ ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ അത് ബിഫോർ ഓപ്പണിംഗ് സസ്പെൻസും ഉണ്ട്, ആഫ്റ്റർ ഓപ്പണിംഗ് സസ്പെൻസും ഉണ്ട്. ഓക്കെ, അത് ജേണൽ ചെയ്തു, ലെഡ്ജർ ചെയ്തു, തെറ്റുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെക്ടിഫൈ ചെയ്യണമെങ്കിൽ അത് ബിഫോർ ഓപ്പണിംഗ് സസ്പെൻസ് ആണെങ്കിൽ എങ്ങനെ, ആഫ്റ്റർ ഓപ്പണിംഗ് സസ്പെൻസ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ശേഷമാണ് റെക്ടിഫൈ ചെയ്യുന്നതെങ്കിൽ ബിഫോർ ഓപ്പണിംഗ് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിം ആസ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ബിഫോർ പ്രിപ്പറേഷൻ ട്രയൽ ബാലൻസ്. നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് മുൻപ് എങ്ങനെ ചെയ്തത്, അത് തന്നെയാണ് എന്ത്, ബിഫോർ ഓപ്പണിംഗ് സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, ആ ഫസ്റ്റ് സ്റ്റേജിലെ ബിഫോർ പ്രിപ്പറേഷൻ ട്രയൽ ബാലൻസ് ചെയ്തില്ലേ, അത് തന്നെയാണ് എന്ത്, ആഫ്റ്റർ പ്രിപ്പറേഷൻ ട്രയൽ ബാലൻസ് ബിഫോർ ഓപ്പണിംഗ് സസ്പെൻസും ആ സ്റ്റേജ് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആഫ്റ്റർ ഓപ്പണിംഗ് സസ്പെൻസ് അക്കൗണ്ട് എന്താണ്, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് ആഫ്റ്റർ ഓപ്പണിംഗ് സസ്പെൻസ് ആണെങ്കിൽ, അത് സിംഗിൾ സൈഡ് എറർ ആണെങ്കിൽ റെക്ടിഫിക്കേഷൻ ഡൺ പാസിംഗ് ജേണൽ എൻട്രി യൂസിങ് സസ്പെൻസ് അക്കൗണ്ട്. സിംഗിൾ സൈഡ് എറർ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ഓപ്പൺ ചെയ്യണം, സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണും. അപ്പോൾ അവിടെ ആ റെക്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, പാസിംഗ് ജേണൽ എൻട്രി എഴുതി തന്നെ റെക്ടിഫൈ ചെയ്യണം, യൂസിങ് എന്ത് യൂസ് ചെയ്ത്, സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യണം. ഇനി ഡബിൾ സൈഡ് എറർ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഡബിൾ സൈഡ് എറർ ആണെങ്കിൽ റെക്ടിഫിക്കേഷൻ ഈസ് എപ്പോഴാണ് ഡൺ പാസിംഗ് ജേണൽ എൻട്രി എഴുതി തന്നെ റെക്ടിഫൈ ചെയ്യണം. പക്ഷേ എന്ത്, വിത്ത് ഓർ വിത്തൗട്ട് യൂസ് സസ്പെൻസ് അക്കൗണ്ട്. അതായത് എറേഴ്സ് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്ത് എൻട്രി ഇടാം. ഓക്കെ, അഫക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട, സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട. ഓപ്പൺ ചെയ്യാതെ നമുക്കത് എവിടെയൊക്കെയാണോ മിസ്റ്റേക്ക് അവിടെ തിരുത്തിയാൽ മതി. ഓക്കെ, അതായത് ഒന്നുകൂടി പറയാം, നോക്കുക, ഇവിടെ ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത ശേഷമാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ പോകുന്നത്. അത് ബിഫോർ ഓപ്പണിംഗ് സസ്പെൻസ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് സെയിം. ഇനി ആഫ്റ്റർ പ്രിപ്പറേഷൻ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത ശേഷം ആൻഡ് ഓപ്പണിംഗ് എന്ത്, സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ, സിംഗിൾ സൈഡ് എറർ ആണെങ്കിൽ അതെന്ത് ചെയ്യുക, റെക്ടിഫിക്കേഷൻ ഡൺ പാസിംഗ് എൻട്രി ഇട്ട് തന്നെ തിരുത്തുക. എന്ത് യൂസ് ചെയ്ത്, സസ്പെൻസ് അക്കൗണ്ട് യൂസിങ് സസ്പെൻസ് അക്കൗണ്ട്. ഇനി ഡബിൾ സൈഡ് എറർ ആണെങ്കിൽ അത് വിത്ത് ഓർ വിത്തൗട്ട് ഓപ്പൺ സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്തും ചെയ്യാം, യൂസ് ചെയ്യാം. എങ്ങനെ, ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് വരും, അഫക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വിത്തൗട്ട് യൂസിങ് സസ്പെൻസ്. ഓക്കെ,
ക്ലിയർ, എൻട്രി ഇട്ട് തിരുത്തേണ്ടി വരും. ഇതാണെങ്കിൽ എങ്ങനെ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, നമ്മൾ ആദ്യം ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഈ ഒരു സിറ്റുവേഷൻ ചെയ്ത് നോക്കാം. സിറ്റുവേഷൻ ഏതാണ്? റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എപ്പോഴാണ്? ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് റെക്ടിഫൈ ചെയ്യണത്. എന്ത് ഓപ്പൺ ചെയ്യുന്നു? സസ്പെൻസ് ഓപ്പൺ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ അതായത് ഇതേ സെയിം ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ടു ദ പർച്ചേസ് ബുക്ക് ഹാസ് ബിൻ അണ്ടർ കാസ്റ്റ്. ശ്രദ്ധിക്കുക, പർച്ചേസ് ബുക്ക് അണ്ടർ കാസ്റ്റ്. അപ്പോൾ അല്ലേ പർച്ചേസ് ബുക്ക് ഒരെണ്ണം എടുക്കുക, സിറ്റുവേഷൻ പ്രകാരം നോക്കാം. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. നോക്കുക, പർച്ചേസ് ബുക്ക്, അതായത് ഞാൻ എയുടെ കയ്യിൽ നിന്ന് ഒരു 1000 രൂപയ്ക്ക് വാങ്ങിച്ചു, ബിയുടെ കയ്യിൽ നിന്ന് 500 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ ടോട്ടൽ 1500 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. പക്ഷേ റെക്കോർഡ് ചെയ്തപ്പോൾ 100 രൂപ അണ്ടർ കാസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ, 100 രൂപ കുറച്ച് കാണിച്ചത്. ബട്ട് പർച്ചേസ് ബുക്ക് ടോട്ടൽ കുറഞ്ഞിരിക്കുകയാണ്. 1400 റെക്കോർഡ് ചെയ്തേക്കുന്നത്, പർച്ചേസ് ബുക്കിനകത്ത് 1400 റെക്കോർഡ് ചെയ്തേക്കുന്നത്. പക്ഷേ എയുടെ അക്കൗണ്ടിൽ, എ എന്ന് പറയുമ്പോൾ എയുടെ നിന്ന് മേടിയുമ്പോൾ എ ക്രെഡിറ്റർ അല്ലേ, ക്രെഡിറ്ററിൻ്റെ അക്കൗണ്ട് എത്രയാണ്? 1000 രൂപ റെക്കോർഡ് ചെയ്തു. ബിൻ്റെ അക്കൗണ്ടിലും ഞാൻ 500 റെക്കോർഡ് ചെയ്തു. ക്ലിയർ. ഇനി പർച്ചേസ് അക്കൗണ്ടിന് എത്ര റെക്കോർഡ്? സൺട്രീസ് എന്ന് പറയുമ്പോൾ ടോട്ടലാണ്. എത്ര റെക്കോർഡ് ചെയ്യത്തുള്ളൂ? ഇവിടെ ടോട്ടലല്ലേ റെക്കോർഡ് ചെയ്യുന്നത്? ടോട്ടൽ 1400 അല്ലേ, കൂട്ടി തെറ്റി ആ 1400 റെക്കോർഡ് ചെയ്യത്തുള്ളൂ. തെറ്റിപ്പോയി. ഇനി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പോവുക. എ ക്രെഡിറ്റർ അല്ലേ, ക്രെഡിറ്റ് ചെയ്യും. എത്രയാണ്? 1000. ബിയുടെ എത്ര വാങ്ങിച്ചു? 500 ക്രെഡിറ്റ് ചെയ്തു. കാരണം ക്രെഡിറ്റ് ബാലൻസ് അല്ലേ, അവരുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് അല്ല, അപ്പോൾ ക്രെഡിറ്റ് ചെയ്തു. ക്ലിയർ. ഇനി പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്, ഡെബിറ്റ് ചെയ്തു. എത്ര ഡെബിറ്റ് ചെയ്തു? 1400 റെക്കോർഡ് ചെയ്യും. കാരണം എന്താ, ഇവിടെ ഞാൻ ടോട്ടൽ എഴുതിയിരിക്കുന്ന 1400 അല്ലേ, അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ടോട്ടൽ 1400 റെക്കോർഡ് ചെയ്യും. അപ്പോൾ ആലോചിച്ച് നോക്ക്, എയുടെ കയ്യിൽ നിന്ന് 1000 രൂപയ്ക്ക് വാങ്ങിച്ചു, ബിയുടെ കയ്യിൽ നിന്ന് 500 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ ടോട്ടൽ പർച്ചേസ് അക്കൗണ്ടിൽ 1500 ആണ് വരേണ്ടത്. അപ്പോൾ ഡെബിറ്റ് സൈഡ്, ഇവിടെ ക്രെഡിറ്റ് സൈഡ് കൂട്ടുമ്പോൾ എത്ര വരും? 1500 വരും. ഡെബിറ്റ് സൈഡ് കൂട്ടുമ്പോൾ എത്ര വരും? ഡെബിറ്റ് സൈഡ് കൂട്ടുമ്പോൾ എത്ര വരും? ഇവിടെ നമുക്ക് ഇതില്ലായിരുന്നുവെങ്കിൽ നമുക്ക് എത്ര ആയിരിക്കും വരുന്നത്? ക്രെഡിറ്റ് സൈഡ് കൂട്ടുമ്പോൾ 1500 വരും. ഡെബിറ്റ് കൂട്ടുമ്പോൾ എത്രയാണ്? 1400 വരുന്നുള്ളൂ. ഒരു 100 രൂപ ഷോർട്ടേജ് വരുന്നില്ലേ? അപ്പോൾ അത് നമുക്ക് എന്തോ പറഞ്ഞ് എഴുതണം? എവിടെയാണ് ഷോർട്ടേജ് വരുന്നത്? എവിടെ ഷോർട്ടേജ് വന്നത്? അവിടെ നിങ്ങൾ പർച്ചേസ് അക്കൗണ്ടിൽ 100 രൂപ കുറച്ച് കാണിച്ചത് കാരണം ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ 100 രൂപ ഷോർട്ടേജ് വന്നു. അപ്പോൾ 100 രൂപ ഷോർട്ടേജ് വന്നല്ലോ. ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് ഓപ്പണിംഗ് സസ്പെൻസ് അക്കൗണ്ട്, എവിടെയാണോ ഷോർട്ട് വന്നത് അവിടെ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ 100 രൂപ ഷോർട്ടേജ് വന്നു, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? സസ്പെൻസ് ഓപ്പൺ ചെയ്യുക. സസ്പെൻസ് അക്കൗണ്ട് എത്ര രൂപയാണ്? 100 രൂപ. ഇപ്പോൾ ടാലി ആവൂലേ? ഇപ്പോൾ എത്രയാവും? ഇപ്പോൾ 1500 രൂപ ഡെബിറ്റിലും വരും, 1500 ക്രെഡിറ്റിലും വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ നിങ്ങൾ 100 രൂപ കുറച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഡെബിറ്റ് സൈഡിൽ സസ്പെൻസ് ഓപ്പൺ ചെയ്യും. ഇനി റെക്ടിഫൈ ചെയ്യാൻ നേരത്ത് സിമ്പിളാണ്. എവിടെയാണോ സസ്പെൻസ്, ഈ സൈഡിൽ ഓപ്പൺ ചെയ്ത് സസ്പെൻസ് ഡെബിറ്റ് സൈഡിലല്ലേ, അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. നിങ്ങൾ എറർ വന്നപ്പം ഈ ട്രയൽ ബാലൻസിൻ്റെ ഏത് സൈഡിലാണോ സസ്പെൻസ് ഇട്ടത് ആലോചിക്കുക, അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് അല്ലേ, സിംഗിൾ സൈഡ് എറർ അല്ലേ, അപ്പോൾ ഇത് സസ്പെൻസ് അക്കൗണ്ട് ഇട്ടല്ലേ നമ്മൾ എൻട്രി ഇടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. നോക്കുക, അപ്പോൾ ഇവിടെ സിറ്റുവേഷൻ നോക്കണം. നമ്മൾ എഴുതാൻ പോവാണ്. എപ്പോഴാ? നോക്കുക, അസ്യൂമിങ് ദാറ്റ് റെക്ടിഫിക്കേഷൻ ഇസ് ഡൺ. നമ്മൾ എപ്പോഴാണ് റെക്ടിഫൈ ചെയ്യുന്നത്? എപ്പോഴാണ് ഡൺ? ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് ആഫ്റ്റർ ഓപ്പൺ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, പർച്ചേസ് ഡേ ബുക്ക് അണ്ടർ കാസ്റ്റ്. ആലോചിച്ച് നോക്കുക, പർച്ചേസ് ഡേ ബുക്ക് കുറഞ്ഞെടുക്കുക, പർച്ചേസ് കുറഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ഡെബിറ്റ് കുറഞ്ഞെടുക്കുക. അപ്പോൾ കൂട്ടാൻ എന്ത് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ. അപ്പോൾ ഡെബിറ്റ് കുറഞ്ഞു പോയത് കൊണ്ട് ചിന്തിക്കുക, ഡെബിറ്റ് കുറഞ്ഞത് പോയത് കൊണ്ട് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റിൽ ഷോർട്ടേജ് ഒന്ന് കാണും. ഡെബിറ്റ് കുറഞ്ഞു പോയത് കൊണ്ട് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ 100 രൂപ ഷോർട്ടേജ് വന്ന് കാണും. അപ്പോൾ അത് തരണം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്ത് കാണും? 100 രൂപ സസ്പെൻസ് അക്കൗണ്ട് അവിടെ ഇട്ട് കാണും. ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റിൽ 100 രൂപ സസ്പെൻസ് അക്കൗണ്ട് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? സിമ്പിളാണ്. ദ ടോട്ടൽ ടു ദ പർച്ചേസ് ഡേ ബുക്ക് അണ്ടർ കാസ്റ്റ്. പർച്ചേസ് ഡേ ബുക്കിൻ്റെ അണ്ടർ കാസ്റ്റ് കുറഞ്ഞെടുക്കുക. സിമ്പിൾ. ഓക്കെ, അപ്പോൾ അതായത് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് കുറഞ്ഞെടുക്കുക. പർച്ചേസ് ഡെബിറ്റ് ബാലൻസ് ഇല്ല, അപ്പോൾ ഡെബിറ്റ് 100 കുറഞ്ഞെടുക്കുക. കൂട്ടാൻ എന്തിനാണ്? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് എത്ര രൂപ? 100 രൂപ. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 100 രൂപ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്നാൽ പിന്നെ ഓപ്പോസിറ്റ് സസ്പെൻസ് ഇട്ടാലും മതിയല്ലോ. അങ്ങനെ ചിന്തിക്കരുത്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 100 രൂപ കുറഞ്ഞു പോയത് കൊണ്ട് ട്രയൽ ബാലൻസിനകത്ത് ഡെബിറ്റ് സൈഡിൽ 100 രൂപ ഷോർട്ട് വന്ന് കാണും. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്ത് ഓപ്പൺ ചെയ്ത് കാണും? സസ്പെൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി തന്നെ ക്യാൻസൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ടു സസ്പെൻസ്. അപ്പോൾ എങ്ങനെ റെക്ടിഫൈ ചെയ്തു? പർച്ചേസിൻ്റെ ഡെബിറ്റ് കുറഞ്ഞു പോയി കിടക്കുക. എത്ര? 100. ഇപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 100. ഓക്കെ, അങ്ങനെ അത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തല്ലോ. അപ്പോൾ അവിടെ ഡെബിറ്റ് സൈഡിൽ ഒരു 100 ഷോട്ട് വന്നതാണ്. അതുകൊണ്ട് ഞാൻ സസ്പെൻസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ ആ സസ്പെൻസിൻ്റെ അടുത്ത് ക്യാൻസൽ ചെയ്യുക. ടു സസ്പെൻസ്. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് കുറഞ്ഞു പോയി കിടക്കുന്നത്. അപ്പോൾ പർച്ചേസ് ഡെബിറ്റ് കൂട്ടാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു. ഡെബിറ്റ് കുറഞ്ഞു പോയത് കൊണ്ട് ട്രയൽ ബാലൻസ് ഡെബിറ്റ് കുറഞ്ഞു കാണും. അവിടെ സസ്പെൻസ് ഓപ്പൺ ചെയ്ത് കാണും. അപ്പോൾ ഡെബിറ്റ് സസ്പെൻസ് കിടപ്പുണ്ട്. അതിന് ക്യാൻസൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അടുത്ത സെയിം റിട്ടേൺ ഇൻവേർഡ് ബുക്ക് അണ്ടർ കാസ്റ്റ്. ചിന്തിച്ച് പറയൂ. റിട്ടേൺ ഇൻവേർഡ് ബുക്ക് അണ്ടർ കാസ്റ്റ്. റിട്ടേൺ ഇൻവേർഡ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ കുറഞ്ഞു കിടക്കുക. സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ്. സെയിൽസ് റിട്ടേൺ എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് കുറഞ്ഞു കിടക്കുക. കൂട്ടാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പം ഡെബിറ്റ് കുറഞ്ഞു പോയത് കൊണ്ട് സസ്പെൻസ് നമ്മളിവിടെ ഓപ്പൺ ചെയ്താണ് ട്രയൽ ബാലൻസ്. ഡെബിറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു 50 ഡെബിറ്റ് ഓപ്പൺ ചെയ്ത് കാണും. അതിനെ ക്യാൻസൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി റിട്ടേൺ കുറഞ്ഞു കിടക്കില്ല. റിട്ടേണിൻ്റെ ഡെബിറ്റ് കുറഞ്ഞു കിടക്കില്ലേ? അപ്പോൾ റിട്ടേണിൻ്റെ ഡെബിറ്റ് കൂട്ടാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ പറയും? എന്ത് പറയും? റിട്ടേൺ ഇൻവേർഡ് അക്കൗണ്ട് ഡെബിറ്റ്. റിട്ടേൺ ഇൻവേർഡ് അക്കൗണ്ട് ഡെബിറ്റ്. സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് കുറഞ്ഞു കിടക്കുക. കൂട്ടാൻ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ടു. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ടു. ഓക്കെ, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ടു എന്തെന്ന് വരും? ആലോചിച്ച് നോക്കുക. ടു. അപ്പോൾ റിട്ടേൺ ഡെബിറ്റ് കുറഞ്ഞു പോയത് കൊണ്ട് റിട്ടേൺ ഡെബിറ്റ് കുറഞ്ഞു പോയതുകൊണ്ട് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റിനകത്ത് സസ്പെൻസ് ഓപ്പൺ ചെയ്ത് കാണും. അപ്പോൾ അതിന് കിടക്കുന്ന സസ്പെൻസ് ക്യാൻസൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ടു സസ്പെൻസ് അക്കൗണ്ട്. 50. ഓക്കെ, നറേഷൻ എഴുതണം കേട്ടോ. ഫസ്റ്റ് കേസ് എന്തുവാണ്? കറക്ഷൻ ഓഫ് അണ്ടർ കാസ്റ്റിംഗ് ഓഫ് പർച്ചേസ് ബുക്ക്. പർച്ചേസ് ബുക്കിൻ്റെ അണ്ടർ കാസ്റ്റ് നമ്മൾ അണ്ടർ കാസ്റ്റ് ചെയ്യുന്നു. ഇതെന്താണ്? ഇവിടെ അതുപോലെ തന്നെ. എവിടുത്തെ അണ്ടർ കാസ്റ്റിംഗ് ആണ്? റിട്ടേൺ ബുക്കിനകത്ത് അണ്ടർ കാസ്റ്റ് ആണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് എ സം ഓഫ് 250 റിട്ടേൺ ഓഫ് ആസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഉണ്ടാകുമ്പോൾ എൻട്രി എന്താ? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി എന്നല്ലേ? ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ടു മെഷീനറി. മെഷീനറി ഓക്കെ നോട്ട് ബീൻ ഡെബിറ്റഡ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ചിന്തിക്കുക, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തില്ല. ഡെബിറ്റ് ചെയ്യാൻ വിട്ടു എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ്. അപ്പോൾ ഓപ്പ് സസ്പെൻസ് അല്ലേ? അങ്ങനെ പറയരുത്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാത്തതുകൊണ്ട് ഡെബിറ്റ് കുറഞ്ഞെടുക്കുക. അപ്പോൾ ട്രയൽ ബാലൻസ് ഡെബിറ്റ് കുറഞ്ഞു കാണും. അപ്പോൾ അവിടെ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ സസ്പെൻസ് ഇട്ട് കാണും. അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എവിടെ ഡെബിറ്റ് വരേണ്ട ഏതായിരുന്നു? ഡിപ്രീസിയേഷൻ. അപ്പോൾ എൻട്രി എന്താ? ഡിപ്രീസിയേഷൻ ഡെബിറ്റ് വന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് എൻട്രി ഇടും? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ, ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ഇടാത്തതുകൊണ്ട് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് കുറഞ്ഞെടുക്കുകയാണ്. ഷോർട്ട് വന്ന് കാണും. ടാലി ആയി കാണത്തില്ല. അപ്പോൾ അതിന് ട്രയൽ ബാലൻസ് ഡെബിറ്റ് നമ്മൾ എന്ത് ചെയ്ത് കാണും? സസ്പെൻസ് ഓപ്പൺ ചെയ്ത് കാണും. ഇപ്പോൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ ആ ഡെബിറ്റിയുടെ സസ്പെൻസിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ടു സസ്പെൻസ്. 250. നറേഷൻ എന്ത് വരും? കറക്ഷൻ ഓഫ് ഒമിഷൻ ടു റെക്കോർഡ് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി ഇൻ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഡെബിറ്റ് ചെയ്തിട്ടില്ല. അടുത്തത് എ പേയ്മെൻറ്റ്. ശ്രദ്ധിക്കുക. എ പേയ്മെൻറ്റ് ഓഫ് 75 ഫോർ സാലറി ടു മോഹൻ ഹാസ് ബീൻ ടോയ്സ് ഇൻ ദ സാലറി അക്കൗണ്ട്. സിമ്പിൾ അല്ലേ? സാലറി അക്കൗണ്ടിൽ 2 വട്ടം റെക്കോർഡ് ചെയ്തു. സാലറി അക്കൗണ്ടിൽ 2 വട്ടം റെക്കോർഡ് ചെയ്തു. അപ്പോൾ സാലറിയുടെ ഡെബിറ്റ് കൂടി കിടക്കുമല്ലേ? ഡെബിറ്റ് കൂടി കിടക്കുക. സാലറിയുടെ ഡെബിറ്റിൽ ഒരു 75 റെക്കോർഡ് ചെയ്യണം. ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്തു. അപ്പോൾ എക്സസ് ഡെബിറ്റ് ആയിപ്പോയി. അപ്പോൾ എവിടെ ഷോർട്ട് വരും? ക്രെഡിറ്റ് സൈഡിൽ ട്രയൽ ഷോർട്ട് ഒന്നും കാണത്തില്ലേ? അതായത് സിമ്പിൾ. സാലറി 75 ഡെബിറ്റ് ചെയ്യണമായിരുന്നു. ഞാൻ 75 ഡെബിറ്റ് ചെയ്തു. ഞാൻ വീണ്ടും 75 റെക്കോർഡ് ചെയ്തു. വീണ്ടും 75 റെക്കോർഡ് ചെയ്തു. അതാണ്ടേ സാലറി അക്കൗണ്ടാണെന്ന് വിചാരിക്കുക. ഡെബിറ്റിൽ ഒരു 75 റെക്കോർഡ് ചെയ്യണമായിരുന്നു. ഞാൻ വീണ്ടും 75 റെക്കോർഡ് ചെയ്തു. അപ്പോൾ സാലറിയുടെ ഡെബിറ്റ് കൂടി കിടക്കുമല്ലേ? ഒരു ബന്ധുവിലെ ഡെബിറ്റ് കൂടി കിടക്കുക. അപ്പോൾ ഡെബിറ്റ് ഇങ്ങനെ കൂടിപ്പോയത് കൊണ്ട് നമ്മൾ ട്രയൽ ബാലൻസിനകത്ത് ക്രെഡിറ്റ് സൈഡിൽ ഷോർട്ട് വന്ന് കാണും അല്ലേ? ക്രെഡിറ്റ് ഷോർട്ട് വന്ന് കാണും. അപ്പോൾ ആലോചിച്ച് നോക്ക്. ഈ ഡെബിറ്റിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് കിടന്ന ഈ 75 കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ഇട്ടാൽ പോരെ. അപ്പോൾ സാലറിയെ ക്രെഡിറ്റ് ചെയ്യണം ഇല്ലേ? സാലറി ക്രെഡിറ്റ് ചെയ്യണം. സാലറിയിൽ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. അപ്പോൾ അങ്ങനെ ഡെബിറ്റിൽ അപ്പോൾ സസ്പെൻസ് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണും. ആലോചിച്ച് നോക്കി. സസ്പെൻസ് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണും. ഡെബിറ്റ് ഇപ്പം സാലറി എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഇപ്പോൾ ട്രയൽ ബാലൻസ് ഇപ്പോൾ എന്ത് ചെയ്യും? സാലറി എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി എത്ര റെക്കോർഡ് ചെയ്യും? 150 റെക്കോർഡ് ചെയ്യും. പക്ഷേ ക്യാഷിനകത്ത് ആക്ച്വലി എത്ര പോയിട്ടുള്ളൂ? 75 ക്യാഷ് പോയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഷോർട്ടേജ് വന്നില്ലേ? അപ്പോൾ ഷോർട്ടേജ് ഇവിടെ വന്നു.
ക്രെഡിറ്റ് സൈഡ് ഷോർട്ടേജ് വന്നു ട്രയൽ ബാലൻസിൻ്റെ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഓപ്പൺ ചെയ്യും? സസ്പെൻസ് ഓപ്പൺ ചെയ്യൂലേ? എത്ര ഓപ്പൺ ചെയ്യും? 75 ഓപ്പൺ ചെയ്യും. ഇനി ഇതാണ് നമ്മൾ ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, ആഫ്റ്റർ പ്രിപ്പറേഷൻ ട്രയൽ ബാലൻസിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഓക്കെ, സാലറി ഡെബിറ്റ് കൂടി കിടക്കുക. അപ്പോൾ അതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സാലറി കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, സിമ്പിൾ. സാലറി കുറയ്ക്കാൻ ക്രെഡിറ്റ് ചെയ്യണം. ടു സാലറി അക്കൗണ്ട്. ഓക്കെ, ഇപ്പോൾ സസ്പെൻസ് ഇവിടെ കിടക്കുകയാണ്, ക്രെഡിറ്റ് കിടക്കൂലേ? അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സിമ്പിൾ. സസ്പെൻസ്, ദാറ്റ്സ് ഇറ്റ്. സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു സാലറി അക്കൗണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സസ്പെൻസ് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് പഠിച്ചു വെക്കരുത്, മനസ്സിലാക്കുക. എവിടെ ടാലി ആയാലും അവിടെ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അത് റെക്ടിഫൈ ചെയ്യുമ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യുക. ഓക്കെ, അടുത്തത് ഇത് സിമ്പിളാണ്. ടോട്ടൽ ബില്ല് റിസീവൽ ബുക്ക് 1500. ബില്ല് റിസീവൽ ബുക്ക് ഒരു 1500 രൂപ. ഹാസ് ബീൻ പോസ്റ്റഡ് ടു ക്രെഡിറ്റ് ഓഫ് ബില്ല് റിസീവൽ അക്കൗണ്ട്. ബില്ല് റിസീവലിൻ്റെ ടോട്ടൽ ബില്ല് റിസീവൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ചെയ്യണം. ഞാൻ ഡെബിറ്റിന് പകരം ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ബില്ല് റിസീവലിൻ്റെ ക്രെഡിറ്റ് കൂടി കിടക്കുവാണ്. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. അതായത് ബില്ല് റിസീവൽ, ഫോർ എക്സാമ്പിൾ ബില്ല് റിസീവൽ എയുടെ കയ്യിൽ നിന്ന് എനിക്കൊരു ബില്ല് 1000 രൂപയുടെ ബില്ല് കിട്ടി. ബിയുടെ കയ്യിൽ നിന്നും എനിക്കൊരു 500 രൂപ ബില്ല് കിട്ടി. ടോട്ടൽ 1500 ബില്ല് കിട്ടി. ഈ ബില്ലുണ്ടാക്കുന്ന ടൈമിൽ ഡെപ്റ്റർ കുറയും. ബില്ലുണ്ടാക്കുന്ന ടൈമിൽ ഡെപ്റ്റേഴ്സ് കുറയും ഇല്ലേ? അപ്പോൾ ഡെപ്റ്റർ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ഞാൻ ക്രെഡിറ്റ് ചെയ്തു. ബില്ല് റിസീവൽ 1000, ബില്ല് റിസീവൽ 500. ഓക്കെ, ബില്ല് റിസീവൽ ഉണ്ടാക്കുമ്പോൾ ഡെപ്റ്റർ കുറയും. ഇവിടെ എ എന്ന ഡെപ്റ്ററും കുറയും, ബി എന്ന ഡെപ്റ്ററും കുറയും. ഇനി ശ്രദ്ധിക്കുക, ബില്ല് റിസീവൽ അക്കൗണ്ടിനകത്ത് ഞാൻ എന്തോ ചെയ്യേണ്ടത്? ബില്ല് റിസീവൽ ടോട്ടൽ ബില്ല് റിസീവൽ അസറ്റ് കൂടും. ബില്ല് റിസീവൽ ഡെബിറ്റിൽ പോയിട്ട് 1500 എഴുതണ്ടേ? ഞാൻ ഡെബിറ്റ് ചെയ്തില്ല, പകരം എന്ത് ചെയ്ത് വെച്ച്? ക്രെഡിറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് ആലോചിച്ച് നോക്കിയേ, എയുടെ അക്കൗണ്ട് എന്ത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? എയുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ് 1000. ബിയുടെ അക്കൗണ്ട് എന്ത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? 500. ബില്ല് അപ്പം കറസ്പോണ്ടിങ് ബില്ല് റിസീവൽ എന്ത് ബാലൻസ് വരേണ്ടത്? ഡെബിറ്റ് ബാലൻസ് അല്ലേ വരേണ്ടത്? ബില്ല് റിസീവൽ ഡെബിറ്റ് ബാലൻസിൽ വരേണ്ടത്. പകരം കാരണം ഈ 2 ഡെപ്റ്റർ കുറയുമ്പോൾ പകരം ബില്ല് റിസീവൽ അസറ്റ് കൂടി. അപ്പോൾ ഇവിടെ ഡെബിറ്റാണ് വരേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്ത്? ക്രെഡിറ്റ് ചെയ്ത് വെച്ചു. ബില്ല് റിസീവൽ ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എത്ര? ക്രെഡിറ്റ് സൈഡ് കൂട്ടിയപ്പോൾ എത്ര വന്നു? 3000 രൂപ വന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ബില്ല് റിസീവലിൻ്റെ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ ബില്ല് റിസീവൽ ഡെബിറ്റ് ആണ് ചെയ്തിരുന്നെങ്കിൽ 1500 എവിടെയാണ്? ക്രെഡിറ്റ് സൈഡ് 1500 വരും. ഓക്കെ, ബില്ല് ഡെബിറ്റ് ചെയ്തിരുന്നെങ്കിൽ എത്രയാണ്? 1500 അവിടെയും വരും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ടാലി ആയില്ലേ? ഇപ്പോൾ ഡെബിറ്റിലും 1500 ക്രെഡിറ്റിലും 1500 ടാലി ആവും. പക്ഷേ ഞാൻ ബില്ല് റിസീവ്മെൻ്റ് എവിടെ പോസ്റ്റ് ചെയ്തേക്കുന്നത്? ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ ട്രയൽ ബാലൻസ് റെക്കോർഡ് ചെയ്യാൻ നേരത്തെ ഞാൻ എന്ത് ചെയ്യും? ഇത് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഇവിടെ എത്ര ഷോർട്ടേജ് വന്നു? ഡെബിറ്റ് സൈഡിലൊരു 3000 രൂപ വന്നു. ക്രെഡിറ്റ് സൈഡിൽ 3000 ഷോർട്ടേജ് അല്ലേ? അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ 3000 രൂപ ഷോർട്ടേജ് വന്നത് കൊണ്ട് അവിടെ എന്ത് ഓപ്പൺ ചെയ്ത് കാണും? സസ്പെൻസ് ഓപ്പൺ ചെയ്ത് കാണും. സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എത്ര രൂപ? 3000 രൂപ. ഇവിടെ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടാലി ആയില്ലേ? അപ്പോൾ ആലോചിച്ച് നോക്ക്, ഇതെങ്ങനെ റെക്ടിഫൈ ചെയ്യും? ഇതെങ്ങനെ റെക്ടിഫൈ എന്ന് വെച്ചാൽ ബില്ല് റിസീവബിളിൻ്റെ ഡെബിറ്റ് ചെയ്യേണ്ടത് ഞാൻ ക്രെഡിറ്റ് ചെയ്തു. ബില്ല് റിസീവബിൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്ത് വെച്ചാൽ ഡബിൾ എമൗണ്ട് ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ബില്ല് റിസീവബിൾ ഡെബിറ്റിൽ പോയിട്ട് ബിൽസ് റിസീവബിളിൻ്റെ ഡെബിറ്റ് പോവുക. ബില്ല് റിസീവബിൾ ഡെബിറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക? 3000 രൂപയിൽ നിന്ന് റെക്കോർഡ് ചെയ്യുക. 3000 രൂപ ഡബിൾ എമൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഇനി ഇത് അങ്ങനെ റോങ് ആയിട്ട് എഴുതിയുകൊണ്ട് സസ്പെൻസ് എവിടെ ഓപ്പൺ ചെയ്തു? ട്രയൽ ബാലൻസ് സസ്പെൻസ് എവിടെ ഓപ്പൺ ചെയ്തു? ഡെബിറ്റ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? അതിനെ ക്യാൻസൽ എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ മതി. സസ്പെൻസ് അക്കൗണ്ട് എത്രയാണ്? 3000. ദാറ്റ്സ് ഇറ്റ്. ഒന്നുമില്ല, ബില്ല് റിസീവബിളിൻ്റെ ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ ഡബിൾ എമൗണ്ട് എന്ത് ചെയ്യുക? ബില്ല് റിസീവൽ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അതൊക്കെ ചെയ്തത് കാരണം ട്രയൽ ബാലൻസ് ഡെബിറ്റ് സൈഡിൽ ഒരു 3000 ഷോർട്ടേജ് വന്നതാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഒരു 3000 രൂപ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ക്യാൻസൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്ത ആൻ എമൗണ്ട് 151 ഫോർ ക്രെഡിറ്റ് സെയിൽ ടു ഹരി. ഹരിക്ക് ഗുഡ്സ് വിറ്റു. എൻട്രി എന്താ? ഹരി അക്കൗണ്ട് ടു സെയിൽ. പക്ഷേ ഹരിയുടെ അക്കൗണ്ടിൽ സെയിൽ ബുക്കിൽ ഞാൻ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോൾ സെയിൽ ബുക്ക് കറക്റ്റ് റെക്കോർഡ് ചെയ്തോളൂ, സെയിൽസ് അക്കൗണ്ട് കറക്റ്റ് വന്നു കാണും. ഹാസ് ബീൻ പോസ്റ്റഡ് ടു ഹരിയുടെ അക്കൗണ്ട് എത്ര റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ? 115 റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. 115 ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഹരിയുടെ അക്കൗണ്ട് ഡെബിറ്റ് കുറഞ്ഞ് കിടക്കുമല്ലേ?
ഹരി അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ എന്നല്ലേ. അപ്പോൾ ഹരിയുടെ അക്കൗണ്ട് ഡെബിറ്റിൽ 151 റെക്കോർഡ് ചെയ്യണമായിരുന്നു, 151. ഞാൻ 115 റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഹരിയുടെ അക്കൗണ്ട് ഡെബിറ്റ് കുറഞ്ഞു കിടക്കുക. ഹരിയുടെ അക്കൗണ്ട് ഡെബിറ്റ് കുറഞ്ഞു കിടക്കുക. അപ്പോൾ കൂട്ടാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഹരിയുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഹരിയുടെ അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ, ഹരിയുടെ അക്കൗണ്ട് ഡെബിറ്റ് എത്ര രൂപ? 36. അങ്ങനെ ഡെബിറ്റ് 36 രൂപ കുറഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമ്മൾ ട്രയൽ ബാലൻസിനകത്ത് ഡെബിറ്റ് സൈഡ് 36 സസ്പെൻസ് ഇട്ട് കാണത്തില്ലേ? ഇല്ലേ? ഈ ഹരിയുടെ അക്കൗണ്ടിൽ 36 ഡെബിറ്റ് കുറഞ്ഞു കിടക്കുന്നുണ്ട്. ട്രയൽ ബാലൻസ് ഡെബിറ്റിൽ 36 ഷോർട്ട് വന്ന് കാണും. അപ്പോൾ അവിടെ സസ്പെൻസ് ഓപ്പൺ ചെയ്ത് കാണും. അപ്പോൾ അതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യുക. 2 സസ്പെൻസ് 36. ക്ലിയർ. അടുത്തത് ഡിസ്കൗണ്ട് അലോഡ് ടു സതീഷ്. സതീഷ് നമ്മൾ ഡിസ്കൗണ്ട് അലോ ചെയ്തു. എത്രയാ? 25 രൂപ ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് അലോ ചെയ്യുമ്പോൾ എൻട്രി എന്താ? ഡിസ്കൗണ്ട് അലോഡ് അക്കൗണ്ട് അറ്റ് ടു സതീഷ്. ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്തില്ല? നോട്ട് ബീൻ എൻ്റെ ഡിസ്കൗണ്ട് കോളം, ഡിസ്കൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷേ സതീഷിൻ്റെ അക്കൗണ്ടിൽ കറക്റ്റായിട്ട് അത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡെബിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ് 25. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ് 25. ഓക്കെ, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ് 25. 2 എന്ത്? അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ ഡെബിറ്റ് ചെയ്യാത്തത് കൊണ്ട് ട്രയൽ ബാലൻസ് ഡെബിറ്റിൽ ഒരു ഡെബിറ്റ് സൈഡിൽ ഷോർട്ടേജ് വന്നതാണ്. ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടില്ല. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാത്തത് കൊണ്ട് ട്രയൽ ബാലൻസ് ഡെബിറ്റിൽ ഒരു 25 ഷോർട്ടേജ് വന്ന് കാണും. അപ്പോൾ അവിടെ സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ഓപ്പൺ ചെയ്ത് കാണും. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ് വരണം. ഡെബിറ്റ് ചെയ്ത് സസ്പെൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളെല്ലാം ഇത് ചെയ്യുന്നത്. എപ്പോഴാണ്? ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ എങ്ങനെ, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ എങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇയർ ആണ് നമ്മൾ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റെക്ടിഫിക്കേഷൻ എറേഴ്സ് റെക്ടിഫൈ ചെയ്യണത് എപ്പോഴാണ്? ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ എങ്ങനെ, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ ആൻഡ് ഓപ്പൺ സസ്പെൻസ് അക്കൗണ്ട് ആണെങ്കിൽ എങ്ങനെ. ഇനി ചെയ്യാൻ പോണത് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ശേഷം, അതായത് നെക്സ്റ്റ് ഇയറിലാണ് നമ്മൾ എറേഴ്സ് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പോൾ റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത് നെക്സ്റ്റ് ഇയർ ആണെങ്കിൽ കഴിഞ്ഞ വട്ടത്തിൻ്റെ എറേഴ്സ് കാണാം. കാരണം നമ്മളിപ്പോൾ ജേണൽ ചെയ്ത് ലെഡ്ജർ ചെയ്ത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, അടുത്ത ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അപ്പം ടാലി ആയ സസ്പെൻസ് അക്കൗണ്ട് ഇട്ട് ഓപ്പൺ ചെയ്ത് വെച്ചു. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വട്ടത്തെ ആ എറർ കാരണം എൻ്റെ പ്രോഫിറ്റിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. പ്രോഫിറ്റിന് കഴിഞ്ഞ വട്ടം എന്നെ എറർ സംഭവിച്ചു. അപ്പോൾ അത് എൻ്റെ പ്രോഫിറ്റ് കൂടിപ്പോയി, ഈ പ്രോഫിറ്റ് കുറഞ്ഞു പോയി. അപ്പോൾ പ്രോഫിറ്റോ കൂടണമെങ്കിലോ പ്രോഫിറ്റ് കുറയണമെങ്കിലോ ഏതിനെ അഫക്റ്റ് ചെയ്യണം? എക്സ്പെൻസിനോ ഇൻകത്തിനോ അഫക്റ്റ് ചെയ്യണം. എൻ്റെ എറർ കാരണം, എൻ്റെ കഴിഞ്ഞ വട്ടത്തിൻ്റെ എറർ കാരണം എക്സ്പെൻസിനെയോ ഇൻകത്തെയോ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വട്ടത്തെ പ്രോഫിറ്റിനെ ബാധിക്കും. അപ്പം ഈ വർഷം നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പം കഴിഞ്ഞ വട്ടത്തെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്ത് മാത്രം എടുത്താൽ മതി. അതായത് വൈൽ പാസിങ് റെക്ടിഫിക്കേഷൻ എൻട്രി ചെയ്യുന്ന സമയത്ത് ഓൾ നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്ത്? എക്സ്പെൻസും ഇൻകത്തിനും റീപ്ലേസ് ചെയ്ത് നമ്മൾ എന്താക്കിയാൽ മതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇട്ടാൽ മതി. അതായത് ഈ വർഷം അത് റെക്ടിഫൈ ചെയ്യാൻ നേരത്ത് ഈ വർഷത്തെ എക്സ്പെൻസിനെയോ ഈ വർഷത്തെ ഇൻകത്തിന് അക്കൗണ്ടിന് പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇട്ടാൽ മതി. കഴിഞ്ഞ വട്ടത്തെ എൻ്റെ എറർ കാരണം ആ എക്സ്പെൻസ് കൂടിപ്പോയി അല്ലെങ്കിൽ ആ എക്സ്പെൻസ് കുറഞ്ഞു പോയി. അപ്പോൾ ഈ വർഷം വന്നിട്ട് ആ എക്സ്പെൻസിനെയോ ഇൻകത്തെ കൂട്ടിയാൽ ഈ വർഷത്തെ പ്രോഫിറ്റിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? എക്സ്പെൻസോ ഇൻകത്തെ അക്കൗണ്ടിന് പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഇടുക. ഓക്കെ, ഇവിടെ ഡ്യൂ ടു റെക്ടിഫിക്കേഷൻ ലാസ്റ്റ് ഇയർ, അപ്പോൾ പ്രോഫിറ്റ് എന്ത് സംഭവിക്കണം? പ്രോഫിറ്റ് കൂട്ടണം. എൻ്റെ കഴിഞ്ഞ വട്ടത്തെ എറർ കാരണം എൻ്റെ പ്രോഫിറ്റ് കുറഞ്ഞു പോയി. കഴിഞ്ഞ വട്ടത്തെ എൻ്റെ എറർ കാരണം എക്സ്പെൻസോ ഇൻകത്തിലോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് കാരണം എൻ്റെ പ്രോഫിറ്റ് കുറഞ്ഞു പോയി. പ്രോഫിറ്റ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ പി ആൻഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈ പ്രോഫിറ്റിനെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഈ പി ആൻഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ മതി. നമ്മൾ പഠിച്ചിട്ടില്ലേ? പ്രോഫിറ്റ് ലോസ് അല്ല എന്ത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസാണ്. പ്രോഫിറ്റ് എന്ത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസാണ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റിനെ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പ്രോഫിറ്റിനെ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ വട്ടത്തെ എൻ്റെ എറർ കാരണം എൻ്റെ കഴിഞ്ഞ വട്ടത്തെ പ്രോഫിറ്റ് കുറഞ്ഞു പോയി. അപ്പോൾ പ്രോഫിറ്റിനെ കൂട്ടണം. ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ പി ആൻഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ കഴിഞ്ഞ വട്ടത്തെ എൻ്റെ എറർ എന്തിനാ എക്സ്പെൻസിലോ ഇൻകത്തിലോ എന്തോ എറർ കാണിച്ചു, അത് കാരണം എൻ്റെ കഴിഞ്ഞ വട്ടത്തെ പ്രോഫിറ്റ് കുറഞ്ഞു പോയി. അപ്പോൾ പ്രോഫിറ്റിനെ കൂട്ടണമെങ്കിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുക?
ക്രെഡിറ്റ് ചെയ്യുക. അടുത്ത ഡ്യൂ ടു റെക്ടിഫിക്കേഷൻ ലാസ്റ്റ് ഇയർ എൻ്റെ പ്രോഫിറ്റ് എൻ്റെ എന്തോ എറർ കാണിച്ചു, അത് കാരണം എൻ്റെ പ്രോഫിറ്റ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കുറയ്ക്കണം. പ്രോഫിറ്റ് കുറയ്ക്കണം എന്ത് ചെയ്താൽ മതി? ഈ പി ആൻഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി, ഡെബിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ചെയ്താൽ നമുക്ക് നോക്കാം. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പം എങ്ങനെ മനസ്സിലാക്കും? എൻ്റെ കഴിഞ്ഞ വട്ടത്തെ എറർ കാരണം എക്സ്പെൻസിനോ ഇൻകത്തിനോ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. നോക്കുക. ഫസ്റ്റ് ചിന്തിക്കുക. ദ ടോട്ടൽ ടു ദ പർച്ചേസ് ബുക്ക് അണ്ടർ കാസ്റ്റ്. പർച്ചേസിനകത്ത് 100 രൂപ കുറച്ച് വെച്ചിരിക്കുക. ചിന്തിക്കുക, പർച്ചേസിനകത്ത് 100 രൂപ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, 100 രൂപ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പർച്ചേസിനകത്ത് 100 രൂപ കുറഞ്ഞാൽ എക്സ്പെൻസ് കുറഞ്ഞില്ലേ? എക്സ്പെൻസ് കുറഞ്ഞാൽ പ്രോഫിറ്റ് കൂടിയിരിക്കുമല്ലേ? പർച്ചേസ് നമുക്കൊരു എക്സ്പെൻസ് അല്ലേ? പർച്ചേസ് ചെയ്തപ്പോൾ അതിനകത്ത് പർച്ചേസ് അക്കൗണ്ട് 100 രൂപ കുറച്ച് വെച്ചിരിക്കുകയാണ്. പർച്ചേസ് എന്ന എക്സ്പെൻസ് 100 രൂപ കുറച്ചത് കൊണ്ട് എൻ്റെ എക്സ്പെൻസ് കുറഞ്ഞു പോയി. 100 രൂപ എക്സ്പെൻസ് കുറഞ്ഞു. 100 രൂപ എക്സ്പെൻസ് കുറഞ്ഞത് കൊണ്ട് എൻ്റെ എന്ത് കൂടിപ്പോയി? പ്രോഫിറ്റ് കൂടിപ്പോയി. പ്രോഫിറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് കൂടിയിരിക്കുമല്ലേ? കഴിഞ്ഞ വട്ടത്തെ എൻ്റെ പ്രോഫിറ്റ് കൂടിയിരിക്കുക. ആ പ്രോഫിറ്റിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പ്രോഫിറ്റിനെ കുറയ്ക്കാൻ ഡെബിറ്റ് ചെയ്യണം. എന്ത് ഡെബിറ്റ് ചെയ്യണം? പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഡെബിറ്റ്. പി ആൻഡ് അക്കൗണ്ട് അല്ല, പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് കേട്ടോ. പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു സസ്പെൻസ് അക്കൗണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം റെക്ടിഫൈ ചെയ്തിരുന്നെങ്കിൽ, കഴിഞ്ഞ വർഷം നമ്മൾ റെക്ടിഫൈ ചെയ്ത് വേണ്ടിയിരുന്നു തന്നെ ഏത് അക്കൗണ്ട് ആണോ ആ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു സസ്പെൻസ് ഇട്ടാണ്. ഇത്തവണ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. പർച്ചേസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? പർച്ചേസ് ഇത്തവണത്തെ പർച്ചേസിനെ ബാധിക്കും. അപ്പോൾ കഴിഞ്ഞ വട്ടന് പർച്ചേസ് എന്ന എക്സ്പെൻസിനകത്ത് 100 രൂപ ഇട്ടില്ല. അപ്പോൾ 100 രൂപ എക്സ്പെൻസ് വന്നിട്ടില്ല. എക്സ്പെൻസ് വരാത്തത് കൊണ്ട് എൻ്റെ പ്രോഫിറ്റ് കഴിഞ്ഞ വട്ടം പ്രോഫിറ്റ് കൂടിയിരിക്കുക. നമ്മളെന്താ പഠിച്ചത്? പ്രോഫിറ്റ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പ്രോഫിറ്റിനെ കുറയ്ക്കണം. കഴിഞ്ഞ വട്ടത്തെ പ്രോഫിറ്റ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്താൽ മതി ഇല്ലേ? അപ്പോൾ പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, സസ്പെൻസ് എന്താ അവിടെ കാണും, അതിനെ പിടിച്ച് ക്രെഡിറ്റ് ചെയ്താൽ മതി. ക്ലിയർ? അതിന് മാറ്റമൊന്നുമില്ല. എക്സ്പെൻസിനോ ഇൻകത്തിനോ എന്തെങ്കിലും സംഭവിച്ചെന്ന് മാത്രം നോക്കിയാൽ മതി. പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ ഡെബിറ്റ് ചെയ്യുക. പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടാൻ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? അടുത്ത ആലോചിച്ച് നോക്കിയേ. അടുത്തെന്താ? ചിന്തിക്കുക. റിട്ടേൺ ഇൻവേർഡ് ബുക്ക്. സെയിൽസ് റിട്ടേണിനകത്ത് 100 രൂപ 50 രൂപ കുറച്ച് കാണിച്ചിരിക്കുക. ചിന്തിക്കുക. സെയിൽസ് ഇൻകം അല്ലേ? സെയിൽസിൽ നിന്നല്ലേ റിട്ടേൺ കുറയ്ക്കണത്? സെയിൽസിൽ നിന്നാണ് റിട്ടേൺ കുറയ്ക്കണത്. അപ്പോൾ സെയിൽസിനകത്ത് റിട്ടേണിനകത്ത് 50 രൂപ കുറച്ച് കാണിച്ചത് കൊണ്ട് എൻ്റെ സെയിലിൽ നിന്ന് ഇൻകം കൂടിപ്പോയില്ലേ? ആലോചിച്ച് നോക്ക്. ഇപ്പം 100 രൂപ ഫോർ എക്സാമ്പിൾ നോക്കുക. ഇപ്പം നമുക്കറിയാം സെയിൽസ് ഒരു 1000 രൂപ എന്ന് വിചാരിക്കുക. 1000 രൂപ. ഓക്കെ, സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ എന്ന് സംഭവിക്കും? റിട്ടേൺ വരുമ്പോൾ റിട്ടേൺ ഒരു 200 രൂപ റിട്ടേൺ. അപ്പോൾ എൻ്റെ സെയിൽ എത്രയാണ്? സെയിൽ 800 അല്ലേ? സെയിൽ 800 ആണ് വരേണ്ടത്. ഓക്കെ, പക്ഷേ ഞാൻ എത്ര റെക്കോർഡ് ചെയ്തേക്കുന്നത്? ഞാൻ റിട്ടേൺ 100 റെക്കോർഡ് ചെയ്തുള്ളൂ. അപ്പോൾ റിട്ടേൺ ഞാൻ കുറച്ച് കാണിച്ചിട്ട് സെയിൽ കൂടും ഇല്ലേ? അപ്പോൾ റിട്ടേൺ ഞാൻ കുറച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ സെയിൽ കൂടും. സെയിൽ കൂടിയത് കാരണം എൻ്റെ കഴിഞ്ഞ വർഷത്തെ എന്ത് കൂടി കാണും? പ്രോഫിറ്റ് കൂടി. റിട്ടേൺ ഞാൻ കുറച്ചത് കൊണ്ട്, റിട്ടേൺ 200 ആണ് വെക്കേണ്ടത്, ഞാൻ എത്ര റെക്കോർഡ് എത്രയാ? അപ്പോൾ അന്നേരം സെയിൽ ആക്ച്വലി 800 ആണ് വരേണ്ടത്. ഞാൻ റിട്ടേൺ കുറയ്ക്കുന്നു, റിട്ടേൺ അണ്ടർ കാസ്റ്റ് ചെയ്തു, 100 രൂപ കാണിച്ചത്. അപ്പോൾ എൻ്റെ റിട്ടേൺ കുറച്ചത് കൊണ്ട് സെയിൽ കൂടിപ്പോയി. സെയിൽ എത്ര? 900 ആയി. അപ്പോൾ കഴിഞ്ഞ വട്ടം റിട്ടേൺ ഞാൻ കുറച്ചത് കൊണ്ട് കഴിഞ്ഞ വട്ടത്തെ സെയിൽ കൂടി. കഴിഞ്ഞ വട്ടത്തെ സെയിൽ കൂടിയത് കാരണം എന്ത് സംഭവിച്ചു കാണും? കഴിഞ്ഞ വട്ടത്തെ എൻ്റെ പ്രോഫിറ്റ് കൂടിക്കാണും. കഴിഞ്ഞ വട്ടത്തെ എൻ്റെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റിനെ കുറയ്ക്കണം. പ്രോഫിറ്റിനെ കുറയ്ക്കാൻ എന്ത് ചെയ്തേ പറ്റൂ? പ്രോഫിറ്റിനെ നമ്മൾ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇവിടെ എങ്ങനെ എറർ വരുന്നത്? റെക്ടിഫൈ ചെയ്ത് എങ്ങനെയാണ്? പി ആൻഡ് അക്കൗണ്ട് എന്നല്ല, പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് എന്നാണ് കേട്ടോ. അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ഇത് കഴിഞ്ഞ വർഷം ചെയ്തിരുന്നെങ്കിൽ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ചെയ്തില്ല. അപ്പോൾ സെയിൽസ് ഡെബിറ്റ് ചെയ്യുക. റിട്ടേൺ ഇൻവേർഡ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സസ്പെൻസ്. ഓക്കെ, അത് നെക്സ്റ്റ് ഇയർ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കുക. റിട്ടേൺ ഇൻവേർഡ് എഴുതാൻ പറ്റൂ? റിട്ടേൺ ഇവിടെ പറഞ്ഞേക്ക് എന്താ? ആ എക്സ്പെൻസിനും ഇൻകത്തിനും പകരം അവിടെ എന്ത് ചെയ്താൽ മതി? പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടാൽ മതി. ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട് അവിടെ. കണ്ടോ?
വൈൽ പാസിംഗ് റെക്ടിഫിക്കേഷൻ എൻട്രി ഓൾ ദ നോമിനൽ അക്കൗണ്ട്സ്, ആ നോമിനൽ എക്സ്പെൻസോ ഇൻകത്തിന് പകരം റീപ്ലേസ്ഡ് വിത്ത് എന്ത് ചെയ്താൽ മതി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് ഓപ്പണിംഗ് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്തതെങ്കിൽ ഇവിടെ ആലോചിച്ച് നോക്കിയേ, ഈ എക്സ്പെൻസ് ഇപ്പം കഴിഞ്ഞ വർഷം ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് ഡെബിറ്റ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷം ചെയ്യുവാണെങ്കിൽ അടുത്ത വർഷം ചെയ്യുവാണെങ്കിൽ ഈ എക്സ്പെൻസ് ഇല്ലേ, ഈ എക്സ്പെൻസ് അക്കൗണ്ടിനെ മാറ്റിയിട്ട് അവിടെ എന്ത് ഗേറ്റ് ചെയ്യാൻ മതി, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് P&L അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഇട്ടാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കുക, അപ്പോൾ ഇവിടെ എന്താ, ഈ എക്സ്പെൻസ് അല്ലേ, അപ്പോൾ ഈ എക്സ്പെൻസ് അക്കൗണ്ടിനെ മാറ്റി എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഇടുക നെക്സ്റ്റ് ഇയർ ചെയ്യുവാണെങ്കിൽ. പക്ഷെ നമ്മൾ അങ്ങനെ പഠിക്കരുത്. ആലോചിക്കുക, കഴിഞ്ഞ വട്ടത്തിൻ്റെ എക്സ്പെൻസ് കാരണം പ്രോഫിറ്റ്, ഇവിടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താ, എക്സ്പെൻസിന് ഇൻകത്തിന് പകരം പ്രോഫിറ്റ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് കിട്ടി. കഴിഞ്ഞ വർഷം ചെയ്യുവാണെങ്കിൽ ആ അക്കൗണ്ടിനെ തിരുത്തണം. നെക്സ്റ്റ് ഇയർ ചെയ്യുവാണെങ്കിൽ ആ അക്കൗണ്ട് വീണ്ടും തിരുത്തി കഴിഞ്ഞാൽ ഈ വർഷത്തെ പ്രോഫിറ്റിനെ ബാധിക്കും. അതുകൊണ്ട് ആ എക്സ്പെൻസ് ഇൻകത്തിന് പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇട്ടാൽ മതി. അതൊന്നും ആലോചിച്ചാൽ മതി, പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഇയർ നമ്മൾ ചെയ്ത സമയത്ത് സെയിൽസ് റിട്ടേണിൻ്റെ കേസാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താ, സെയിൽസ് റിട്ടേണിനകത്ത് എമൗണ്ട് കുറച്ച് കാണിച്ചുകൊണ്ട് സെയിൽ കൂടിപ്പോയി. സെയിൽ കൂടിയത് കാരണം പ്രോഫിറ്റ് കൂടിക്കാണ്. കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് കൂടി. പ്രോഫിറ്റിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. P&L അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ടു സസ്പെൻസ് അക്കൗണ്ട്. ഇത് നമ്മൾ അല്ലാതെ പഠിക്കുവാണെങ്കിലോ, നമ്മളല്ലാതെ മനസ്സിലാക്കുവാണെങ്കിലോ, അത് ആ വർഷം തന്നെ റെക്ടിഫൈ ചെയ്തിരുന്നെങ്കിൽ എൻട്രി എന്താ, റിട്ടേൺ ഇൻവേർഡിനകത്ത് കുറഞ്ഞിരിക്കും. റിട്ടേൺ ഇൻവേർഡിനെ കൂട്ടണം. റിട്ടേൺ ഇൻവേർഡ് അക്കൗണ്ട് അറ്റ് ടു സസ്പെൻസ്. ഇത് നെക്സ്റ്റ് ഇയർ ആണ് ചെയ്തെങ്കിൽ ഈ റിട്ടേൺ ഇൻവേർഡ് അക്കൗണ്ടിന് പകരം എന്തിട്ട് കൊടുത്താൽ മതി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇട്ടാൽ മതി. ക്ലിയർ? ഇനി അടുത്തത് പോലെ ആലോചിച്ച് നോക്കിയേ, ഡിപ്രീസിയേഷൻ 250 ഡിപ്രീസിയേഷൻ വന്നു. അതിനെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തില്ല. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തില്ല. അപ്പോൾ ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്, അത് നമ്മൾ ഡെബിറ്റ് ചെയ്തില്ല. അപ്പോൾ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യാത്തത് കൊണ്ട് പ്രോഫിറ്റ് കൂടിപ്പോയില്ലേ, പ്രോഫിറ്റ് കൂടിക്കിടക്കില്ലേ, എക്സ്പെൻസ് ഇട്ടില്ല, അതുകൊണ്ട് പ്രോഫിറ്റ് കൂടിപ്പോയി. പ്രോഫിറ്റ് കൂടിയത് കാരണം കഴിഞ്ഞ വട്ടം പ്രോഫിറ്റ് കൂടിയിരിക്കുമല്ലേ, അപ്പോൾ അതിൻ്റെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എന്തോരം ഡെബിറ്റ് ചെയ്യണം, ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താ, P&L അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. P&L അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, കാരണം ഇത്തവണ കൊണ്ട് ഡിപ്രീസിയേഷൻ എഴുതാൻ പറ്റത്തില്ല, കാരണം ഇത്തവണത്തെ പ്രോഫിറ്റിനെ ബാധിക്കും. അതുകൊണ്ട് ഇവിടെ ആലോചിച്ച് നോക്കിയാൽ ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചത്, കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തില്ല. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. കാരണം ട്രയൽ ബാലൻസ് ഡെബിറ്റ് ചെയ്യാത്തത് കൊണ്ട് ട്രയൽ ബാലൻസ് ഡെബിറ്റ് സൈഡ് ഷോർട്ടേജ് വന്ന് കാണും, അവിടെ സസ്പെൻസ് ഓപ്പൺ ചെയ്ത് കാണും, അതിനെ ക്യാൻസൽ ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. അപ്പോൾ അവിടെ നിന്ന് ചിന്തിക്കുക, ഇത് അടുത്ത വർഷമാണ് ചെയ്തെങ്കിൽ ഡിപ്രീസിയേഷൻ ഈ എക്സ്പെൻസിന് പകരം എന്തിട്ട് കൊടുത്താൽ മതി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഇട്ടാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഇട്ടാൽ മതി. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുമ്പം എങ്ങനെ പറയാം, കഴിഞ്ഞ വട്ടം ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എക്സ്പെൻസ് ആയിട്ട് എമൗണ്ട് കിട്ടില്ല, അപ്പോൾ ഡെബിറ്റ് ചെയ്തില്ല. അപ്പോൾ ആ ചെയ്യാത്തത് കൊണ്ട് തന്നെ പ്രോഫിറ്റ് കൂടി കിടക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. P&L അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് കേട്ടോ, P&L അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട്. ഓക്കെ, ടു സസ്പെൻസ് അക്കൗണ്ട്. നെക്സ്റ്റ് അടുത്തെന്താ, ചിന്തിക്കുക, എ പേയ്മെൻറ്റ് ഓഫ് 75 ഫോർ സാലറി ടു മോഹൻ ടോയ്സ് ദ സാലറി അക്കൗണ്ട്. സാലറി അക്കൗണ്ട് ഡെബിറ്റിൽ ഒരു 75 രൂപ ഇട്ട്, സാലറി ഒരു എക്സ്പെൻസ് 75 രൂപ ഇട്ട്, ഞാൻ വീണ്ടും സാലറിക്കകത്തൊരു 75 റുപ്പീസ് ഇട്ടു. അപ്പോൾ ആലോചിക്കുക, അപ്പോൾ സാലറി എന്ന എക്സ്പെൻസ് കൂടിപ്പോയില്ലേ, സാലറി എന്ന എക്സ്പെൻസ് കൂടിപ്പോയി. സാലറിക്കകത്ത് 75 ഇടണമായിരുന്നു, 75 ഇട്ടു. ഞാൻ വീണ്ടും സാലറിക്ക് 75 ഇട്ടു. അപ്പോൾ സാലറി എന്ന എക്സ്പെൻസ് കൂടിപ്പോയി. എൻ്റെ എറർ കാരണം എക്സ്പെൻസ് കൂടിപ്പോയി. എക്സ്പെൻസ് കൂടിപ്പോയത് കാരണം എൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് കുറഞ്ഞുപോയി. അപ്പോൾ അതിനെ കൂട്ടാൻ എന്ത് ചെയ്യണം, പ്രോഫിറ്റിനെ കൂട്ടാൻ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ പ്രോഫിറ്റിനെ കൂട്ടാൻ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതാണ് പഠിച്ചിട്ടുണ്ട്. ഡ്യൂ ടു റെക്ടിഫിക്കേഷൻ ലാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് നീഡ്സ് ടു ബി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, P&L അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പം 75 രൂപ ഇട്ടത് കൊണ്ട് 75 രണ്ടോട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് എക്സ്പെൻസ് കൂടിപ്പോയി. എക്സ്പെൻസ് കൂടിയത് കാരണം എൻ്റെ പ്രോഫിറ്റ് കുറഞ്ഞുപോയി. പ്രോഫിറ്റ് കുറഞ്ഞപ്പോൾ പ്രോഫിറ്റിനെ കൂട്ടണം. പ്രോഫിറ്റിനെ കൂട്ടാൻ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെ പറയുന്നത്, നമ്മൾ പ്രോഫിറ്റിനെ കൂട്ടാൻ ക്രെഡിറ്റ് ചെയ്യണം കേട്ടോ. P&L അഡ്ജസ്റ്റ്മെൻറ്റിനെ ക്രെഡിറ്റ് ചെയ്തു, ഡെബിറ്റ് ചെയ്യുന്നത് സസ്പെൻസ്. അപ്പോൾ ചിന്തിച്ച് നോക്ക്, ഇത് കഴിഞ്ഞ വർഷമാണ് നമ്മൾ ചെയ്തെങ്കിൽ എന്ത് ചെയ്തേനെ, സാലറി കൂടി കിടക്കുമല്ലേ, സാലറി കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. സാലറി ഡെബിറ്റ് കൂടി കിടക്കുക, കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സാലറി ക്രെഡിറ്റ് ചെയ്തു, സസ്പെൻസ് ഇട്ടു. ഇനി അടുത്ത വർഷം പോകുമ്പോൾ ഈ സാലറി എന്ന എക്സ്പെൻസിന് പകരം എന്തിട്ട് കൊടുത്താൽ മതി, ഈ എക്സ്പെൻസിന് പകരം എന്തിട്ടാൽ മതി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇട്ടാൽ മതി. ക്ലിയർ? അടുത്തത് ശ്രദ്ധിക്കണം,
ദ ബില്ല് റിസീവൽ ബുക്ക് 1500. ഓക്കെ, അത് ക്രെഡിറ്റ് ഓഫ് ബിൽ റിസീവബിൾ അക്കൗണ്ട്. ബില്ല് റിസീവബിളൊക്കെ എന്താണ്? അസറ്റ് അല്ലേ? അസറ്റിനെയോ ലൈബിലിറ്റിയോ ബാധിക്കുന്നതൊക്കെ പ്രോഫിറ്റിനെ ബാധിക്കൂ. അസറ്റിനകത്തോ ലൈബിലിറ്റിക്കകത്തോ ഞാൻ എന്തെങ്കിലും എറർ വെച്ച് കഴിഞ്ഞാൽ അത് പ്രോഫിറ്റിനെ ബാധിക്കില്ല. ഇൻകത്തിലോ എക്സ്പെൻസിലോ എന്തെങ്കിലും എറർ കാണിച്ചാൽ മാത്രമേ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുള്ളൂ, കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് അഫക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ സോ ഇവിടെ ബില്ല് റിസീവബിളിനകത്ത് ഞാൻ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്ത് വെച്ചു, ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്ത് വെച്ചു. ബില്ല് റിസീവബിൾ അസറ്റ് അല്ലേ? അപ്പോൾ അസറ്റിനകത്ത് ഒരു ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്ത് വെച്ചാൽ ഡബിൾ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ബില്ല് റിസീവബിളിനകത്ത് റോങ് എൻട്രി ആയിട്ട് പോയി, റോങ് ആയിട്ട് ഡെബിറ്റ് ചെയ്യേണ്ടത് ഞാൻ ക്രെഡിറ്റ് ചെയ്ത് വെച്ചു. അപ്പം ബില്ല് റിസീവബിൾ അസറ്റാണ്, അസറ്റിനകത്ത് റോങ് ആയിട്ട് പോസ്റ്റ് ചെയ്താൽ എക്സ്പെൻസിനും ഇൻകത്തിനും അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഇട്ട എന്ത് എൻട്രി ആണോ അത് തന്നെ ഇവിടെ ഇട്ടാൽ മതി. കഴിഞ്ഞ വർഷം നമ്മൾ എന്ത് എൻട്രി ഇട്ടത്? കഴിഞ്ഞ വർഷം നമ്മൾ എന്ത് എൻട്രിയാണ് ഇട്ടത്? വേണ്ടേ, ബില്ല് റിസീവബിൾ അക്കൗണ്ട് ആയിട്ടൊരു സസ്പെൻസ്. എക്സ്പെൻസിനെ ഇൻകത്തെ ബാധിച്ചിട്ടില്ലല്ലോ, ഇത് അസറ്റ് അല്ലേ? അപ്പോൾ അതേ എൻട്രി തന്നെ അടുത്ത വർഷം ഇടും. എന്ത്? ബില്ല് റിസീവബിൾ അക്കൗണ്ട് അറ്റു സസ്പെൻസ്. എങ്ങനെയാണ്? ബില്ല് റിസീവബിളിനെ ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് വെച്ച്, അപ്പോൾ ഡബിൾ എമൗണ്ട് ബില്ല് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ബില്ല് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ, അങ്ങനെ ചെയ്ത് കാരണം സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ഓപ്പൺ ചെയ്ത് കാണും, അതിനെ കുറയ്ക്കാൻ ക്യാൻസൽ ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അടുത്തത് ആൻ എമൗണ്ട് 151 ഫോർ എ ക്രെഡിറ്റ് സെയിൽ ടു ഹരി. ഹരിക്ക് സാധനം വിറ്റു, അത് കറക്റ്റായിട്ട് സെയിൽ ബുക്ക് എൻട്രി ചെയ്തു. പക്ഷെ നമ്മൾ ഹരിയുടെ അക്കൗണ്ടിൽ 115 അക്കൗണ്ട്. ഹരി ഒരു പേഴ്സൺ അല്ലേ, ഡെപ്റ്റർ അല്ലേ? ഡെപ്റ്റർ നമുക്ക് അസറ്റ് അല്ലേ? അപ്പോൾ ഹരിയുടെ അക്കൗണ്ടിലൊക്കെ ഹരിക്ക് സാധനം വിറ്റു, ഹരി ഇറ്റ്സ് എ ഡെപ്റ്റർ. ഡെപ്റ്റർ നമ്മൾ അസറ്റാണ്. അപ്പോൾ അതിനകത്ത് ഹരിയുടെ അക്കൗണ്ടിനകത്ത് 151 എഴുതുന്നതിന് പകരം 115 എഴുതി. അപ്പം അവിടെ ആ ഡെപ്റ്റർ എന്ന അസറ്റിനകത്ത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്ത് കാണത്തില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഇട്ട എൻട്രി ഇട്ടാൽ മതി. അതായത് ഹരി ഇപ്പോൾ സെയിലിനകത്താണ് റോങ് ആയിട്ട് വെച്ചിരുന്നെങ്കിൽ സെയിലത്ത് കൂടിയോ കുറഞ്ഞോ പോവും. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും. സെയിലൊക്കെ ഒരു ഇൻകം അല്ലേ? അപ്പോൾ ഇൻകത്തിനകത്ത് എന്തെങ്കിലും നമ്മൾ എറർ കാണിച്ചാൽ സെയിലിനെ അഫക്റ്റ് ചെയ്യും, സോ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും. ഇത് ഹരി ഒരു ഡെപ്റ്ററാണ്, ഡെപ്റ്റർ എന്ന അസറ്റാണ്. അസറ്റിനകത്ത് ഉണ്ടാകുന്ന ചേസ് ഒന്നും എവിടെ അഫക്റ്റ് ചെയ്യത്തില്ല, എവിടെ അഫക്റ്റ് ചെയ്യില്ല, പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്ത് കാണത്തില്ല. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എൻട്രി എന്താ? ഹരിയുടെ അക്കൗണ്ട് 36 കുറവാണ്, ഡെബിറ്റ് സൈഡ് 36 കുറവാണ്. അപ്പോൾ ഹരി അക്കൗണ്ട് ഡെബിറ്റ് 36 2 എന്ത് സസ്പെൻസ്. കഴിഞ്ഞ വർഷത്തെ എൻട്രി തന്നെ വീണ്ടും ഇടുക. എൻട്രി എന്താ? ഹരി അക്കൗണ്ട് അറ്റ് ടു സസ്പെൻസ് അക്കൗണ്ട് 36. അടുത്തത് ശ്രദ്ധിക്കുക, ഡിസ്കൗണ്ട് അലൗഡ് ടു സതീഷ്. സതീഷിന് ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്തു. ഡിസ്കൗണ്ട് അങ്ങോട്ട് കൊടുക്കുക, നമുക്ക് എക്സ്പെൻസ് അല്ലേ? അതിന് ഡിസ്കൗണ്ട് അക്കൗണ്ട് എൻട്രി ഇല്ല. അപ്പോൾ ആലോചിച്ചു, ഡിസ്കൗണ്ട് 25 രൂപ നമ്മൾ കൊടുത്തു. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന എക്സ്പെൻസിനകത്ത് നമ്മൾ 25 രൂപ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എക്സ്പെൻസിനകത്ത് ആ എമൗണ്ട് വന്നിട്ടില്ല. എക്സ്പെൻസ് ആയിട്ട് എമൗണ്ട് വരാത്തത് കൊണ്ട് എക്സ്പെൻസ് കുറഞ്ഞു പോയി, എൻ്റെ പ്രോഫിറ്റ് കൂടിപ്പോയി. കഴിഞ്ഞ വട്ടത്തെ എൻ്റെ പ്രോഫിറ്റ് കൂടിപ്പോയി. അപ്പോൾ പ്രോഫിറ്റിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഏത് അക്കൗണ്ടിനെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് അറ്റ് ടു സസ്പെൻസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് അറ്റ് ടു സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. 25 ടു സസ്പെൻസ്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിരുന്നെങ്കിലോ ഏത് അക്കൗണ്ടിലാണ് ഷോർട്ടായ റെക്കോർഡ് ചെയ്ത ഏത് അക്കൗണ്ടിലാണ്? ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യില്ല. അപ്പോൾ ഡെബിറ്റ് ചെയ്യുക, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ്. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്യാത്തതുകൊണ്ട് ട്രയൽ ബാലൻസ് ഡെബിറ്റ് സസ്പെൻസ് വന്നു വേണം, അതിനെ ക്യാൻസൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇയർ പോകുമ്പം ഈ എക്സ്പെൻസ് അക്കൗണ്ടിന് പകരം ഈ ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻസ് അല്ലേ, അതിന് പകരം എന്തിട്ട് കൊടുത്താൽ റീപ്ലേസ് എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇട്ടാൽ മതി. എക്സ്പെൻസും ഇൻകത്തിന് പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി ലാസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. സിമ്പിളാണ്, നോക്കുക. അതായത് ലെഡ്ജർ പോസ്റ്റ് നമുക്ക് അറിയാമായിരിക്കും. ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു സസ്പെൻസ് എന്നല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു സസ്പെൻസ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ പോയിട്ട് സസ്പെൻസ് എന്ന് എഴുതി 100 രൂപ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, നമ്മളൊരു അക്കൗണ്ട് ലെഡ്ജർ പോസ്റ്റ് അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, അടുത്തെന്താ പറഞ്ഞേക്കുന്നത്? അടുത്തത് വീണ്ടും പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് അറ്റ് ടു സസ്പെൻസ്. അപ്പോൾ പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഈ സസ്പെൻസ് നമ്മൾ ക്യാൻസൽ ചെയ്യണം. ടു സസ്പെൻസ് 50. ക്ലിയർ? ഞാൻ എന്താ സംഭവം ലാസ്റ്റ് പറയാം. അടുത്തെന്താ? വീണ്ടും പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് അറ്റ് ടു സസ്പെൻസ് 250. അപ്പോൾ പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഡെബിറ്റ് പോയിട്ട് സസ്പെൻസ് 250. ക്ലിയർ? അടുത്തെന്താ? സസ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ക്രെഡിറ്റിൽ പോയിട്ട് സസ്പെൻസ് എഴുതുക. സസ്പെൻസ് എന്ന് എഴുതി 75 റുപ്പീസ് എഴുതുന്നു. ഓക്കെ, നെക്സ്റ്റ് അത് വന്നില്ലല്ലോ. ആണ് ലാസ്റ്റ് പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് അറ്റ് ടു സസ്പെൻസ്. ഡെബിറ്റ് സൈഡിലല്ലേ?
ആൻഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലല്ലേ, പി ആൻഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് കേട്ടോ. ഡെബിറ്റ് ഇപ്പോൾ എന്ത് ചെയ്യുക, സസ്പെൻസ് എഴുതിയിട്ട് 25 എഴുതുന്നു. ഇവിടെ ഈ പി ആൻഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് അല്ലേ, അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡ് കൂട്ടി ക്രെഡിറ്റ് സൈഡ് കുറച്ചപ്പോൾ എന്തിട്ട് ഒരു 350 രൂപ കിട്ടി. 350 രൂപ കിട്ടി. അതെങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട്. കാരണം കഴിഞ്ഞ വട്ടം ഞാൻ ചെയ്ത് വെച്ച എറർ കാരണം എൻ്റെ പ്രോഫിറ്റ് കൂടിയിരിക്കുക. അതിന് മനസ്സിലായി പ്രോഫിറ്റ് കൂടിയെന്ന്. കാരണം ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡ് കൂടുന്ന പറഞ്ഞാൽ പ്രോഫിറ്റ് കൂടി നിൽക്കുക, ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ പ്രോഫിറ്റ് കുറഞ്ഞ് നിൽക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് കൂട്ടണം. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡ് കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡ് കൂട്ടി ക്രെഡിറ്റ് സൈഡ് കുറച്ചപ്പോൾ 350 രൂപ ബാലൻസ് ഫിഗർ കിട്ടി. അത് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ട്. ആലോചിച്ച് നോക്ക്, ഈ പി ആൻഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ ക്രെഡിറ്റ് കിടക്കുക. അപ്പോൾ എൻട്രി എന്ത് വരും, ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി കിട്ടും ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതിന് എന്തോ മനസ്സിലായി, അതായത് നമ്മൾ പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്യാൻ നേരത്ത്, പി ആൻഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നേരത്ത് ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്യാപിറ്റലിനെ കുറയ്ക്കണം, ക്രെഡിറ്റ് ആണ് കൂടുതലെങ്കിൽ ക്യാപിറ്റലിനെ കൂട്ടണം. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ പി ആൻഡ് അക്കൗണ്ട് വരയ്ക്കില്ലേ, പി ആൻഡ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ പ്രോഫിറ്റ് അല്ലേ, പി ആൻഡ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് കൂടുതലെങ്കിൽ പ്രോഫിറ്റ് അല്ലേ, പ്രോഫിറ്റ് എന്ത് ചെയ്യും, ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യും. ഡെബിറ്റ് ആണ് കൂടുതലെങ്കിൽ എന്ത്, ലോസ് അല്ലേ, ഡെബിറ്റ് ആണ് കൂടുതലെങ്കിൽ ലോസ് അല്ലേ, ക്യാപിറ്റൽ ഇത് കുറയ്ക്കും. സെയിം അതേ കോൺസെപ്റ്റ് തന്നെ. ഇവിടെ ഡെബിറ്റ് ആണ് കൂടുതൽ, അപ്പോൾ ഡെബിറ്റ് സൈഡ് കൂട്ടി ക്രെഡിറ്റ് സൈഡ് കുറച്ചപ്പോൾ എനിക്ക് 350 രൂപ കിട്ടി. അപ്പോൾ ക്യാപിറ്റൽ കൂടിയിരിക്കുക, എത്ര, 350 രൂപ കൂടിയിരിക്കുക. അപ്പോൾ ക്യാപിറ്റലിനെ കുറയ്ക്കണം. ക്യാപിറ്റലിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട്. ദാറ്റ്സ് ഇറ്റ്. ചിലപ്പോൾ ഇതുകൂടി ചെയ്യേണ്ടി വരും, ഇതുകൂടി ചെയ്ത് ബെറ്റർ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ എല്ലാ സിറ്റുവേഷനും പഠിച്ചു. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് സ്കൂളിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The following errors were found in the books of Ram Prasad and Sons. Give journal entries. Okay. Entry നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ₹500 പെയ്ഡ് ഫോർ ഫർണിച്ചർ പർച്ചേസ്ഡ്. ഫർണിച്ചർ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ എമൗണ്ട് കൊടുത്തു, പക്ഷേ അത് എവിടെ കൊണ്ട് ചാർജ് ചെയ്തു, പർച്ചേസ് അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഫർണിച്ചർ പർച്ചേസ് എന്ത് എക്സ്പെൻഡിച്ചറാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലേ, അത് പർച്ചേസ് അക്കൗണ്ടിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലേ. അപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആ ഒരു ഐറ്റത്തെ റവന്യൂ ട്രീറ്റ് ചെയ്ത്. അപ്പോൾ എന്താണ്, എറർ പ്രിൻസിപ്പിളാണ്. എറർ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യത്തില്ല, ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ഓപ്പൺ ചെയ്ത് കാണത്തില്ല, സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണത്തില്ല. ഒന്ന്, പിന്നെ ഇവിടെ ഫർണിച്ചർ വാങ്ങിച്ചു, പക്ഷെ ഫർണിച്ചർ അക്കൗണ്ടിൽ ഇടാതെ പർച്ചേസ് അക്കൗണ്ടിൽ കൊണ്ടിട്ടേക്കുക. ഇത് വൺ സൈഡ് എറർ അല്ലല്ലോ, ഡബിൾ സൈഡ് എറർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, എൻട്രി ഇട്ടേ തിരുത്താൻ പറ്റൂ, റെക്ടിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആലോചിച്ച് നോക്കുക, സിമ്പിളാണ്. ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നാണ് വരേണ്ടത്. ഒരു ബന്ധുവിൽ പർച്ചേസ് അക്കൗണ്ട് ഇട്ടേക്കാണ്. അപ്പോൾ പർച്ചേസ് കൂടി കിടക്കുക, പറഞ്ഞാൽ പർച്ചേസിൻ്റെ ഡെബിറ്റ് കൂടി കിടക്കുക. കുറയ്ക്കാൻ എന്ത് ചെയ്യണം, പർച്ചേസിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റിൽ എന്താണ് വരേണ്ടത്, ഫർണിച്ചർ. അപ്പോൾ അതും കൂടി പറയാം, നമ്മൾ 500 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ്, ഫർണിച്ചറിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പകരം പർച്ചേസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തേക്കാണ്. പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ, ഡെബിറ്റ് സൈഡിലായിരിക്കും അല്ലേ. പർച്ചേസിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ പർച്ചേസ് ഡെബിറ്റ് ഇട്ടേക്കാണ്. ഡെബിറ്റ് കൂടി കിടക്കുക, കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യുക. ഡെബിറ്റിൽ ആക്ച്വലി ഡെബിറ്റ് ചെയ്യേണ്ട ഇതിലായിരുന്നു, ഫർണിച്ചറിലായിരുന്നു. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസിന് വരും. അപ്പോൾ ഇത് റെക്ടിഫൈ ചെയ്യുന്നത് എപ്പോഴാണ്, ബിഫോർ ആണോ ആഫ്റ്റർ ആണോ. ബിഫോർ ആണെങ്കിലും ആഫ്റ്റർ ആണെങ്കിലും ഡബിൾ സൈഡ് എറർ അല്ലേ, എൻട്രി ഇട്ടില്ലേ തിരുത്താൻ പറ്റൂ. ഇത് എറർ പ്രിൻസിപ്പൾ അല്ലേ, എറർ പ്രിൻസിപ്പൾ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുമോ, ഇല്ല. അതുകൊണ്ട് എന്ത് ഓപ്പൺ ചെയ്ത് കാണത്തില്ല, സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണത്തില്ല. ഇത് ഡബിൾ സൈഡ് എററാണ്. ഫർണിച്ചറിൻ്റെ ഡെബിറ്റ് എമൗണ്ട് വന്നില്ല, അപ്പോൾ ഡെബിറ്റ് വന്നില്ല. അപ്പോൾ ഡെബിറ്റ് ചെയ്യാൻ വിട്ടുപോയി ഡെബിറ്റ് ചെയ്യണം. ഇനി ഒരു ബന്ധുവിലായി ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, പർച്ചേസിൻ്റെ ഡെബിറ്റ് കൂടി കിടക്കുക, കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ അത്രയ്ക്കും ചിന്തിച്ച് കൂട്ടണ്ട, ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതി. എന്താ ഫർണിച്ചർ പർച്ചേസ്. അപ്പോൾ ഫർണിച്ചറിൻ്റെ ഡെബിറ്റ് എഴുതുന്നതിന് പകരം പർച്ചേസ് അക്കൗണ്ടിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്ന പർച്ചേസിൻ്റെ ഡെബിറ്റ് കൂടി കിടക്കുക, കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യുക. എന്താ ഡെബിറ്റ് ചെയ്യേണ്ടത്, എന്താണ്, ഫർണിച്ചറിന് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് അക്കൗണ്ട് എന്ന് വരും, 500. ഓക്കെ, അടുത്തെന്താണ്, റിപ്പയർ സംഭവിച്ചിട്ടുണ്ട്. റിപ്പയർ ഉണ്ടാകുമ്പോൾ റിപ്പയർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നല്ലേ. പക്ഷെ ഡെബിറ്റ് ടു ബിൽഡിംഗ് അക്കൗണ്ട്, സത്യം പറഞ്ഞാൽ റിപ്പയർ എന്നൊരു എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ റിപ്പയർ എന്ന എക്സ്പെൻസിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റിപ്പയർ എന്ന എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്തതിന് പകരം ബിൽഡിംഗ് അക്കൗണ്ടിൽ കൊണ്ട് ഡെബിറ്റ് ചെയ്തു, ബിൽഡിംഗ് അക്കൗണ്ടിൽ കൊണ്ട് ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ബിൽഡിങ്ങിന് ഡെബിറ്റ് കൂടി കിടക്കുമല്ലേ, ബിൽഡിങ്ങിന് ഡെബിറ്റ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം.
അപ്പം എന്നിട്ട് ഡെബിറ്റ് എന്തോ ചെയ്യേണ്ടത് റിപ്പയറിന്. അപ്പം എൻട്രി എന്താ റിപ്പയർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബിൽഡിംഗ് എന്ന് വരും. റിപ്പയർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബിൽഡിംഗ് എന്ന് വരും. ഓക്കെ, അടുത്തത് ആൻ എമൗണ്ട് ഓഫ് 100 വിഡ്രോൺ ബൈ ദ പ്രൊപ്പറേറ്റർ. പ്രൊപ്പറേറ്റർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പൈസ വിഡ്രോ ചെയ്തു. അപ്പോൾ എന്താ ഡ്രോയിങ്സ് ഡെബിറ്റ്, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. അപ്പോൾ ഡ്രോയിങ്സിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എന്ത് ചെയ്തേക്കുന്നത് ഡെബിറ്റഡ് ടു ട്രേഡ് എക്സ്പെൻസ് അക്കൗണ്ട്. ട്രേഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തേക്കുക. അപ്പോൾ ട്രേഡ് എക്സ്പെൻസിന് ഡെബിറ്റ് കൂടി കിടക്കുമല്ലേ. അപ്പോൾ ട്രേഡ് എക്സ്പെൻസിന് കുറയ്ക്കാൻ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം. ട്രേഡ് എക്സ്പെൻസിന് കുറയ്ക്കാൻ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് എന്തോ വരേണ്ടത് ഡ്രോയിങ്സ്. അപ്പോൾ എൻട്രി എന്താ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ട്രേഡ് എക്സ്പെൻസ് വരും. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ട്രേഡ് എക്സ്പെൻസ്. എത്രയാണ് എമൗണ്ട് 100. ഓക്കെ, അടുത്തത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4 റെൻറ്റ് പെയ്ഡ്. റെൻറ്റ് പേ ചെയ്യുമ്പോൾ എൻട്രി എന്താ റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ്. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. പക്ഷേ ഡെബിറ്റഡ് ടു ആ ലാൻഡ് ലോഡിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തേക്കുക. അപ്പോൾ ലാൻഡ് ലോഡിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് കൂടി കിടക്കുമല്ലേ. റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. റെൻറ്റ് പേ ചെയ്യുമ്പോൾ റെൻറ്റ് അക്കൗണ്ട്, അപ്പോൾ റെൻറ്റ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ആ റെൻറ്റിൻ്റെ ഡെബിറ്റിന് പകരം ലാൻഡ് ലോഡിന് ഡെബിറ്റ് ഇട്ടേക്കാണ്. അപ്പോൾ ലാൻഡ് ലോഡിന് ഡെബിറ്റ് കൂടി കിടക്കുമല്ലേ, അതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ലാൻഡ് ലോഡിനെ ക്രെഡിറ്റ് ചെയ്യണം. ഏതായിരുന്നു ഡെബിറ്റ് ചെയ്യേണ്ടത് റെൻറ്റ്. അപ്പോൾ എൻട്രി എന്താ റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ലാൻഡ് ലോഡ്. എത്രയാണ് എമൗണ്ട് അത് 100. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സാലറി പെയ്ഡ്. ഇപ്പോൾ റെൻറ്റ് പറഞ്ഞ അതേ കേസ് തന്നെ. സാലറി പെയ്ഡ്, സാലറി പേ ചെയ്യുമ്പോൾ എൻട്രി എന്താ സാലറി അക്കൗണ്ട് ഡെബിറ്റ്. സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഇല്ലേ. പക്ഷേ എവിടെ ഡെബിറ്റ് ചെയ്തേക്കാണ് ഡെബിറ്റഡ് ടു ക്ലർക്കിൻ്റെ പേഴ്സണൽ. ക്ലർക്കിനാണ് സാലറി കൊടുത്തത്. അപ്പോൾ ക്ലർക്കിൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തേക്കുക. അപ്പോൾ ക്ലർക്കിൻ്റെ ഡെബിറ്റ് കൂടി കിടക്കുമല്ലേ. ക്ലർക്കിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്തു, ക്ലർക്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഡെബിറ്റ് എന്ത് വരേണ്ടത് സാലറി. സാലറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ആ സാലറിക്ക് ഡെബിറ്റിന് പകരം ക്ലർക്കിൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തേക്കണം. അപ്പോൾ ക്ലർക്കിൻ്റെ അക്കൗണ്ട് കൂടി കിടക്കുക, ഡെബിറ്റ് കൂടി കിടക്കുക. കുറയ്ക്കാൻ എന്ത് ചെയ്യുക ക്രെഡിറ്റ് ചെയ്യുക. ക്ലർക്കിനെ കുറയ്ക്കാൻ ക്രെഡിറ്റ് ചെയ്യുക. ഡെബിറ്റ് എന്ത് പറയേണ്ടത് സാലറി. അപ്പോൾ എത്ര രൂപയാണ് 125. ഓക്കെ, നെക്സ്റ്റ് ₹100 റിസീവ്ഡ് ഫ്രം ഷാ ആൻഡ് കമ്പനി. ഷാ ആൻഡ് കമ്പനിയുടെ പൈസ കിട്ടുമ്പോൾ എൻട്രി എന്തുവാ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷാ ആൻഡ് കമ്പനി. അപ്പോൾ ഷാ ആൻഡ് കമ്പനി ക്രെഡിറ്റ് ചെയ്യണം. പക്ഷെ പകരം ഞാൻ ഷോ ആൻഡ് കമ്പനി എഴുതി. അപ്പോൾ ഡൗട്ട് ഷാ ആൻഡ് കമ്പനിയിലാണ് ചെയ്യേണ്ടത്, പക്ഷേ ഷോ ആൻഡ് കമ്പനി എഴുതി. ഇനി ഡൗട്ട് ഷോ ആൻഡ് കമ്പനിയുടെ ഡെബിറ്റ് ചെയ്തിരുന്നെങ്കിൽ പിടിച്ച് ക്രെഡിറ്റ് ചെയ്യായിരുന്നു, ക്രെഡിറ്റ് ചെയ്തിട്ട് ഡെബിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ, റോങ്ലി ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും ഒന്നുമില്ല. ആക്ച്വലി ഈ ഷാ ആൻഡ് കമ്പനിക്ക് പകരമാണ് ഷോ ആൻഡ് കമ്പനി റെക്കോർഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഷാ ആൻഡ് കമ്പനിയുടെ ഏത് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ഏത് സൈഡിലായിരുന്നു ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷാ ആൻഡ് കമ്പനി. അപ്പോൾ ഷാ ആൻഡ് കമ്പനിയിൽ ക്രെഡിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഷാ ആൻഡ് കമ്പനിയുടെ ക്രെഡിറ്റിന് പകരം ഷോ ആൻഡ് കമ്പനിയുടെ ക്രെഡിറ്റ് കേൾക്കുവാണ്. അപ്പോൾ ഷോ ആൻഡ് കമ്പനിയുടെ ക്രെഡിറ്റ് കൂടി കിടക്കുമല്ലേ. അപ്പോൾ ഷോ ആൻഡ് കമ്പനിയുടെ ക്രെഡിറ്റ് കൂടി കിടക്കും. അപ്പോൾ അതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം ഈ ഷോ ആൻഡ് കമ്പനി ഡെബിറ്റ് ചെയ്യണം ടു എവിടെയായിരുന്നു ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഷാ ആൻഡ് കമ്പനി. ശ്രദ്ധിക്കുക ഈ ഷോ ഇപ്പം ബാക്കി ഇപ്പം എന്താണ്ട് ഈ ക്ലർക്കിൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ക്ലർക്കിൻ്റെ ഡെബിറ്റ് കൂടി കിടക്കുക, കുറയ്ക്കാൻ ക്രെഡിറ്റ് ചെയ്തു എന്ന് മനസ്സിലായി. ഇവിടെ ഈ ഷായുടെ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് പറഞ്ഞത് ഏത് സ്ഥലം നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഷാ ആൻഡ് കമ്പനിക്ക് പകരമാണ് ഷോ ആൻഡ് കമ്പനി റെക്കോർഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഷാ ആൻഡ് കമ്പനിയുടെ ക്രെഡിറ്റിന് പകരം ഷോ ആൻഡ് കമ്പനിയുടെ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഷോ ആൻഡ് കമ്പനിയുടെ ക്രെഡിറ്റ് കൂടി കിടക്കുവാണ്, കുറയ്ക്കാൻ ഡെബിറ്റ് ചെയ്യുക. ഷോ ആൻഡ് കമ്പനി ഡെബിറ്റ് ചെയ്യുക, തിരിച്ച് ക്രെഡിറ്റ് ആയവരുടെ ഷാ ആൻഡ് കമ്പനി. അപ്പോൾ റെക്ടിഫിക്കേഷൻ എൻട്രി ചെയ്ത് വരും ഷോ ആൻഡ് കമ്പനി അക്കൗണ്ട് അറ്റ ടു ഷാ ആൻഡ് കമ്പനി. ക്ലിയർ. എമൗണ്ട് എത്രയാണ് 100. അടുത്തെന്താ ₹700 പെയ്ഡ് ഇൻ ക്യാഷായിട്ട് പേയ്മെൻറ്റ് കൊടുത്തു. എന്തിനാ ടൈപ്പ് റൈറ്റർ വാങ്ങിക്കാൻ വേണ്ടി ക്യാഷ് പേയ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ടൈപ്പ് റൈറ്റർ എന്ന അസറ്റ് വന്നു, ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഓക്കെ, പക്ഷേ ഓഫീസ് എക്സ്പെൻസിൽ കൊണ്ടിട്ടേക്കാണ്. അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് ഈ സൈഡിൽ എക്സ്പെൻസ് ഡെബിറ്റ് സൈഡല്ലേ. അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് ഡെബിറ്റ് സൈഡ് ഇട്ടേക്കാണ്. അപ്പോൾ ടൈപ്പ് റൈറ്ററിൻ്റെ ഡെബിറ്റിലാണ് എഴുതേണ്ടത്, പകരം ഓഫീസ് എക്സ്പെൻസിൻ്റെ ഡെബിറ്റ് ഇട്ടേക്കാണ്. അപ്പോൾ ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് ഡെബിറ്റ് വന്നില്ല. അപ്പോൾ ഡെബിറ്റ് ചെയ്യാൻ പറ്റുമോ ഡെബിറ്റ് ചെയ്യണം. ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. എവിടെ ഡെബിറ്റ് ചെയ്തേക്ക് എവിടെയാണ് ഡെബിറ്റ് ചെയ്ത് കൂടി പോയിക്കുന്നത്, എവിടെയാണ് ഓഫീസ് എക്സ്പെൻസ് ഡെബിറ്റ് കൂടി കിടക്കുകയാണ്, കുറയ്ക്കാൻ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം.
അത്രേ ഉള്ളൂ. എവിടെ റോങ് ആയിട്ടേക്കുന്നത്? ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ടിൽ. അപ്പോൾ ഈ സൈഡിലായിരിക്കും, ഡെബിറ്റ് സൈഡിലായിരിക്കും. അതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. എവിടെ ആയിരുന്നു ചെയ്യേണ്ടത്? ടൈപ്പ് റൈറ്റർ അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അവിടെ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ റെക്ടിഫിക്കേഷൻ എൻട്രി എന്താണ്? ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് അറ്റ് ടു ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് 700 രൂപ. ഓക്കെ, ഇത് എപ്പോഴാ? ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണ്. ആഫ്റ്റർ പ്രിപ്പറേഷൻ ട്രയൽ ബാലൻസ് ആണെങ്കിലും എൻട്രി ഇട്ട് തിരുത്താൻ പറ്റത്തുള്ളൂ. കാരണം അപ്പോൾ ഇത് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ്? എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ക്യാപിറ്റൽ നേച്ചർ റവന്യൂ ട്രീറ്റ് ചെയ്ത് റവന്യൂവിനെ ക്യാപിറ്റൽ എറർ ഓഫ് പ്രിൻസിപ്പിൾ. അപ്പോൾ സസ്പെൻസ് ഓപ്പൺ ചെയ്ത് കാണത്തില്ല, ടാലി ആയി പോകും. അപ്പോൾ എൻട്രി ഇട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരുത്താൻ പറ്റും. ഇനി ഇത് നെക്സ്റ്റ് ഇയർ ആണ് ചെയ്തെങ്കിൽ ആലോചിച്ചു, സിമ്പിളാണ്. ഈ എറർ നമ്മൾ നെക്സ്റ്റ് ഇയർ ആണ് ചെയ്തെങ്കിൽ ഇവിടെ ഈ എക്സ്പെൻസിന് പകരം എക്സ്പെൻസ് ഇൻകത്തിന് പകരം എന്തിട്ടാൽ മതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇട്ടാൽ മതി. ശ്രദ്ധിക്കാം, ഈ എക്സ്പെൻസ് ഇൻകത്തിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് അടുത്ത വർഷമാണ് ചെയ്തെങ്കിൽ എൻട്രി ആലോചിച്ച് നോക്കിയേ. ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ഈ പാർട്ടീസ് എന്ന എക്സ്പെൻസിന് പകരം എന്തിട്ടാൽ മതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഇടും അല്ലേ? അപ്പോൾ അടുത്ത വർഷം ചെയ്യുവാണെങ്കിലോ ഈ റിപ്പയർ എന്ന എക്സ്പെൻസിന് പകരം അവിടെ എന്ത് കയറും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നിന്ന് കയറും. അസറ്റ് മാറൂല. ഇവിടെ ഡ്രോയിങ്സ് തന്നെ, കാരണം ക്യാപിറ്റൽ കുറേ ഐറ്റം അല്ലേ. ഈ ട്രേഡ് എക്സ്പെൻസ് വരെ എന്ത് കയറും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നിന്ന് കയറും. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ എറർ കാരണം എൻ്റെ കഴിഞ്ഞ വട്ടത്തെ പ്രോഫിറ്റ് കൂടിയോ കഴിഞ്ഞ വട്ടത്തെ പ്രോഫിറ്റ് കുറഞ്ഞോ മാത്രം നോക്കിയാൽ മതി. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടി തന്നെ നോക്കാം. സിമ്പിളാണ്. ഞാൻ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, പക്ഷെ പർച്ചേസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തു. ഒരു ബന്ധവുമില്ലാതെ എൻ്റെ പർച്ചേസ് അക്കൗണ്ടിൽ കൊണ്ടിട്ടേക്കാണ്. അപ്പോൾ പർച്ചേസ് എന്ന എക്സ്പെൻസ് കൂടിയത് കൊണ്ട് പ്രോഫിറ്റ് കുറഞ്ഞു. പ്രോഫിറ്റിനെ കൂട്ടാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇതിനെ ക്രെഡിറ്റ് ചെയ്യണം? പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ആ ലോജിക്ക് വേണം പിടിക്കാൻ. കണ്ടോ? അപ്പോൾ പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഡെബിറ്റ് ചെയ്യുന്നത് ഫർണിച്ചർ അക്കൗണ്ട്. നമ്മളല്ലാതെ ഷോർട്ട് കട്ടിൽ പറയുകയാണെങ്കിൽ എന്താ? അടുത്ത വർഷമാണ് ചെയ്യുന്നതെങ്കിൽ ഈ എക്സ്പെൻസിന് പകരം അവിടെ എന്തിട്ട് കൊടുത്താൽ മതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഇട്ടാൽ മതി. അതായത് റീസൺ മനസ്സിലായോ? പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കിയാൽ. പ്രോഫിറ്റിനെ കൂട്ടണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, പ്രോഫിറ്റിനെ കുറയ്ക്കണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത റിപ്പയർ റിപ്പയർ ഡെബിറ്റ് ചെയ്തതിന് പകരം ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ റിപ്പയർ എന്ന എക്സ്പെൻസിൽ വന്നിട്ടില്ല. അപ്പോൾ റിപ്പയർ എന്ന എക്സ്പെൻസ് വരാത്തത് കൊണ്ട് പ്രോഫിറ്റ് കൂടി നിൽക്കുകയാണ്. അപ്പോൾ പ്രോഫിറ്റിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കണ്ടോ? നമ്മൾ നെക്സ്റ്റ് ഇയർ ചെയ്യുമ്പോൾ എന്താ? പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് അറ്റ് ടു ബിൽഡിംഗ് അക്കൗണ്ട്. അടുത്തത് എമൗണ്ട് പേഴ്സണൽ യൂസിന് എടുത്തിട്ട് ബിസിനസിൻ്റെ എക്സ്പെൻസിൽ കൊണ്ട് ഞാൻ കയറ്റി, ട്രേഡ് എക്സ്പെൻസിൽ കയറ്റി. അപ്പോൾ ട്രേഡ് എക്സ്പെൻസിനകത്ത് ആ 100 രൂപ കയറിപ്പോയത് കൊണ്ട് ട്രേഡ് എക്സ്പെൻസ് കൂടിയത് കൊണ്ട് എൻ്റെ പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പോൾ പ്രോഫിറ്റിനെ കൂട്ടാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കണ്ടോ? ടു പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഡെബിറ്റ് ഡ്രോയിങ്സ് അക്കൗണ്ട്. സസ്പെൻസ് ഒന്നും എഴുതി വെക്കരുത്. ഓക്കെ, അടുത്തത് റെൻറ്റ് പേ ചെയ്ത് റെൻ്റ് അക്കൗണ്ടിന് പകരം ലാൻഡ് ലോണിന് ഡെബിറ്റ് ഇട്ടേക്കുവാണ്. അപ്പോൾ എൻട്രി എന്താ? അപ്പം റെൻറ്റിനകത്ത് ആ 100 രൂപ വന്നില്ല, അത് കാരണം എൻ്റെ പ്രോഫിറ്റ് കൂടി നിൽക്കുകയാണ്. കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് അറ്റ് ടു ലാൻഡ് ലോഡ് അക്കൗണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ റെൻ്റ് എന്ന എക്സ്പെൻസിന് പകരം എന്ത് ഇട്ടാൽ മതി? പി ആൻഡ് നെക്സ്റ്റ് ഇയർ ആണ് ചെയ്തത്. ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ആണ് നമ്മൾ നെക്സ്റ്റ് ഇയർ ചെയ്യുവാണെങ്കിൽ ആ റെൻ്റ് എന്ന എക്സ്പെൻസിന് പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഇട്ടാൽ മതി. സെയിം സാലറി 125, പക്ഷെ അത് അത് സാലറി അക്കൗണ്ടിന് പകരം ക്ലർക്കിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ സാലറി എന്ന എക്സ്പെൻസ് എമൗണ്ട് വന്നില്ല. അപ്പോൾ സാലറി എന്ന എക്സ്പെൻസ് കുറഞ്ഞു, പ്രോഫിറ്റ് കൂടിയിരിക്കുമല്ലേ? കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്താ? പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് അറ്റ് ടു സാലറി എന്ന് വരും. ഓക്കെ, സോറി, പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു സാലറി അല്ല, സാലറി ഇത്തവണ സാലറിയെ ബാധിക്കും. ക്ലർക്ക് അക്കൗണ്ട്. ഓക്കെ, അത് കൂടി പറയാം. സാലറി 125 പേ ചെയ്തു, അത് ഡെബിറ്റ് ടു പേഴ്സണൽ അക്കൗണ്ടിൽ ചെയ്തു. ക്ലർക്കിൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ സാലറി എന്ന എക്സ്പെൻസിനകത്ത് 125 കയറിയിട്ടില്ല. സാലറിക്കകത്ത് 125 കയറത്തുകൊണ്ട് എക്സ്പെൻസ് കുറഞ്ഞത് കൊണ്ട് പ്രോഫിറ്റ് കൂടിപ്പോയി. പ്രോഫിറ്റിനെ കുറയ്ക്കാൻ ഡെബിറ്റ് ചെയ്യണം. പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്ലർക്ക് പേഴ്സണൽ അക്കൗണ്ട്. ഇനി അടുത്ത ഷായാൻ കമ്പനിയിൽ കൊടുക്കുന്നതിന് പകരം ഷോയാൻ കമ്പനി റെക്കോർഡ് ചെയ്ത്. ഈ ഷോയാൻ കമ്പനി ഇൻകവും എക്സ്പെൻസും അല്ലല്ലോ, പേഴ്സൺസ് അല്ലേ. അപ്പോൾ ഇൻകവും എക്സ്പെൻസ് അല്ലാത്തത് കൊണ്ട് കഴിഞ്ഞോട്ടത്തെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്ത് കാണത്തില്ല. അപ്പോൾ കഴിഞ്ഞോട്ടിട്ട എൻട്രി തന്നെ ഇത്തവണ എഴുതേണ്ടി വരും. എന്ത് എൻട്രിയാണ് ഇട്ടത്?
ഷോ ആൻഡ് കമ്പനി അക്കൗണ്ട് ടു ഷാ ആൻഡ് കമ്പനി. കാരണം ഈ ഷായുടെ ക്രെഡിറ്റിന് പകരം ഷോയുടെ ക്രെഡിറ്റ് ഇട്ടേക്കാണ്. അപ്പോൾ അതിനെ കുറയ്ക്കാൻ ഡെബിറ്റ് ചെയ്യണം. ഷോയെ പിടിച്ച് ഡെബിറ്റ് ചെയ്തു, ഷായെ പിടിച്ച് ക്രെഡിറ്റ് ചെയ്തു. അപ്പം ആ എൻട്രിയുടെ സെയിം ഇവിടെയും വരും. ഷോ ആൻഡ് കമ്പനി അക്കൗണ്ട് അറ്റ ടു ഷാ ആൻഡ് കമ്പനി. ഓക്കെ, ഇവിടെ നമ്മൾ എമൗണ്ട് എഴുതിയിട്ടില്ല, സെയിം എമൗണ്ട് തന്നെ. അടുത്തെന്താ, ₹700 പെയ്ഡ് ഇൻ ക്യാഷ് ഫോർ ടൈപ്പ് റൈറ്റർ. ആലോചിച്ച് നോക്കുക, ടൈപ്പ് റൈറ്റർ മേടിക്കാൻ വേണ്ടി ക്യാഷ് കൊടുത്തു. അപ്പോൾ ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. പക്ഷേ ഓഫീസ് എക്സ്പെൻസ് ഇട്ടേക്കാണ്. അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് കൊണ്ടിട്ടത് കാരണം എൻ്റെ പ്രോഫിറ്റ് എക്സ്പെൻസ് കൂടിപ്പോയി, പ്രോഫിറ്റ് കുറഞ്ഞു പോയി. അപ്പോൾ പ്രോഫിറ്റിനെ കൂട്ടാൻ എന്ത് ചെയ്യണം? എക്സ്പെൻസ് ചുമ്മാ ഒരു എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ എക്സ്പെൻസ് കൂടി പോകത്തില്ലേ? എക്സ്പെൻസ് കൂടിപ്പോയാൽ സംഭവിക്കും പ്രോഫിറ്റ് കുറയൂലേ? അപ്പോൾ എന്ത് സംഭവിക്കും? പ്രോഫിറ്റിനെ കൂട്ടാൻ ക്രെഡിറ്റ് ചെയ്യണം. പ്രോഫിറ്റിനെ കൂട്ടാൻ ടു പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട്. ഡെബിറ്റിൽ എന്താ പറയണ്ടേ? ടൈപ്പ് റൈറ്റർ അക്കൗണ്ട്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഇത് രണ്ടും ചോദിക്കാം 10 മാർക്കിന്. 2 സിറ്റുവേഷൻ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം ചുമ്മാ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും സസ്പെൻസ് ഇട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സസ്പെൻസ് ഇട്ട് ചുമ്മാ ചെയ്യരുത്, റീസൺ മനസ്സിലാക്കുക. അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ സസ്പെൻസ് ഇടൂ. ഓക്കെ, അഫക്റ്റ് ചെയ്തില്ലെങ്കിൽ സസ്പെൻസ് ഇടത്തില്ല, അത് ആലോചിക്കുക. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് ജേർണൽ എൻട്രീസ് ടു റെക്ടിഫൈ ദ ഫോളോയിങ്. ഓക്കെ, എ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം റാം എമൗണ്ടിങ് ടു ₹150. റാമിൻ്റെ ഇത് ഗുഡ്സ് വാങ്ങിച്ചു. എത്ര രൂപയ്ക്ക്? 150ക്ക് ഗുഡ്സ് വാങ്ങിച്ചു. അത് സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇതൊരു കോമ്പൗണ്ട് എൻട്രി ആയിട്ട് നമുക്ക് വരും. അതായത് പർച്ചേസ് ചെയ്തു, റാമിൻ്റെ ഇത് ഗുഡ്സ് വാങ്ങിച്ചു, പക്ഷേ സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ എന്ത് ചിന്തിച്ച് കാണും? റാമിന് സാധനം വിറ്റെന്നും ചിന്തിച്ച് കാണും. അപ്പോൾ ആലോചിച്ച് നോക്കുക, പർച്ചേസ് വരേണ്ടത് പർച്ചേസ് വന്നതുമില്ല അല്ലേ? സെയിലിൽ കയറി പോയിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച്, പർച്ചേസിന് ഡെബിറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണ്ടേ? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 150 അല്ലേ? ആലോചിച്ച് നോക്കുക, പർച്ചേസ് റെക്കോർഡ് ചെയ്യേണ്ടത് സെയിലിൽ റെക്കോർഡ് ചെയ്തു. അപ്പോൾ പർച്ചേസിന് ഡെബിറ്റ് ആ എമൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 150. ഒരു ബന്ധുവിലെ സെയിലിൽ കൊണ്ട് റെക്കോർഡ് ചെയ്ത് സെയിൽ കൂടി കിടക്കുക. സൈഡ് ക്രെഡിറ്റ് സൈഡ് കൂടി കിടക്കുക. കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ് 150. ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റാം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ റാം പർച്ചേസ് അക്കൗണ്ട് ഡെറ്റ ടു റാം. അപ്പം സെയിലിൽ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുമ്പം റാമിന് സാധനം വിട്ട് അവർ ചിന്തിക്കും. അപ്പോൾ റാം അക്കൗണ്ട് സെയിൽ എന്നായി. അപ്പം അതായത് റാമിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടതിന് പകരം റാമിനെ ഡെബിറ്റ് ചെയ്ത് പർച്ചേസ് ഗുഡ്സ് ഫ്രം റാം പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റാം. അപ്പോൾ റാമിനെ ക്രെഡിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ റാമിന് ഗുഡ്സ് വിറ്റെന്ന് പറയുമ്പോൾ എന്താ? റാമിനെ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, റാമിന് ഗുഡ്സ് വിറ്റായിട്ട് ചിന്തിക്കുമ്പോൾ റാം അക്കൗണ്ട് അറ്റ ടു സെയിൽ നിന്ന് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ റാമിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടതിന് പകരം ഡെബിറ്റ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്യേണ്ടതിന് പകരം ഡെബിറ്റ് ചെയ്താൽ ഡബിൾ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഡബിൾ എമൗണ്ട് ടു റാം 300. ഒന്നും കൂടി പറയാം. ആക്ച്വലി എവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത് എവിടെയായിരുന്നു? എവിടെ ഫസ്റ്റ് റോങ് ആയിട്ട് വെച്ചാൽ നോക്കിയാൽ മതി. സെയിലിൽ കൊണ്ടിട്ടേക്കാണ്. അപ്പോൾ സെയിൽ കൂടി കിടക്കുക. സെയിലിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? സെയിലിനെ കുറയ്ക്കാൻ ഡെബിറ്റ് ചെയ്യണം. സെയിൽസ്. ഓക്കെ, ആക്ച്വലി ഡെബിറ്റ് ചെയ്യേണ്ടത് ഏതാണ്? പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റാമിന് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. സസ്പെൻസ് എഴുതരുത്. ഇതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടാലി ആയിപ്പോവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കറക്റ്റ് എൻട്രി എന്താ? ആലോചിച്ച് നോക്കുക. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റാം എന്നല്ലേ എഴുതേണ്ടത്. ഞാൻ റോങ് എൻട്രി എന്താ എഴുതി വെച്ചത്? റാം അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ എന്ന് എഴുതി. ഇല്ല, സെയിൽ ചെയ്തതായിട്ട് ചിന്തിച്ചു. ഇനി ഈ റോങ് എൻട്രി തിരിച്ചിടുക. റോങ് എൻട്രി തിരിച്ചിടുമ്പോൾ എങ്ങനെയാണ്? സെയിൽ അക്കൗണ്ട് അറ്റ് ടു റാം എന്ന് വരും. സെയിൽ അക്കൗണ്ട് റോങ് എൻട്രി നമ്മൾ തിരിച്ചിട്ടു. ഇനി ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയേ. വെട്ടിപ്പോകാനൊന്നും ഡെബിറ്റും ക്രെഡിറ്റും വെട്ടിപ്പോകുന്നില്ല. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റാം അക്കൗണ്ട്. ഇങ്ങനെ എക്സാമിന് ഒറിജിനൽ എൻട്രി, റോങ് എൻട്രി, റെക്ടിഫൈ എൻട്രി ഒന്നും ചോദിക്കത്തില്ല. ഒറ്റ എൻട്രി, റെക്ടിഫൈ എൻട്രി മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ആണ് ചെയ്തേക്കുന്നത്. സെയിലിൽ കൊണ്ടിട്ടേക്കുക. അപ്പോൾ സെയിൽ കൂടി കിടക്കുക. സെയിൽ കൂടി കിടക്കുക. സൈഡ് ക്രെഡിറ്റ് സൈഡ് കൂടി കിടക്കുക. കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ്. ഇനി എവിടെ ആയിരുന്നു ഡെബിറ്റ് ചെയ്യേണ്ടത്? പർച്ചേസിൽ. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു സസ്പെൻസ് എഴുതരുത്. ടു എവിടെയാണ്? കാരണം വെച്ചാൽ എന്താ? കാരണം കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് സെയിൽ റെക്കോർഡ് ആയിട്ടുണ്ട്. അപ്പം റാമിൻ്റെ അക്കൗണ്ട് ഡബിൾ എമൗണ്ട് ഇട്ടാൽ മതി. അപ്പോൾ ആലോചിച്ച്, പർച്ചേസ് അക്കൗണ്ട് ടു റാമിനെ ക്രെഡിറ്റ് ചെയ്യണമായിരുന്നു, പകരം റാമിനെ ഡെബിറ്റ് ചെയ്തു. അപ്പം ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് ചെയ്താൽ ഡബിൾ എമൗണ്ട് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ടു റാം അക്കൗണ്ട് ₹300. ഓക്കെ, ഇതാണ് നറേഷൻ. എന്താണ്? കറക്ഷൻ ഓർ റോങ് എൻട്രി ഇൻ സെയിൽസ് ബുക്ക് ഇൻസ്റ്റെഡ് ഓഫ് പർച്ചേസ് ബുക്ക്. പർച്ചേസ് ബുക്ക് എഴുതുന്ന സെയിൽസ് ബുക്ക് റെക്കോർഡ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. സെയിം നമുക്ക് തിരിച്ചോർമ്മ ചെയ്ത് നോക്കാം. ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് വിറ്റ് എത്ര?
അപ്പോൾ സെയിൽ എത്രയാണ്? 120ക്കാണ് വിറ്റത്. രമേഷിന് ഗുഡ്സ് വിറ്റു. പക്ഷേ അത് പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു. സിമ്പിളായിട്ട് ചിന്തിക്കുക. അപ്പം പർച്ചേസിൽ കൊണ്ട് റെക്കോർഡ് ചെയ്യുക, പർച്ചേസ് കൂടി കിടക്കുക. പർച്ചേസിൻ്റെ ഏത് സൈഡ്? ഡെബിറ്റ് സൈഡ്. കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ്. ടു പർച്ചേസ് ക്രെഡിറ്റ് ചെയ്തു. ഇനി ആക്ച്വലി ഏതായിരുന്നു ക്രെഡിറ്റ് ചെയ്യേണ്ടതായിരുന്നു? സെയിൽസിൽ ഇറക്കും. അപ്പോൾ സെയിലിന് ക്രെഡിറ്റും വരണം. ടു സെയിൽ. അപ്പോൾ ടു പർച്ചേസ് ടു സെയിൽ. ഇനി ഡെബിറ്റിൽ എന്ത് വരും? കാരണം സെയിൽ അടക്കമുള്ള എൻട്രി എന്താ? രമേഷ് അക്കൗണ്ട് അറ്റ് ടു രമേഷ് അക്കൗണ്ട് ടു സെയിൽ എന്നല്ലേ? പക്ഷെ പർച്ചേസിംഗ് എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് ടു രമേഷ് എന്നല്ലേ? അപ്പോൾ എൻട്രി മാറി. അപ്പോൾ രമേഷിൻ്റെ ഡെബിറ്റിന് പകരം രമേഷിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ സംഭവിക്കും, ഡബിൾ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഡബിൾ എമൗണ്ട്. അപ്പോൾ എങ്ങനെ വരും? ആലോചിച്ച് നോക്കുക. സെയിലിനകത്ത് ആ എമൗണ്ട് പോകാൻ പറ്റില്ല. സെയിലിനകത്ത് 120 രൂപ എഴുതാൻ വിട്ടുപോയി. സെയിൽ എഴുതുന്നത് പർച്ചേസ് ചെയ്ത്. അപ്പോൾ സെയിൽ എമൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ സെയിൽ എമൗണ്ട് വരണം. അപ്പോൾ സെയിലിൻ്റെ ക്രെഡിറ്റ് കൂടണം. സെയിലിൻ്റെ ക്രെഡിറ്റിനെ കൂട്ടാൻ ക്രെഡിറ്റ് ചെയ്യണം. ടു സെയിൽ 120. പർച്ചേസിൽ കൊണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ പർച്ചേസിന് ഡെബിറ്റ് കൂടി കിടക്കുക. അപ്പോൾ അതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ടു പർച്ചേസ്. ഓപ്പോസിറ്റ് എന്ത് വരും? രമേഷ് അക്കൗണ്ട്. രമേഷിന് അക്കൗണ്ട് ഡബിൾ എമൗണ്ട് എങ്ങനെ വരും? സെയിൽ ചെയ്യുമ്പോൾ എൻട്രി എന്താ? രമേഷ് അക്കൗണ്ട് ഡെബിറ്റ്. അപ്പോൾ രമേഷിൻ്റെ ഡെബിറ്റിന് പകരം രമേഷിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി ചെയ്താൽ പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു രമേഷിന് എഴുതി. അപ്പോൾ രമേഷിനെ ക്രെഡിറ്റ് എഴുതിയേക്കാണ്. അപ്പം ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്താൽ ഡബിൾ എമൗണ്ട് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ രമേഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ ടു പർച്ചേസ്. അടുത്ത സിമ്പിളാണ്. ഓൺ 31 December 2022 ഗുഡ്സ് ഓഫ് ദ വാല്യൂ 300 വേർ റിട്ടേൺഡ് ബൈ ഹരി. ഹരിയുടെ എന്ന് ഗുഡ്സ് റിട്ടേൺ വന്ന്. റിട്ടേൺ വരുമ്പോൾ എന്ത് എൻട്രിയാണ്? റിട്ടേൺ വരുന്ന സമയത്ത് അത് റിട്ടേൺ വരുമ്പോൾ സ്റ്റോക്ക് കൂടും. അത് കൃത്യമായിട്ട് ഇൻവെൻട്രി വേർ ടേക്കൺ ടു ഇൻവെൻട്രി. ഓക്കെ, പക്ഷെ അത് എൻട്രി ഇട്ടില്ല. തിരിച്ചു വന്ന് പറഞ്ഞാൽ സ്റ്റോക്കിനകത്ത് കൂട്ടി കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? അതിന് എൻട്രി ഇട്ടില്ല. അപ്പം ഗുഡ്സ് തിരിച്ചു വരുമ്പോൾ എൻട്രി എന്താ? ഗുഡ്സ് തിരിച്ചു വരുമ്പോൾ എന്ത് റിട്ടേൺ? സെയിൽസ് റിട്ടേൺ അല്ലേ? സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് അല്ലേ? അപ്പോൾ തിരിച്ചു വരുമ്പോൾ എൻട്രി എന്താ? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ഹരി അക്കൗണ്ട്. ഹരിക്ക് ഗുഡ്സ് വിൽക്കുമ്പോൾ എൻട്രി എന്ത് വരുന്നു? ഹരി അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ. തിരിച്ചു വരുമ്പോഴോ? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ഹരി അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ തിരിച്ചു വരുമ്പം അത് നോ എൻട്രി പാസ്റ്റ്. അപ്പോൾ എൻട്രി ഇട്ടാൽ പോരെ. അപ്പോൾ എൻട്രി എന്താ? റിട്ടേൺ ഇൻവേർഡ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ഹരിസരൻ എന്നാട്ടോ. എമൗണ്ട് 300 രൂപ. റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക. അടുത്തത് ആൻ എമൗണ്ട് ഓഫ് 200 ഡ്യൂ ഫ്രം മഹേഷ് ചന്ദ്. മഹേഷ് ചന്ദ്രൻ എന്ന എമൗണ്ട് കിട്ടാനുണ്ട്. വിച്ച് ഹാഡ് ബീൻ റിട്ടേൺ ഓഫ്. അത് നമ്മൾ എഴുതിത്തള്ളിയായിരുന്നു. ബാഡ് ഡെപ്റ്റ് എഴുതിത്തള്ളിയത് കഴിഞ്ഞിട്ട് എഴുതിത്തള്ളി. പിന്നീട് കിട്ടി. ബാഡ് ഡെപ്റ്റ് കിട്ടുമ്പോൾ എൻട്രി എന്താ? നമുക്ക് ബാഡ് ഡെപ്റ്റ് കിട്ടുമ്പോൾ എൻട്രി പറയാൻ പറ്റുമോ? ബാഡ് ഡെപ്റ്റ് കിട്ടുമ്പം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഏത് അക്കൗണ്ടാണ്? ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരിക. ഓക്കെ, അപ്പം നമ്മൾ എഴുതല്ലുമ്പോൾ എൻട്രി എന്താ? ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് അറ്റ് ടു മഹേഷ് അതിന് ഓൾറെഡി കളഞ്ഞു, റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. പിന്നെ പൈസ കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. പിന്നെ എന്താണ്? ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പക്ഷേ ഇവ എവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നത്? മഹേഷ് ചന്ദിൻ്റെ അക്കൗണ്ടിൽ മഹേഷ് ചന്ദിൻ്റെ ഇന്ന് കാശ് കിട്ടുന്നതായിട്ട് പോസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ? മഹേഷ് ചന്ദിൻ്റെ ക്യാഷ് കിട്ടിയ പോസ്റ്റ് ചെയ്യുമ്പോൾ എൻട്രി എന്താ? എന്ത് ചെയ്തേക്കുന്നത്? അതായത് മഹേഷ് പൈസ കിട്ടി, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു മഹേഷ് ചന്ദ് എന്ന് എഴുതി. മഹേഷ് ചന്ദ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് റോങ് എൻട്രി. നമ്മൾ റോങ് എൻട്രി എന്ത് ചെയ്യണം? തിരിച്ചിടണ്ടേ? റോങ് എൻട്രി തിരിച്ചിടുക. ഇതാണ് റോങ് എൻട്രി തിരിച്ചിടുമ്പോൾ എങ്ങനെ വരും? മഹേഷ് ചന്ദ് അക്കൗണ്ട് അറ്റ് ടു മഹേഷ്, ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞു തന്നെയാണ്. മഹേഷ് ചന്ദ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. റോങ് എൻട്രി നമ്മൾ തിരിച്ചിട്ടു. ഇതാണ് റോങ് എൻട്രി. ഇതാണ് കറക്റ്റ്. ക്യാഷ് കിട്ടുമ്പോൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് പോയ സാധനം പിന്നീട് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാഡ് ടു റിക്കവേർഡ് അക്കൗണ്ട് എന്നാണ്. അതാണ് വരേണ്ടത്. പക്ഷേ മഹേഷ് ചന്ദിൻ്റെ അക്കൗണ്ടിൽ കാണിച്ചു എന്ന് പറഞ്ഞാൽ ക്യാഷ് മഹേഷ് ചന്ദിനെ കിട്ടിയായിട്ട് ചിന്തിച്ചു. വീണ്ടും മഹേഷ് ചന്ദിനെ ക്രെഡിറ്റ് ചെയ്തു. നമ്മൾ ഓൾറെഡി ബാഡ് ഡെപ്റ്റ് ആയ സമയത്ത് മഹേഷ് ചന്ദിനെ ക്രെഡിറ്റ് ചെയ്ത് കളഞ്ഞാണ്. അപ്പോൾ ഇനി കിട്ടുമ്പം ഇനി ഈ റോങ് എൻട്രി നമ്മൾ തിരിച്ചിടുന്നു. മഹേഷ് ചന്ദ് അക്കൗണ്ട് ഡെറ്റർ ടു എന്ത്? റോങ് എൻട്രി തിരിച്ചപ്പോൾ ക്യാഷ് അക്കൗണ്ട്. ഇനി ഒറിജിനൽ എൻട്രിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയേ.
ക്യാഷിൻ്റെ ഡെബിറ്റും ക്യാഷിൻ്റെ ക്രെഡിറ്റും വെട്ടിപ്പോയി, ക്യാഷിൻ്റെ ഡെബിറ്റ് വെട്ടിപ്പോയി, ക്യാഷിൻ്റെ ക്രെഡിറ്റും വെട്ടിപ്പോയി. ഇനി എൻട്രി എന്ത് വരും? മഹേഷ് എന്ന അക്കൗണ്ട് അറ്റ് ബാഡ് റിക്കവേർഡ്. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എങ്ങനെയാണ് ക്യാഷ് കിട്ടുന്നു? മഹേഷ് ചന്ദിന് ക്യാഷ് ബാഡ് ഡെപ്റ്റായിട്ട് റൈറ്റ് ഓഫ് എമൗണ്ട് മഹേഷ് ചന്ദിന് തിരിച്ച് കിട്ടുമ്പം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അക്കൗണ്ട്, ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇത് മഹേഷ് ചന്ദിൻ്റെ അക്കൗണ്ടിൽ കാണിച്ചു എന്ന് പറഞ്ഞാൽ മഹേഷ് ചന്ദിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ മഹേഷ് ചന്ദിൻ്റെ ക്രെഡിറ്റ് കൂടി കിടക്കുവാണ്. അപ്പോൾ കുറയ്ക്ക് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ മഹേഷ് ചന്ദിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ടു ഏതാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഏതാണ്? ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അക്കൗണ്ട്. എത്ര രൂപ? 200 രൂപ. ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അക്കൗണ്ട് ക്രെഡിറ്റിന് പകരം മഹേഷ് ചന്ദ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. കണ്ടത്? ഇത് സോൾവ് ചെയ്യുമ്പോൾ കണ്ടോ, മഹേഷ് ചന്ദ് അക്കൗണ്ട് അറ്റ് ബാഡ് റിക്കവേർഡ് എന്ന് വരും. നമ്മൾ ചിന്തിക്കുക, മഹേഷ് ചന്ദിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മഹേഷ് ചന്ദ് അക്കൗണ്ടിൽ പൈസ കിട്ടി, ക്യാഷ് അക്കൗണ്ട് അറ്റ് മഹേഷ് ചന്ദ് എഴുതി വെച്ചിട്ടുണ്ട്, മഹേഷ് ചന്ദ്രൻ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ആ മഹേഷ് ചന്ദ്രൻ ക്രെഡിറ്റ് കൂടി കിടക്കുക, കുറയ്ക്കാൻ ഡെബിറ്റ് ചെയ്യണം. ടു ബാഡ് ഡെപ്റ്റ് കിട്ടുമ്പോൾ എൻട്രി എന്താ? ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്, ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്. അടുത്ത എ ചെക്ക് ഫോർ 100 റിസീവ്ഡ് ഫ്രം മൻമോഹൻ കിട്ടുമ്പോൾ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു മൻമോഹൻ. ആ ചെക്ക് ഡിസോണറായി, അപ്പം എൻട്രി എന്താ? ചെക്ക് ഡിസോണർ എൻട്രി എന്താ? തിരിച്ച് മൻമോഹൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്നല്ലേ? മൻമോഹൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. ചെക്ക് മൻമോഹനിൽ കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു മൻമോഹൻ. ക്ലിയർ? ഇനി ആ ചെക്ക് ഡിസോണർ ആകുമ്പോഴോ തിരിച്ചിടുക, മൻമോഹൻ എന്ന ഡെപ്റ്റർ കൂടും, മൻമോഹൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. അപ്പം മൻമോഹൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഒരു ബന്ധമില്ല, സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ സെയിൽസ് റിട്ടേണിൻ്റെ ഡെബിറ്റ് കൂടി കിടക്കുക. അപ്പോൾ സെയിൽസ് റിട്ടേണിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സെയിൽസ് റിട്ടേണിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ആക്ച്വലി ഏതാ ഡെബിറ്റ് ചെയ്യേണ്ടത്? ഏതാ? മൻമോഹൻ. അപ്പോൾ മൻമോഹൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് റിട്ടേൺ 100. ക്ലിയർ? ഇങ്ങനെയാണ് ഇത് റെക്ടിഫൈ ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ദ ഫോളോയിങ് എറേഴ്സ് വിത്തൗട്ട് ഓപ്പണിങ് സസ്പെൻസ് അക്കൗണ്ട് ആൻഡ് ഓപ്പണിങ് സസ്പെൻസ് അക്കൗണ്ട്. അതായത് താഴെ തരുന്ന എറേഴ്സിൽ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ, ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു എറേഴ്സ് ഏത് സ്റ്റേജിൽ റെക്ടിഫൈ ചെയ്യും? ബിഫോർ ഓപ്പണിങ്, ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് മുൻപാണെങ്കിൽ എങ്ങനെ, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ എങ്ങനെ, ഓപ്പണിങ് സസ്പെൻസ് അക്കൗണ്ട് ആണെങ്കിൽ എങ്ങനെ, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഇതാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ വിത്തൗട്ട് ഓപ്പണിങ് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. ഓക്കെ, സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ രണ്ട് സിറ്റുവേഷനിൽ എങ്ങനെ എറേഴ്സ് റെക്ടിഫൈ ചെയ്യാം? സിമ്പിളാണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ എന്താണ്? വിത്തൗട്ട് ഓപ്പണിങ് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ എവിടെയാണോ മിസ്റ്റേക്ക് അവിടെ തിരുത്തിയാൽ പോരെ. ഇപ്പോൾ സിംഗിൾ സൈഡ് എറർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിലാണ് എറർ സംഭവിച്ചെങ്കിൽ ആ അക്കൗണ്ട് തിരുത്തിയാൽ മതി. രണ്ട് സൈഡ് എറർ ആണെങ്കിൽ ആ രണ്ട് അക്കൗണ്ടിന് തിരുത്തണം. എൻട്രി ഇട്ട് തിരുത്തേണ്ടി വരും, എൻട്രി ഇട്ട് റെക്ടിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വിത്തൗട്ട് ഓപ്പൺ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക. ദ സെയിൽസ് ബുക്ക് അണ്ടർ കാസ്റ്റ് ടോട്ടൽഡ് ഷോർട്ട്. ദ സെയിൽസ് ബുക്ക് ടോട്ടൽ ഷോർട്ടായിപ്പോയി. എത്രയാണ്? 100 ഷോർട്ടാണ്. അപ്പോൾ സെയിൽസ് ബുക്ക് കുറഞ്ഞെടുക്കുക. സെയിൽ എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? സെയിലിന് ക്രെഡിറ്റ് 100 കുറഞ്ഞു. ഇപ്പോൾ ക്രെഡിറ്റ് കുറഞ്ഞു പോയി. ഇപ്പോൾ കൂട്ടാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സെയിൽ ബുക്കിൻ്റെ ടോട്ടൽ 100 കുറഞ്ഞെടുക്കുക. സെയിൽ അക്കൗണ്ടിൽ 100 കുറഞ്ഞു പോയി. സെയിൽ എന്ത് ബാലൻസ് ആണ്? സെയിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് കുറഞ്ഞു, കൂട്ടാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മുൻപാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എവിടെയാണോ ഷോർട്ട് അവിടെ തിരുത്തിയാൽ പോരെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സെയിൽസ് അക്കൗണ്ട് വിത്ത് ₹100 രൂപ. സെയിൽ ബുക്കിന് ടോട്ടൽ ഷോർട്ട് ആയത് സെയിൽ അക്കൗണ്ടിൽ കുറഞ്ഞു പോയി. സെയിൽ അക്കൗണ്ട് കുറഞ്ഞെടുക്കുക. സെയിൽ എന്ത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസാണ്. അപ്പോൾ സെയിൽ കുറഞ്ഞെടുക്കുമല്ലേ, അപ്പോൾ കൂട്ടാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് തന്നെ ചെയ്യണം. ഓക്കെ, അടുത്തത് ഗുഡ്സ് വെർത്ത് 150 റിട്ടേൺഡ് ബൈ ഗ്രീൻ ആൻഡ് കമ്പനി ഗുഡ്സ് റിട്ടേൺ ആയിട്ട് വന്നു. അപ്പോൾ ഗുഡ്സ് റിട്ടേൺ വരുമ്പോൾ എന്താണ്? സെയിൽസ് റിട്ടേൺ അല്ലേ? അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ഗ്രീൻ ആൻഡ് കമ്പനി എന്നാണ്. നോട്ട് ബീൻ എൻറ്റേഡ് എനിവർ, അത് എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റർ ചെയ്യേണ്ടേ? അപ്പോൾ സെയിൽസ് റിട്ടേണിൻ്റെ ഡെബിറ്റും വന്നിട്ടില്ല, ഗ്രീൻ ആൻഡ് കമ്പനിയുടെ ക്രെഡിറ്റും വന്നിട്ടില്ല. അപ്പം രണ്ടും വിട്ടുപോയി, എഴുതാൻ വിട്ടുപോയി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അപ്പോൾ എന്താ? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗ്രീൻ ആൻഡ് കമ്പനി. ഓക്കെ, ഇപ്പോൾ സെയിൽസ് റിട്ടേണിൽ മാത്രം റെക്കോർഡ് ചെയ്തിട്ടുള്ളെങ്കിൽ കുഴപ്പമില്ല. ഗ്രീൻ ആൻഡ് കമ്പനി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ആ എൻട്രി എഴുതിയിട്ടില്ല. അപ്പോൾ സംഭവിക്കും സെയിൽസ് റിട്ടേൺ എൻട്രി എന്താണ്? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗ്രീൻ ആൻഡ് കമ്പനി. ഓക്കെ,
അടുത്ത ഗുഡ്സ് പർച്ചേസ്ഡ് 250, ഗുഡ്സ് നമ്മൾ 250 പർച്ചേസ് ചെയ്തു, ഹാവ് ബിൻ പോസ്റ്റഡ് ടു ദ ഡെബിറ്റ് ഓഫ് ദ സപ്ലയർ ഗുപ്ത അക്കൗണ്ട്. ഡെബിറ്റ് ഓഫ് സപ്ലയർ ഗുപ്ത അക്കൗണ്ട്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി എന്താ? ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു സപ്ലയർ അക്കൗണ്ട് എന്നല്ലേ? പർച്ചേസ് ഗുപ്തയുടെ നിന്ന് ഗുഡ്സ് മേടിക്കുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുപ്ത അക്കൗണ്ട്. അപ്പോൾ ഗുപ്ത ക്രെഡിറ്റ് അല്ലേ ചെയ്യേണ്ടത്? അല്ലേ? ഗുപ്ത ക്രെഡിറ്റ് ആണ് വരേണ്ടത്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുപ്ത. അപ്പോൾ ഗുപ്തയുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണമായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? ഗുപ്തയുടെ അക്കൗണ്ട് ഡെബിറ്റ് ഓഫ് സപ്ലയർ ഗുപ്ത അക്കൗണ്ട്. ഗുപ്തയുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? ഡബിൾ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ പറയും? ക്രെഡിറ്റ് ഗുപ്ത അക്കൗണ്ട് വിത്ത് റുപ്പീസ് എത്ര രൂപയാണ്? 250 ആയിരുന്നു. ഡബിൾ എമൗണ്ട് 500 രൂപ റെക്കോർഡ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുപ്ത അക്കൗണ്ട്. അപ്പോൾ ഗുപ്തയുടെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് ചെയ്താൽ ഡബിൾ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ക്രെഡിറ്റ് ഗുപ്ത അക്കൗണ്ട് വിത്ത് റുപ്പീസ് 500. ഓക്കെ. അടുത്തത് ഫർണിച്ചർ പർച്ചേസ്ഡ് ഫ്രം ഗുലാബ് ബ്രോസ്. ഓക്കെ, ഫർണിച്ചർ വാങ്ങിച്ചു 1000 രൂപയ്ക്ക്, പക്ഷേ പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഫർണിച്ചർ വാങ്ങിച്ചത് പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു. പർച്ചേസ് ബുക്കിൻ്റെ ഏത് സൈഡിൽ? ഡെബിറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ പർച്ചേസിൻ്റെ ഡെബിറ്റ് കൂടി കിടക്കില്ല, ഒരു ബന്ധമില്ല. പർച്ചേസ് ഡെബിറ്റ് കൂടി കിടക്കുക. പർച്ചേസിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പർച്ചേസിനെ കുറയ്ക്കാൻ ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് എന്തോ ചെയ്യേണ്ടത്? ഫർണിച്ചർ. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് അക്കൗണ്ട്. ഇതെന്ത് ടൈപ്പ് എററാണ്? എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. സോ ട്രയൽ ബാലൻസിൽ അഫക്റ്റ് ചെയ്ത് കാണൂ? ഇല്ല. ഫർണിച്ചറിൻ്റെ ഡെബിറ്റിന് പകരം പർച്ചേസ് അക്കൗണ്ട് ഇട്ടേക്കുക. പർച്ചേസിൻ്റെ ഡെബിറ്റ് കൂടി കിടക്കുക. പർച്ചേസിൻ്റെ ഡെബിറ്റ് കുറയ്ക്കാൻ ക്രെഡിറ്റ് ചെയ്യുക. ഡെബിറ്റ് എന്ത് ചെയ്യുക? ഫർണിച്ചർ ചെയ്യുക. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് അക്കൗണ്ട്. അടുത്തത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം റെഡ് ആൻഡ് ബ്ലാക്ക്. ഡിസ്കൗണ്ട് കിട്ടി, പക്ഷെ അത് എൻട്രി ആയിട്ടില്ല. ഡിസ്കൗണ്ട് റെഡ് ആൻഡ് ബ്ലാക്കിൻ്റെ ഡിസ്കൗണ്ട് കിട്ടുമ്പം ഡിസ്കൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ ഒരു ഗെയിൻ പോലെയല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഡിസ്കൗണ്ട് റിസീവിന് ക്രെഡിറ്റ് ചെയ്യും. ആറ് എന്ന് കിട്ടിയ റെഡ് ആൻഡ് ബ്ലാക്കിനല്ലേ കിട്ടിയത്? അപ്പോൾ റെഡ് ആൻഡ് ബ്ലാക്കിന് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി ഇട്ടാൽ പോരെ. റെഡ് ആൻഡ് ബ്ലാക്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. ദാറ്റ്സ് ഇറ്റ്. റെഡ് ആൻഡ് ബ്ലാക്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഡിസ്കൗണ്ട് അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എക്സ്പെൻസ് ആണ്, ഇങ്ങോട്ട് കിട്ടുവാണെങ്കിൽ ഒരു ഇൻകം ആണ്. ഓക്കെ, അത് ജസ്റ്റ് എൻട്രി ഇട്ടില്ല, അത് റെക്കോർഡ് ചെയ്തിട്ട് പറഞ്ഞാൽ അതങ്ങ് എൻട്രി ഇട്ടാൽ മതി. അടുത്ത് ശ്രദ്ധിക്കണം. അടുത്ത ഡിസ്കൗണ്ട് അലോഡ് ടു മോഹൻ ആൻഡ് കമ്പനി 18. നോട്ട് എൻ്റെ അടുത്ത ഡിസ്കൗണ്ട് കോളം മൊത്തം ക്യാഷ്. ഇപ്പോൾ ക്യാഷ് ബുക്കിൽ ഡിസ്കൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല, പക്ഷേ മോഹൻ അക്കൗണ്ട് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ടു മോഹൻ എന്നല്ലേ? അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ്. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അവിടെ മാത്രമേ മിസ്സിംഗ് ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് വിത്ത് റുപ്പീസ് 18. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് മാത്രം ചെയ്താൽ മതി. കാരണം ഇത് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് മുമ്പാണെങ്കിൽ എവിടെയാണോ എറർ അവിടെ മാത്രം തിരുത്തിയാൽ മതി. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഫർണിച്ചറിൽ ആ എമൗണ്ട് വന്നില്ല, അപ്പോൾ വരണം. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ്. ഒരു ബന്ധമില്ല, പർച്ചേസ് കൂടി കിടക്കുവാണ്, അപ്പോൾ അത് കുറയ്ക്കുകയും വേണം. പിന്നെ ഇവിടെ ഗുപ്തയുടെ അക്കൗണ്ടിൽ മാത്രം ചെയ്താൽ മതി. ഇവിടെ ആ എൻട്രി ഇട്ടില്ല. ഇവിടെ എന്താ? സെയിൽസ് ബുക്കിൽ കുറച്ച് വെച്ചേക്കാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ എവിടെയാണോ മിസ്റ്റേക്ക് അവിടെ മാത്രം തിരുത്തി കൊടുത്താൽ മതി. രണ്ട് സൈഡിൽ എററാണെന്നുണ്ടെങ്കിൽ എൻട്രി ഇട്ട് തന്നെ തിരുത്തണം. ഓക്കെ, ഇതാണ് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് മുമ്പുള്ള റെക്ടിഫിക്കേഷൻ എൻട്രി. ഇനി ആഫ്റ്റർ ഓപ്പണിംഗ് സസ്പെൻസ് ആണെങ്കിൽ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആഫ്റ്റർ ഓപ്പണിംഗ് സസ്പെൻസ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കുക, ശ്രദ്ധിക്കുക. സെയിൽസ് ബുക്കിൽ 100 രൂപ ഷോർട്ടായി. അപ്പോൾ സെയിൽസ് ബുക്ക് 100 രൂപ കുറഞ്ഞെടുക്കുക. അപ്പോൾ ക്രെഡിറ്റ് കുറഞ്ഞെടുക്കുക. കൂട്ടാൻ എന്ത് ചെയ്യണം? അപ്പോൾ ക്രെഡിറ്റ് കുറഞ്ഞെടുക്കുക. കൂട്ടാൻ ക്രെഡിറ്റ് തന്നെ ചെയ്യണം. അപ്പോൾ സെയിൽസിന് ക്രെഡിറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഓപ്പോസിറ്റ് സസ്പെൻസ് ഇട്ടാൽ പോരെ. ചിന്തിക്കുക. ക്രെഡിറ്റ് സെയിൽസ് കുറഞ്ഞെടുക്കുക. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് 100 രൂപ കുറഞ്ഞെടുക്കുക. സെയിൽസ് അക്കൗണ്ട് 100 രൂപ കുറഞ്ഞെടുക്കുക. കൂട്ടാൻ ക്രെഡിറ്റ് ചെയ്യണം. സെയിൽസ് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് കുറഞ്ഞ് കിടക്കുന്നുണ്ടായതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ട്രയൽ ബാലൻസ് എന്ത് ഓപ്പൺ ചെയ്ത് കാണും? ക്രെഡിറ്റിൽ സസ്പെൻസ് ഓപ്പൺ ചെയ്ത് കാണും. ഇപ്പോൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ആ ക്രെഡിറ്റ് കിടക്കുന്ന സസ്പെൻസ് എടുത്ത് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ എൻട്രി എന്താ? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റ ടു സെയിൽസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റ ടു സെയിൽസ് അക്കൗണ്ട് വരും. ഒന്നും കൂടി പറയാം. സെയിൽ ബുക്ക് കുറഞ്ഞെടുക്കുക. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് എമൗണ്ട് കുറഞ്ഞെടുക്കുകയാണ്. അപ്പോൾ സെയിൽസ് കുറഞ്ഞെടുക്കുക. സെയിൽസിനെ കൂട്ടാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം ടു സെയിൽസ്. അപ്പോൾ ഡെബിറ്റിൽ എന്താ? സസ്പെൻസ് ആയിരിക്കും എന്ന് ചിന്തിക്കാം. പക്ഷേ ചിന്തിക്കരുത്. ട്രയൽ ബാലൻസ് ആലോചിക്കുക. ഇപ്പോൾ ട്രയൽ ബാലൻസിനകത്ത് സെയിൽസിൻ്റെ ക്രെഡിറ്റ് കുറഞ്ഞെടുക്കുമല്ലേ? അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റിനകത്ത് ഷോർട്ട് ഒരു 100 രൂപ ഷോർട്ട് വന്ന് കാണും. അപ്പോൾ അവിടെ ക്രെഡിറ്റ് ഷോർട്ട് വന്നത് കൊണ്ട് നമ്മൾ സസ്പെൻസ് എന്ന് എഴുതി ക്രെഡിറ്റ് ഒരു 100 രൂപ ഇട്ട് കാണും ക്രെഡിറ്റ് സൈഡിൽ. ഇപ്പോൾ റെക്ടിഫൈ ചെയ്യാൻ എടുത്ത് ആ ക്രെഡിറ്റ് കിടക്കുന്ന സസ്പെൻസ് എടുത്ത് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചിന്തിക്കണം. ക്ലിയർ? അപ്പോൾ എൻട്രി എന്താ? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റ ടു സെയിൽസ് അക്കൗണ്ട്. അടുത്തത്
ഗുഡ്സ് വെർത്ത് 150 റിട്ടേൺഡ് ബൈ ഗ്രീൻ ആൻഡ് കമ്പനി. ആ ക്വസ്റ്റൻ തന്നെ നോട്ട് ബീൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ ട്രയൽ ബാലൻസ് എന്തായാലും അഫക്റ്റ് ചെയ്യത്തില്ല. ആ ഇപ്പം എന്താ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു ഗ്രീൻ ആൻഡ് കമ്പനി എന്നല്ലേ, ആ എൻട്രി റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, സസ്പെൻസ് അക്കൗണ്ട് വരുത്തില്ല. ഡെബിറ്റിലും നമ്മൾ എൻട്രി ചെയ്തിട്ടില്ല, ക്രെഡിറ്റിലും ഇട്ടിട്ടില്ല, അപ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആയിക്കോളും. അപ്പോൾ ഇത് എന്ത് ചെയ്താൽ മതി, റെക്ടിഫൈ എന്ത് ചെയ്താൽ മതി, സസ്പെൻസ് ഓപ്പൺ ചെയ്ത് എന്തായാലും കാണത്തില്ല, അപ്പോൾ എൻട്രി ഇട്ടാൽ പോരെ, സെയിം എൻട്രി തന്നെ വരും. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു ഗ്രീൻ ആൻഡ് കമ്പനി. ട്രയൽ ബാലൻസ് അഫക്റ്റ് ചെയ്യുവാണെങ്കിൽ മാത്രമേ എൻട്രി എടുത്തുള്ളൂ. നമ്മളിപ്പം റെക്കോർഡ് ചെയ്തിട്ടില്ല, അപ്പോൾ കംപ്ലീറ്റ് ഒമിഷനാണോ പാർഷ്യൽ ഒമിഷനാണോ? കംപ്ലീറ്റ് ഒമിഷനാണ്. കംപ്ലീറ്റ് ഒമിഷൻ എന്ത് ചെയ്യത്തില്ല, ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യത്തില്ല, ഇല്ലേ? അപ്പം സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണത്തില്ല. ഇപ്പോൾ എത്ര എമൗണ്ട്? 150. ഓക്കെ, അടുത്തെന്താ? ഗുഡ്സ് പർച്ചേസ്ഡ് 250 ഹാവ് ബിൻ പോസ്റ്റഡ് ടു ഡെബിറ്റ് ഓഫ് സപ്ലയർ അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്ത് വെച്ചു ആലോചിച്ച് നോക്കിയേ. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുപ്ത ഇല്ലേ, അപ്പോൾ ഗുപ്തയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. പക്ഷേ ക്രെഡിറ്റിന് പകരം ഡെബിറ്റ് ചെയ്തു, അപ്പോൾ ഡബിൾ എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും, ഡബിൾ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഡബിൾ എമൗണ്ട് കണ്ടോ, ടു ഗുപ്ത 500. അപ്പോൾ അങ്ങനെ വന്നത് കാരണം നമ്മൾ എന്ത് ചെയ്ത് കാണും, ക്രെഡിറ്റ് സൈഡിൽ ഒരു ഷോർട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ 500 ഷോർട്ട് വന്ന് കാണും. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് സസ്പെൻസ് ഓപ്പൺ ചെയ്ത് കാണും. ഇപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുപ്ത അക്കൗണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്തതാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, എന്താ പറയേണ്ടത്, ഗുഡ്സ് പർച്ചേസ് നമ്മൾ എൻട്രി എന്താ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുപ്ത അക്കൗണ്ട്. അപ്പോൾ പർച്ചേസിൻ്റെ ഡെബിറ്റിൽ 250, ഗുപ്തയുടെ ക്രെഡിറ്റിൽ 250. ഗുപ്തയുടെ ക്രെഡിറ്റിന് പകരം ഗുപ്തയുടെ ഡെബിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് ചെയ്ത് വെച്ചാൽ ഡബിൾ എമൗണ്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഗുപ്തയുടെ ക്രെഡിറ്റിൽ 500 എഴുതുക. അപ്പോൾ ഓപ്പണിംഗ് സസ്പെൻസ് അക്കൗണ്ട് അല്ലേ, അപ്പോൾ നമ്മളിവിടെ ഷോർട്ടേജ് വന്നത് കാണാൻ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സസ്പെൻസ് എന്ന് എഴുതി 500 എഴുതിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അത് ടാലി ആക്കാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു 1000, പക്ഷെ അത് പർച്ചേസ് ബുക്ക് റെക്കോർഡ് ചെയ്തു. ഇപ്പോൾ പർച്ചേസിൻ്റെ ഡെബിറ്റ് കൂടി കിടക്കുമല്ലേ, ഫർണിച്ചർ വാങ്ങിച്ചു, ഫർണിച്ചർ ഡെബിറ്റ്, പക്ഷെ പർച്ചേസിൽ കൊണ്ടിട്ട് പർച്ചേസിൻ്റെ ഡെബിറ്റ് കൂടി കിടക്കുമല്ലേ, പർച്ചേസിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യുക, ഡെബിറ്റ് എന്ത് എഴുതുക, ഫർണിച്ചർ എഴുതുക. അത്രേ ഉള്ളൂ. ഇവിടെ സെയിം എന്ത് തന്നെയാണ്, ഫർണിച്ചർ അക്കൗണ്ട് ടു പർച്ചേസ് അക്കൗണ്ട്. ഇത് ടാലിയാവും, കാരണം ഫർണിച്ചറിൻ്റെ ഡെബിറ്റിന് പകരം പർച്ചേസിൻ്റെ ഡെബിറ്റ് കയറി പോയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഡെബിറ്റ് ഷോർട്ടേജ് വരുന്നില്ല, അപ്പോൾ സസ്പെൻസ് ഓപ്പൺ ചെയ്ത് കാണത്തില്ല. ഓക്കെ, ഇതെന്ത് ടൈപ്പ് എററാണ്, എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ എന്ത് ചെയ്ത് ട്രയൽ ബാലൻസിൽ അഫക്റ്റ് ചെയ്ത് കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഫർണിച്ചറിൻ്റെ ഡെബിറ്റിന് പകരം പർച്ചേസിൻ്റെ ഡെബിറ്റ് ഇട്ടേക്കാണ്. അയ്യോ, പർച്ചേസിൻ്റെ ഡെബിറ്റ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പർച്ചേസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്ത് തുല്യമല്ലേ, പർച്ചേസിൻ്റെ ഡെബിറ്റ് കൂടി കാണും, കുറയ്ക്ക് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം ടു പർച്ചേസ്. അപ്പോൾ ഡെബിറ്റ് എന്ത് വരേണ്ടത്, ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് അക്കൗണ്ട്. അടുത്തത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം റെഡ് ആൻഡ് ബ്ലാക്ക്. അത് എൻട്രി ചെയ്തിട്ടില്ല, അപ്പോൾ എൻട്രി ചെയ്താൽ പോരെ. അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടി, പക്ഷെ നമ്മൾ എൻട്രി ചെയ്തിട്ടില്ല. അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ എൻട്രി എന്തുവാ, ഡിസ്കൗണ്ട് കിട്ടുമ്പം ആരാത് ഡിസ്കൗണ്ട് തന്നെ, റെഡ് ആൻഡ് ബ്ലാക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നാണ്. അതങ്ങ് എൻട്രി ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. റെഡ് ആൻഡ് ബ്ലാക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട്, അടുത്തത് ഡിസ്കൗണ്ട് അലൗഡ് ടു ജി മോഹൻ ആൻഡ് ഡിസ്കൗണ്ട് നമ്മൾ അലോ ചെയ്ത് കൊടുത്തു, പക്ഷേ ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല, പക്ഷേ മോഹൻ്റെ അക്കൗണ്ടിൽ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൺ സൈഡ് എററാണ്. അപ്പോൾ എന്താ, മോഹൻ്റെ ഡിസ്കൗണ്ട് അലൗഡിനകത്ത് റെക്കോർഡ്, അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഓപ്പോസിറ്റ് സസ്പെൻസ് നിങ്ങൾക്ക് അറിയാം, ആലോചിക്കുക. ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ഡെബിറ്റ് ചെയ്യാത്തത് കൊണ്ട് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റിലൊരു 18 ഷോർട്ടേജ് വന്ന് കാണും. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് നമ്മൾ എന്ത് ചെയ്ത് കാണും, സസ്പെൻസ് ഓപ്പൺ ചെയ്ത് കാണും. ഇപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം, സസ്പെൻസിനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് ചിന്തിക്കുക. അവിടെ എന്താ എൻട്രി എന്താ, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് അലൗഡിനെ ഡെബിറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ഡെബിറ്റ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഓപ്പണിംഗ് സസ്പെൻസ് അക്കൗണ്ട് വിത്തൗട്ട് ഓപ്പണിംഗ് സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ.